يكسبون. صدق الله مولانا العلي العظيم، وصدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാനികളെ മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫള് കൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ കളിയിലും തമാശയിലും വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇന്ന് ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിച്ചവർ, ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും അധ്വാനിക്കുന്നവർ, എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ പുറത്തു കൊടുത്ത മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണേ. അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ, രോഗം ഉണ്ടോ എന്ന പേടിയിലും ഭയത്തിലുമായി നിൽക്കുന്നവർ അല്ലാഹുവേ നിർഭയത്വം നൽകണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരെയും മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരിമാർ, അവരിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട് അല്ലാഹുവേ, അവർക്ക് സുഖപ്രസവവും ആശ്വാസവും നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കൾ നീ നൽകണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് ആരംഭിച്ചു. നമ്മൾ 8:45 നമ്മുടെ സമയം നമ്മൾ പറഞ്ഞിരുന്നത്. അത് മറ്റു 9 ആക്കാനായോ? 8:45 മതിയല്ലേ? ആളുകൾക്ക് എത്താൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ 1-2 വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ നിന്നുകൊണ്ട് എത്താനുള്ള ആളുകൾ അങ്ങ് എത്തിക്കോട്ടെ. അപ്പോഴേ കുറച്ച് സംശയങ്ങൾ ഇവിടെ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ മുമ്പത്തെ ആഴ്ചത്തെ ആ സംശയമല്ല, അത് വേറെ നമ്മുടെ വെള്ളി വെളിച്ചം ഫേസ്ബുക്ക് പേജിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ച 1-2 വിഷയങ്ങളെ ആസ്വദിച്ച് അതൊന്ന് ഒരു ക്ലിയർ ചെയ്യാൻ മാത്രമാണ്. ഇവിടെ ഒന്ന്, can a wife call her husband by his name? Like if his name is Adam, can his wife call him Adam? ഭർത്താവിനെ ഭാര്യയ്ക്ക് പേര് വിളിക്കാൻ പറ്റുമോ, പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതിനെ സംബന്ധിച്ച് നമ്മളൊരു സമൂഹത്തിന്റെ നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൾച്ചറിൽ പേര് വിളിക്കും. എന്റെ സ്കൂളിലൊക്കെ പ്രിൻസിപ്പൾ പോലും പേരാ വിളിക്കുക, അല്ലെങ്കിൽ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് നെയിം പറയും. ഞങ്ങളുടെ പ്രിൻസിപ്പൾ, അദ്ദേഹത്തിന്റെ പേര് പാട്രിക് ഹോൺ എന്നാണ്, മിസ്റ്റർ ഹോൺ. ഉദാഹരണം പറയാം. അതിൽ ബഹുമാനക്കുറവേ കാണൂല. നമ്മൾ കുട്ടികളെ, എന്റെ സ്കൂളിലെ കുട്ടികളാരും സർ എന്നോ മാഡം എന്നോ അങ്ങനെയൊന്നും വിളിക്കൂല, പേരെ വിളിക്കും. മിസ്റ്റർ കുട്ടി വിളിക്കും, എന്നെ വിളിക്കും മിസ്റ്റർ ഹക്ക്. ആരും പേരെങ്ങനെ വിളിക്കുക, മിസ്റ്റർ സിംസ് അങ്ങനെ വിളിക്കും. ആ പേര് അവരുടെ കൾച്ചറിൽ അതൊരു അനാദരവേ അല്ല. ടീച്ചേഴ്സ് പരസ്പരം നേരെ പേരായിരിക്കും വിളിക്കുക, ഒരു പ്രശ്നമില്ല. ആദം, ഒരു ആദമുണ്ട്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ആദം എന്ന പേര്, ആദം എന്ന് വിളിക്കണം. ഉദാഹരണം പറയാം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് അനാദരമായി പെരുമാറിക്കൂടാ എന്നാണ്. അതായത് ബഹുമാനമില്ലാത്ത ഒരു പദപ്രയോഗം ചെയ്തുകൂടാ. അപ്പൊ നമ്മുടെ മലയാള കൾച്ചറിൽ, നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളിൽ ഒരു മലയാളിയായ മുസ്ലിമായ ഒരു പെണ്ണ് ഭർത്താവിനെ ഡയറക്റ്റ് പേര് വിളിക്കുന്നത്, അത് ഒരു ബഹുമാനം ഉണ്ടോ ഇല്ലേ? എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്? ഇല്ലല്ലോ. അതുകൊണ്ട് വിളിച്ചുകൂടാ, അങ്ങനെ നമ്മൾ പറയാം. പേര് വിളിച്ചുകൂടാന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, കാരണം കൾച്ചറുകൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ പേര് വിളിക്കുന്നത് അതൊരു സിനിമക്കാരുണ്ടാക്കിയ, സിനിമക്കാരെ പിൻപറ്റലാണത്. എടാ പോടാന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കുക, ആ ഒരു സംസ്കാരമൊക്കെ നമ്മുടെ ആ ഒരു ബഹുമാനം. ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ എനിക്കിത് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും ബഹുമാനം കൊടുക്കണം. അത്
ഭർത്താവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഭാര്യ ഒരു ലോവറാണ്, ഭർത്താവ് ഒരു ഹയറാണ്, അങ്ങനെ ഒന്നും ഒരു ഈഗോ പ്രശ്നമൊന്നും വേണ്ട. അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞില്ലേ? അള്ളാഹു പറഞ്ഞാൽ നീ ഭർത്താവിനെ ബഹുമാനിച്ചേക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പേര് വിളിക്കുന്ന ആ ഒരു ശൈലി അത്ര ശരിയല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ചുറ്റുപാടിൽ അത് ശരിയല്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു ഭർത്താവ് പറയാം എനിക്ക് ഇഷ്ടന്റെ പേര് വിളിക്കല എന്നോല് വിളിച്ചോട്ടെ, അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. ചിലരങ്ങനെ വിളിപ്പിക്കും, ഈ എന്നെ ഇക്കാക്കൊന്നും വിളിക്കണ്ട, ഈ എന്നെ ഇട പോണെന്നൊക്കെ വിളിച്ചാൽ മതി, എനിക്കത് ഇഷ്ടം, എന്നാ അവന് ഇഷ്ടമാണെങ്കിൽ വിളിച്ചോട്ടെ. അവർ തമ്മിൽ വിളിച്ചാൽ മതി, മനുഷ്യന്മാരുടെ ഇടയിൽ ചെന്നിട്ട് വിളിക്കും വേണ്ട, ബാക്കിയുള്ളവരും കൂടെ പരിഗണിക്കണ്ടേ. പിന്നെ പലിശ ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പലിശയ്ക്ക് വേണ്ടി ഒരാള് ഒരു പലിശ ഉപയോഗിച്ചു കുടുങ്ങിപ്പോയി ഒരാളെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അറിയുന്നതിന് മുമ്പ് പണമിടപാടുകളോ പണയപ്പെടുത്തലുകളോ ചെയ്തു, അയാൾക്ക് പലിശ വന്നിട്ടുണ്ട്, അത് തിരിച്ചടക്കണം. അയാൾക്ക് നമ്മൾ ആദ്യമായിട്ട് പറയുന്നതും ഇപ്പോഴും സൂചിപ്പിക്കാറുള്ള വിഷയം അതാണ്, പലിശ ഇടപാടുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിയേ പറ്റൂ. പക്ഷെ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി മുമ്പ് അങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, 10 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഗോൾഡോ മറ്റെന്തെങ്കിലും മോർഗേജിലാണ്, അതിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരാൾക്ക് പലിശയിലേക്ക് അടക്കാൻ വേണ്ടി മാത്രം മറ്റൊരാൾക്ക് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെയോ മറ്റോ ഭാഗമായി പലിശയായി ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് വേണ്ട എന്ന് ഒഴിവാക്കുന്നതിനേക്കാളും നല്ലത് അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പലിശ അടക്കാനുള്ള ആളെ സഹായിച്ചേക്കാം. ആൾ പറയണം ഇത് നിങ്ങളുടെ പലിശയുടെ അടവിലേക്ക് മാത്രമാണ്, ക്യാപിറ്റലിലേക്കല്ല. ഇതുകൊണ്ട് നിങ്ങൾ മരുന്ന് വാങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല. അങ്ങനെയൊക്കെ ഉറപ്പുള്ളവർക്ക് കൊടുക്കാനും പറ്റുള്ളൂ. ഇയാളുടെ കയ്യിലുള്ളത് പലിശയാണ്, അത് പലിശ അടക്കാൻ വേണ്ടി കൊടുക്കുന്നു. പക്ഷെ അതിൽ നമ്മൾ ലോൺ എടുക്കുന്നതിനൊരു പ്രോത്സാഹനം വരുമല്ലോ എന്നൊരു ചോദ്യമാണ്. അങ്ങനെ ഒരിക്കലും വരരുത്. കാരണം നമ്മൾ പലിശ ഇടപാടുകൾ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തോട് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടർക്ക് പലിശ കിട്ടുന്നു, മറ്റു കൂട്ടർ അടക്കുന്ന, അങ്ങനെ പോയിക്കോട്ടെ എന്നതിന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധാരണ വരൂല എന്നൊരു ചോദ്യം നമ്മുടെ വെള്ളി വെളിച്ചത്തിൽ നമ്മുടെ ഫേസ്ബുക്കിലെ പേജിൽ വന്നതുകൊണ്ടാണ്. പിന്നെ സൂറത്തു റഹ്മാൻ, നമ്മുടെ സൂറത്തു റഹ്മാൻ തഫ്സീർ സെഷൻ 21-22 ആയത്ത് 4-63. അവിടെ ഒരാൾ ചോദിച്ചു, നമ്മള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കിടന്ന് പ്രാർത്ഥിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോ സംശയം, നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത് എന്ന്. സ്വാഭാവികമായി അത് അവിടെ തിരുത്തു പറഞ്ഞു തരാൻ കഴിയാതെ പോയത് എന്റെ മിസ്റ്റേക്കാണ്. അത് ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, നബി തങ്ങളുടെ മരുമകന്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായ സമയത്താണ് നബിയുടെ ഷാൾ കൊടുത്ത് പൊതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതും ആ ഖബറിലേക്ക് നബി തങ്ങൾ ഇറങ്ങി നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതും. അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ അത് മോശപ്പെടുത്തി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് നബി തങ്ങളുടെ മോള് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അല്ല, അത് ഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബിൻത് ഖൈസ് എന്ന വേറൊരു ഫാത്തിമ ബീവി ഉണ്ട്. ഇത് ഫാത്തിമ ബിൻതു അസദ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ പേരാണ് ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു. അവര് മരിച്ചപ്പോഴാണ് നബി തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങിയത്. ആരല്ല, നബി തങ്ങളുടെ മോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, തിരുത്തി മനസ്സിലാക്കുക. വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് കുഴപ്പമുണ്ടോ? ഒരാൾ ഹറാമാണ് എന്ന് പറഞ്ഞു. എനിക്ക് ദയവായി പറയാനുള്ളത്, അറിയാത്ത വിഷയങ്ങളെ പറ്റി ഹലാലോ ഹറാമോ നിങ്ങൾ പറയല്ലേ, ദയവ് ചെയ്തിട്ട്. ഒരു വലിയ അത്ഭുതം ഉണ്ടായി. നമ്മുടെ സൗദിയിലുള്ള നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു പാർട്ടിക്കാരൻ ചെന്നിട്ട് പറഞ്ഞല്ലോ ഈ ഖളാ വീട്ടിൽ ഹറാമാണ്, എന്നിട്ട് ഓനിപ്പോ നിർത്തിയല്ലോ. എന്താ ചെയ്യ? ഇങ്ങനെ ഫിത്തന ചെയ്താലും ഒരു മനുഷ്യന്റെ ഇബാദത്ത് കൊണ്ടായി കളിക്കുന്നത്, വിവരമില്ലാത്തത്. അങ്ങനെ പല കാര്യങ്ങളും പ്രസംഗിച്ചു പോകുന്നൊരു ലോകമാണിത്. നിങ്ങൾക്ക് മനസ്സിൽ പിടിക്കുന്ന ഒരു മനുഷ്യന്റെ വിവരമോ ഇൽമോ നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരാളിൽ നിന്ന് സ്വീകരിച്ചാൽ മതി. ഞാൻ അങ്ങനെ പറയുള്ളൂ, ഇന്ന ഒരാൾ അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ. നിസ്കാരം ഖളാ വീട്ടേണ്ടതാണ്. നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടേണ്ടതാണ്. മുസ്ലിം അല്ലാത്ത ഒരാള് മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഖളാ ഒന്നുമില്ല. അയാൾ മുസ്ലിമായി അവിടെ മുതൽ എടുത്താൽ മതി, എന്റെ ബാക്കിയുള്ളതൊക്കെ പോയി. നേരെ മറിച്ച് മുസ്ലിമായി ജനിക്കുകയോ മുസ്ലിമായി ഉമ്മാക്കും വാപ്പാക്കും പിറന്ന ഒരു മനുഷ്യന് പ്രായപൂർത്തി ആയയുടെ മുതൽ എത്ര ഫർള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവും. അത് മരിക്കുന്നതിന് മുമ്പ് ഖളാ വീട്ടുക. അത് ഒരുപാട് ഭാരം തോന്നിയേക്കാം. നിങ്ങൾ മടുപ്പ് വരാത്ത രീതിയിൽ അല്പാൽപമായിട്ട് അതിനെന്ത് ചെയ്യുക,
ഖളാ വീട്ടും ചെയ്യുക, അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി ദുആരിക്കും ചെയ്യാം. എങ്ങാനും അത് പൂർത്തിയാകും മുമ്പ് നമ്മൾ മരിച്ചുപോയാൽ പടച്ചോനെ ബാക്കി വന്ന് നീ പൊരുത്തപ്പെട്ടു തരണം, ദുആരിക്കും ചെയ്യാൻ. ഖളാ വീട്ടിൽ ഹറാമെന്നൊക്കെ ഫത്വ കൊടുത്താൽ എന്താ ചെയ്യാ? വല്ലാത്തൊരു. അപ്പൊ വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പ് ഹറാമ അത് പറയരുത്, കറാഹത്തുള്ളൂ. വെള്ളിയാഴ്ച ഇഫ്രാദ് ചെയ്യൽ കറാഹത്ത് എന്ന് പറയും. അങ്ങനെ വെള്ളിയാഴ്ച മാത്രം സുന്നത്ത് നോക്കുക. ഒന്നുകിൽ വ്യാഴം വെള്ളി രണ്ടും കൂടെ എടുക്കുക, അല്ലെങ്കിൽ വെള്ളിയും ശനിയും കൂടെ എടുക്കുക. വെള്ളി മാത്രം എടുത്തു, അത് ഒഴിവാക്കിയാൽ കൂലി കിട്ടും എന്നല്ലാതെ എന്തല്ല ഹറാമല്ല. ഹറാമും കറാഹത്തും വ്യത്യാസമുണ്ടല്ലോ. ഹറാം എന്ന് പറഞ്ഞാൽ എടുത്താൽ കുറ്റം കിട്ടുന്ന. കറാഹത്ത് ഹറാം എന്ന് പറഞ്ഞാൽ വെള്ളി പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ്. അതിന്റെ അർത്ഥം പെരുന്നാളിന്റെ അന്ന് ചോറ് കഴിക്കാനുള്ള ദിവസമാണ് നോമ്പ് പറ്റാ ഹറാം, കുറ്റമാണ്. സാധാരണഗതിയിലുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ സുന്നത്ത് നോമ്പെടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞുകൂടാ. എന്തുള്ളൂ? കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കൂലി കിട്ടും, എടുക്കുന്നത് അത്ര ഉത്തമല്ല ആ അർത്ഥത്തിൽ. ഓക്കെ, അങ്ങനെയുള്ളൂ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഗൾഫിലെ ചുറ്റുപാടുകളിലൊക്കെ പള്ളികളിൽ പക്ഷേ ഇമാമന്മാർ മറ്റു മദ്ഹബ് ശാഫിഈ മദ്ഹബ് അല്ലാത്ത മദ്ഹബിലുള്ള ഇമാമിയങ്ങളുള്ള പ്രദേശം, പ്രത്യേകിച്ച് നമ്മുടെ മൾട്ടിനാഷണൽ സൊസൈറ്റിയൊക്കെ ആയതുകൊണ്ട് അപ്പൊ പള്ളിയിലെ ഇമാമ് ഖുനൂത്ത് ഓതുന്നില്ല എന്ന് വിചാരിച്ച് സുബ്ഹി നിസ്കാരം റൂമിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്ന ചോദ്യം. അത് പറ്റില്ല. പള്ളിയിൽ തന്നെ പോവലാണ് ഇതിന്റെ ഏറ്റവും ശ്രേഷ്ഠത, അതിന്റെ കൂലിയും പുണ്യവും അങ്ങനെയാണ്. ഒരുപാട് മദ്ഹബുകൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ നിസ്കാരത്തിന് കുഴപ്പം സംഭവിക്കില്ല. നമ്മുടെ ഇമാമ എന്ത് ചെയ്തില്ല, ഖുനൂത്ത് ഓതിയില്ല എന്ന് വിചാരിക്കുക. അയാൾ റാത്തിബായ ഇമാമ, ഇവിടുത്തെ ഗവൺമെന്റ് നിശ്ചയിച്ച ഇമാമ, അതുകൊണ്ട് അയാളെ മാറ്റാൻ നമുക്ക് നിർവാഹമില്ല, അയാളുടെ പിന്നിലില്ലാതെ ജമാഅത്ത് കിട്ടുകയുമില്ല. അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇമാമ് ഖുനൂത്ത് ഓതാൻ സമയം തന്നാൽ നിങ്ങൾ ഓതിക്കോളൂ. ഇമാമ് ഖുനൂത്ത് ഓതാൻ സമയം തന്നില്ല, നേരെ സുജൂദിലേക്ക് പോയി ഇമാമിനെ തുടർന്നേക്കണം. ആ നിസ്കാരം സ്വഹീഹുമാണ് ഇൻഷാ അല്ലാഹ്. അത് വിചാരിച്ച് റൂമിൽ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ തന്നെയാണ് പോകേണ്ടത്. പിന്നെ നമ്മൾ വസ്തു നോക്ക്. വസ്തു എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തേരെ ചോദ്യമാണ് എനിക്ക് തോന്നുന്നത്. അവരാണ് ഈ ലാൻഡിന്റെ സ്ഥലത്തിന് വസ്തു എന്ന് പറയാ. വസ്തു നോക്കലും ആശാരിയെ കൊണ്ട് കുച്ചടിപ്പിക്കലും കട്ടിലെപ്പിന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ മലബാർ ഭാഗത്തൊക്കെ ലാൻഡിന് വസ്തു എന്ന് പറയുമോ? ഇല്ലല്ല അല്ലേ, സ്ഥലം എന്നല്ലേ പറയുള്ളൂ. പക്ഷെ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ വസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ? തിരുവനന്തപുരത്തേക്കല്ല അവിടെ വസ്തുവകകൾ വസ്തു. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി നമ്മളതിൽ മനസ്സിലാക്കൽ വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളും പല ആചാരങ്ങളൊക്കെ വരുന്ന കാലമാണ്. നമുക്ക് ശരീഅത്തിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം, എന്റെ പരിമിതമായ അറിവിൽ വന്നിടത്തോളം, നമുക്ക് അങ്ങനെ ഒരു വാസ്തുശില്പം നോക്കി വീട് കെട്ടുക എന്ന് പറഞ്ഞ സങ്കല്പം ഞാൻ വായിച്ചിടത്തോളം കണ്ടിട്ടില്ല ശരീഅത്തിൽ. നമ്മുടെ ഇസ്ലാമിന്റെ കിതാബുകളിലോ മറ്റോ എന്റെ പരിമിതമായ അറിവിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം കാണുന്നേയില്ല. പിന്നെ പിശാചുക്കളൊക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണെന്ന തോന്നലുള്ള സ്ഥലം, നബിതങ്ങൾ ഒരിക്കൽ ഒരു പ്രദേശത്തിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെ നമുക്ക് നിസ്കരിക്കേണ്ട, ഫഇന്നഹാ വാദി ശൈത്വാൻ, അത് പിശാചിന്റെ താഴ്വരയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്ത് പോയി നിസ്കരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും. അപ്പോ പിശാചുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാകാം. മുമ്പൊരു ആൽത്തറയോ ഒരു അമ്പലത്തറയോ അല്ലെങ്കിൽ അവരുടെ ശവകുടീരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമോ ഹിന്ദുക്കളൊക്കെ താമസിച്ചു പോയ സ്ഥലം നമ്മൾ വീട് വെക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെക്കാതിരിക്കലാണ് നല്ലത്. കാരണം അവിടെ പിശാചിന്റെ ശല്യങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും, ഉറപ്പാണ്. അല്ലാത്തിടത്തോളം നമ്മൾ ഖിബ്ല ക്ലിയർ ചെയ്യാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വലത്തോട്ടും ഒരു ഇടത്തോട്ടും ശരിയാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ചുമരിലേക്ക് സ്ട്രൈറ്റ് നിന്നാൽ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഖിബ്ലയെ കണക്കാക്കിയിട്ട് നമ്മൾ വീട് കണക്കാക്കിയാൽ അൽഹംദുലില്ലാ അതിനൊരു നല്ല ബറക്കത്തുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട്, ഒരു സയ്യിദിനെയോ ഒരു ആലിമിനെയോ നല്ല തഖ്വയുള്ള ഒരു മനുഷ്യനെയോ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. ഇത് സ്വഹാബികൾ ചെയ്യിച്ചിട്ടുണ്ട് നിബിധങ്ങളെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അത് ഇസ്ലാമിന്റെ ചര്യയാണ്, നല്ല ആളുകളെ കൊണ്ട് തുടങ്ങിപ്പിക്കുക എന്നുള്ളത്. എന്നല്ലാതെ ബാക്കി വിഷയം ഇനിയിപ്പോ ഏതെങ്കിലും ഒരാൾ പറയാണ് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് മാറി താമസിച്ചേക്കണം, ഇത് മാറ്റിയേക്കണം എന്നൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ആളുകൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തേക്കണം. ഈ ആശാരി എന്ന് പറയുന്ന ആള് മുസ്ലിം അല്ലല്ലോ, അയാൾ ഹിന്ദുവാണ്. ആശാരിയുടെ കണക്ക് നോക്കലും പോക്കും വരവും എന്നൊക്കെ പറഞ്ഞാൽ പിശാചുക്കളുടെ വരവും പോക്കിനെ കുറിച്ച് ആശാരിമാർ പറയാറുള്ളത്. അവരോട് ചോദിച്ചു നോക്കി, എന്താ ഈ പൂക്കെന്ന് പറഞ്ഞാൽ അവരുടെ ഇന്നാലിന്ന ശൈത്താൻ പോകുന്ന വഴിയാണ് പറയുന്നത്. അവർക്കിപ്പോ വാതിൽ തുറന്നച്ചാലും ജനൽ വെച്ചാലും അവിടെ ഇതിന്റെ ഈ ഇരുമ്പിനെ തുറച്ചു കയറാൻ പറ്റുന്ന ആൾക്കാരെ പിശാചുക്കള്. അപ്പൊ ആ ഒരു പോക്കിനെ ചൊല്ലിയൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല. നിബിധങ്ങൾ പറഞ്ഞത് എന്താ, ആ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിലേക്ക് ഒരു ശൈത്താനും വരൂല. ആയത്തുൽ കുർസി ഓതി കിടക്കുന്ന ഒരു മനുഷ്യന് സുബഹി വരെ ഒരു പിശാചിന്റെ ശല്യവും ഉണ്ടാവില്ല.
അപ്പൊ ആശാരിയെ കൊണ്ട് നമ്മളിത് ചെയ്യിക്കണ്ട. ഇന്നൊക്കെ എഞ്ചിനീയർമാരില്ലേ, നിങ്ങൾക്ക് ആ വീടിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കല എഞ്ചിനീയർ വിളിക്കുക. അന്ന് ആശാര്യന്മാർ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇന്നും അവർ ചെയ്തു പോരുന്നത്. അവരല്ല വിളിക്കേണ്ടത്. നല്ലൊരു ആലിമിനെ, ഒരു സയ്യിദിനെ, ഒരു നല്ലൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട്, ഒരു നല്ലൊരു തഖ്വയുള്ള ആളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് വീടിന്റെ കുറ്റിയടിപ്പിക്കുക, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ വീട്ടിൽ ഖുർആൻ ഓതുന്ന വീടാണെങ്കിൽ അവിടെ യാതൊരു പ്രയാസമില്ല. ബാക്കി പല വിഷയങ്ങളും ഇന്ന് ഇതിലൊക്കെ ചൂഷണവും നടക്കുന്നുണ്ട്. നിങ്ങൾ വല്ല കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് ഒരാളെ കൊണ്ടുവന്നു, അയാൾ പറയാം നിങ്ങൾ വീടിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു മോശമല്ലേ. കോൽ എന്നെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഞാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അപ്പൊ ഇവിടുന്ന് പൊളിച്ചോടൊന്ന് നീട്ടി ഒരു തഖ്വയുള്ള ആൾക്കാരെ നോക്കിക്കോളി. പ്രത്യേകിച്ച് വലിയ ചൂഷണമുള്ള ലോകമാണിത്. ഭയങ്കര ചൂഷണമാണ്, ഭയങ്കര ചൂഷണം നടക്കുന്നുണ്ട്. എനിക്കൊന്നും പേരെടുത്ത് ആളെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. എനിക്കറിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പച്ച സാധുക്കളായ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അത് പല പേരും ഷെയ്ഖാണെന്നും മുറബിയാണെന്നും അല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തഖ്വ ജീവിതത്തിൽ തൊട്ടുതുണ്ടിയിട്ടില്ലാത്ത ആളുകൾ തട്ടിപ്പ് നടത്തുന്ന കാലമാണ്. നമ്മൾ സൂക്ഷ്മതയിൽ ജീവിക്കുക, സൂക്ഷ്മതയുള്ള ആളുകളെ കണ്ടെത്തുക. അത് നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ്. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ചോദ്യം അനുവദനീയമാണോ എന്ന് എനിക്കത് അറിയില്ല. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ഉള്ളുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ബോണ്ടിനെ പോലെയാണോ? അതാണോ മ്യൂച്വൽ ഫണ്ട്? എനിക്കറിയില്ല, ഞാനത് പഠിച്ചു നോക്കട്ടെ. പിന്നെ പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ ആയി പോകുന്ന വസ്ത്രമിട്ട് ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ? നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമുക്കൊരു മുത്തഖിയായ അഖ്റഉഹും ലികിതാബില്ല, അള്ളാഹുവിന്റെ കിതാബ് ഏറ്റവും ഫിഖ്ഹുള്ള ആൾ, ആ അഖ്റഇന്റെ അർത്ഥവും അതാണ്. ഏറ്റവും കൂടുതൽ ദീനിന്റെ ഫിഖ്ഹ് മനസ്സിലാക്കിയ ഒരാളാണ് ഇമാം നിൽക്കേണ്ടത്. അതൊന്ന്. മസ്അല അറിയുന്ന ആള്, ഖുർആൻ ഓതാൻ അറിയുന്നവർ, ഖുർആന്റെ മസ്അല അറിയുന്ന ആള്, അഹ്കാമുകൾ പഠിച്ചിട്ടുള്ള ആളാണ് നിൽക്കേണ്ടത്. പക്ഷെ സ്വാഭാവികമായും പ്രത്യേകിച്ചൊക്കെ നമ്മളെ സെറ്റുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ചില പള്ളികളിലൊക്കെ പലരും കയറി ഇമാമ് നിൽക്കും. ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ 2, 3, 4, 5 ജമാഅത്തുകൾ അങ്ങനെ നടക്കും. മഗ്‌രിബിനും ഇശാഇനൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോ നിസ്കാരം ബാത്തിലാവുന്ന ഒരു അവസ്ഥ ഇമാമിനുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തുടരാൻ പാടില്ല. നിസ്കാരം മുറിയുന്ന ഒരു കാര്യം ഇമാമ് ചെയ്താൽ അവരോടുകൂടെ ജമാഅത്ത് തുടരുന്നത് നമ്മുടെ നിസ്കാരം ബാത്തിലാവും, നമ്മുടെ ജമാഅത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. അല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ തുണി നെരിയാണിക്ക് താഴെ വീഴുന്നത് അല്ലെങ്കിൽ താഴെ ഉടുക്കുന്നത് ഹറാമായ കുറ്റകരമായ ഒരു കാര്യമാണ്. അതിന് കുറ്റമുണ്ടാവും. പക്ഷെ നിസ്കാരം ബാത്തിലാവുമോ? നിസ്കാരം ബാത്തിലാവില്ല. നിസ്കാരം ബാത്തിലല്ല. അതുകൊണ്ട് നമുക്ക് അയാൾ തുടരുന്നതിന് എന്തില്ല, വിരോധമില്ല. ഇപ്പൊ ഒരാളൊരു കുപ്പായം ഒരാൾ തട്ടിപ്പറിച്ചെടുത്തു, ഒരു ഷർട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ നിന്ന് പൈസ കൊടുക്കാതെ കൊണ്ടുവന്ന ഷർട്ടാണ്, അങ്ങനെ പറയാം. തട്ടിപ്പറിച്ചെടുക്കുന്ന ആൾക്ക് സംഭവിക്കുമെന്ന ബില്ല് കൊടുക്കാതെ മുങ്ങിപ്പോകുന്നതാണ്. ആ ഷർട്ട് ഇട്ടിട്ട് അവൻ നിസ്കരിക്കാൻ നിൽക്കുന്നത്. ആ ഷർട്ട് ഹറാമല്ലേ? ആണ്. പക്ഷെ അവന്റെ നിസ്കാരം സഹീഹാണോ? നിസ്കാരം സഹീഹ. പക്ഷെ കുപ്പായത്തെ പറ്റി ചോദ്യം വേറുണ്ട്. നിസ്കരിച്ചോ ഇല്ലേ എന്നുള്ള ചോദിക്കൂല. നിസ്കരിച്ചിട്ടുണ്ടല്ലോ. കുപ്പായ എന്തേ നീ എന്തേ പൈസ കൊടുക്കാതെ പോകുന്നത്, അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാവും. അപ്പോ നിസ്കാരം ബാത്തിലാവാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തുടരുന്നതിന് വിരോധമല്ല. അതുമാത്രമല്ല, സല്ലു ഖൽഫ കുല്ലി ബർരിൻ വഫാജിരിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. നിങ്ങൾ നല്ല ആളുകളുടെയും അല്ലാത്ത ആളുകളുടെയും പിന്നിൽ നിസ്കരിച്ചോളി. എന്തിനെന്നറിയോ? നിങ്ങൾ തമ്മിൽ ഗ്രൂപ്പില്ലാതിരിക്കാൻ. സല്ലു ഖൽഫ കുല്ലി ബർരിൻ വഫാജിരിൻ. ഒരാളോട് ഇമാമ് നിൽക്കുമ്പോൾ ഒരു പക്ഷേ അവൻ കള്ളുകുടിക്കുന്ന ആളാണ്. നിസ്കാരത്തെ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. മുമ്പ് കള്ളുകുടിച്ചിട്ടുണ്ട്, ശരിയാ. പക്ഷെ ഇപ്പൊ അയാൾ കള്ളുകുടിയാനല്ല. ആ നിസ്കാരം സഹിയല്ലേ? ആണ്. പക്ഷെ അവൻ കള്ളുകുടിയാനാ. ഞാനാണ് അവനെക്കാണ് ഉഷാർ, ഞാൻ വേറെ ജമാഅത്തോടെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശത്രുതയും വിഘടനവും വന്നു. ആളുകളുടെ മനസ്സ് നിങ്ങൾ തെറ്റിച്ചു. അത് വേണ്ട. ഇയാളെ ഇമാമ് നിർത്തരുത്, ഇമാമായിട്ട് നിശ്ചയിക്കരുത്. പക്ഷെ എങ്ങാനും ഒരു ജമാഅത്ത് നടന്നപ്പോ ഇയാളെ ഇമാമായി കയറുന്ന അല്ലാഹു അക്ബർ കെട്ടിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തുടർന്നേക്കണം. നിങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലി അല്ലാഹു തരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ വിഘടന. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നാട്ടിലൊക്കെ സംഘടനകളൊക്കെ പള്ളി ഉണ്ടാക്കിയാലേ ഖിയാമത്ത് നാൾ വരെ യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ഇവിടെ പള്ളിന്റെ റോഡിന്റെ ഇപ്പുറത്തൊരു ജമാഅത്ത് പള്ളി. അതുപോലെ നമ്മളെ നേതാക്കന്മാർക്ക് വരാൻ നിസ്കരിക്കാൻ പള്ളിയില്ലല്ലോ, നമ്മളൊന്ന് തുടങ്ങി അപ്പുറത്ത് അറബികൾ ഇഷ്ടം പോലെ കൊണ്ടുവരാൻ പറ്റും. ഒരു പള്ളിയും തുടങ്ങി അപ്പുറത്തൊരു ജുമ ഇപ്പുറത്തൊരു ജുമ. ബാത്തിലല്ലേ അത്? ഒരു നാട്ടിലൊരു മഹല്ലിൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ സ്ഥലമുണ്ടായിരിക്കെ ഒരു ജുമയല്ലേ പറ്റുള്ളൂ. അതിന് സംശയമില്ല. നമ്മളിനി എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു ജുമ അവിടെ സ്ഥാപിച്ചു എന്ന് വിചാരിക്കുക.
രണ്ടാമത്തെ ജുമുഅ ബാത്തിലാണ്. അവിടെ ജുമുഅ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല, ഒരു സംശയവുമില്ല. എങ്ങാനും ഒരു കാലത്ത് യോജിക്കേണ്ടി വന്നാൽ ജുമുഅ പള്ളിയിൽ ജുമുഅ നടക്കണ്ടേ? ആ പള്ളി പൊളിച്ചു കളയാൻ പറ്റുമോ? അവിടെ വാങ്ക് കൊടുക്കേണ്ടി വരില്ലേ? ഒരു ആവശ്യമില്ലാതെയാണ് അവിടെ വാങ്ക് വിളിക്കുന്നത്, ഒരു ആവശ്യമില്ലാതെയാണ് ആ പള്ളി അവിടെ ഉണ്ടാക്കിയത്. മുസ്ലിമീങ്ങൾക്ക് വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ യോജിച്ചു പോവാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കണക്കിലെടുത്ത് നമ്മുടെ ഇത്തരത്തിലുള്ള വിഘടനത്തിനുള്ള വഴികളെ അടച്ചു വെക്കണമെന്നാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം, സൊല്ലു ഖൽഫ കുല്ലി ബദ്ദിൻ വഫാജിരിൻ. മോശപ്പെട്ട ആളാണോ നല്ലവനാണോ, നമ്മൾ പിന്നെ അഖീദ, അവന്റെ മറ്റു വിഷയങ്ങൾ, അത് ഇത് നമ്മൾ ഉള്ളിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കേണ്ട. പ്രത്യക്ഷത്തിൽ അവന്റെ നിസ്കാരം സ്വഹീഹാവുന്നുണ്ടോ, സ്വലാത്തിൽ അവന്റെ അഹ്കാമുകളും ശുറൂത്തും ഫർളുകളും കാര്യങ്ങളൊക്കെ പാലിക്കുന്ന ആളാണ്, നിങ്ങൾ നിസ്കരിച്ചേക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഖിറാഅത്ത് തെറ്റുന്ന ആളുകൾ, ഖിറാഅത്ത് ഓതാൻ അറിയാത്ത ആളുകൾ. ശാഫിഈ മദ്ഹബ് പ്രകാരം ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് ഫാത്തിഹയിലെ ആയത്താണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വിഷയം അതാണ്. ശാഫിഈ മദ്ഹബിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ മൾട്ടിപ്പിൾ മദ്ഹബൊന്നും നമ്മുടെ നാട്ടിലില്ല, ഇവിടത്തെ പോലെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ബിസ്മി ഓതാതിരിക്കുന്ന ആളുകളുടെ പിന്നിൽ നമ്മൾ നിസ്കരിക്കേണ്ട എന്ന് പറയാൻ കാരണം ബിസ്മി ഓതൽ ഫർളാണ്. ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ്. ബിസ്മി ഇവിടെ പോലും ഓതാത്ത ആളുകൾ മെല്ലെങ്കിലും ബിസ്മി ചൊല്ലിയിട്ടാണ് ഇമാം ഓതേണ്ടതെന്നാണ്. മെല്ലെ പറഞ്ഞിട്ട് അൽഹംദു ഉറക്കെ. നമ്മുടെ നാട്ടിൽ തുടങ്ങണത് തന്നെ അൽഹംദു മുതലാണ്. അപ്പോ മദ്ഹബിന്റെ നിയമങ്ങളെ അല്ലെങ്കിൽ മദ്ഹബിന്റെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കാതെ, മദ്ഹബ് എന്ന് പറഞ്ഞ ഫിഖ്, അത് മനസ്സിലാക്കാതെ നിസ്കരിക്കുന്ന ആളുകൾ വരുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന വിഷയം വന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ അത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. ഇവിടെ ഹനഫി മദ്ഹബിലോ മറ്റു മാലിക്കി മദ്ഹബിലോ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദു മുതൽ നേരെ അവർ തുടങ്ങിയാലും നിസ്കാരം സ്വഹീഹാണ്. ഇവിടെ അത് ബാധകമല്ല. കാരണം ഒരുപാട് മദ്ഹബ് മിക്സ്ചറായി ജീവിക്കുന്ന പ്രദേശങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ അതിൽ ഇളവുണ്ട് എന്ന് പറയാൻ കാരണം. ഫാത്തിഹ ഓതുന്ന സമയത്ത് മഖ്റജ് ശരിയില്ലാത്ത ആളുകൾ, തജ്വീദില്ലാത്ത ആളുകൾ, ഫാത്തിഹ തന്നെ തെറ്റുന്നുണ്ട്, അങ്ങനത്തെ ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂല. നിസ്കാരം ബാത്തിലാവുന്ന എന്തെങ്കിലും കാര്യം ഇമാമ് ചെയ്യുന്നുണ്ടോ അവരുടെ പിന്നിലുള്ള നിസ്കാരം ബാത്തിലാണ്. അല്ലാത്ത സ്ഥിതിയിൽ ഇൻഷാ അല്ലാഹു ആ നിസ്കാരം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അല്ലാഹു അലം. പിന്നെ ഇവിടെ ചോദ്യം വന്നു, സുബ്ഹിക്ക് കോഴി കൂവുന്നത് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. കോഴി കൂവുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്, അത് തസ്ബീഹാണെന്നും അത് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുകയാണെന്നും എന്ന് ഹദീസിൽ. അതുപോലെ തന്നെ ഈ തവളയുടെ ശബ്ദം ഒക്കെ തസ്ബീഹകളാണെന്ന് വന്നിട്ടുണ്ട്. സുബഹിന്റെ വാങ്ക് കോഴിന്റെ കൂവലാണോ വന്നിട്ടില്ല. കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ വാങ്ക് കൊടുത്തിരിക്കും. അപ്പോ കോഴി കൂവുന്നതിന് സുബഹിന്റെ വാങ്കാണെന്ന് വിചാരിക്കേണ്ട. പിന്നെ സ്ത്രീകൾ മൂക്ക് കുത്തുന്നതിന്റെ വിധി എന്താണെന്ന്, എന്താ ആന്ധ്രക്കാരൊക്കെ ഉണ്ടോ നമ്മളുടെ കൂട്ടത്തില്? ബോംബെക്കാരൊക്കെ അല്ലേ അങ്ങനെ മൂക്ക് കുത്തുന്ന ആൾക്കാരെ? പിഎസ്സിനെ സംബന്ധിച്ച് ഷറഈന്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. എന്റെ സ്കൂളിൽ കുട്ടി ചോദിച്ചപ്പോ കഴിഞ്ഞ ബുധനാഴ്ച ചോദിച്ചു ഇതേപോലെ പിഎസ്സിനെ പറ്റി വെച്ചിട്ട്. അപ്പോ കുട്ടി പുതിയതായിട്ട് വന്ന കുട്ടിയാണ്, മുസ്ലിമാണ്, കനേഡയിലൊക്കെ ജീവിച്ചതാണ്. കുട്ടിക്ക് ഒന്നും അറിയില്ല, അങ്ങനെയാണ്, വേഷം പോലും അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പെൺകുട്ടിയാണ്. അപ്പൊ അവർ പറഞ്ഞു, എന്ത് എനിക്ക് പിഎസ്സി. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഇസ്ലാമിക വിധി ഇങ്ങനെയൊക്കെയാണ്. അതെ, അപ്പോ എനിക്ക് ബെല്ലി ബട്ടണിൽ പിഎസ്സിങ് ആണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു നിന്റെ ബെല്ലി ബട്ടൺ നിന്റെ ഭർത്താവിനെ കാണാൻ പറ്റുള്ളൂ. 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ബെല്ലി ബട്ടണില് പൊക്കിളെ അവിടെ പിഎസ്സിങ് കാതുകുത്തണ പോലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ കുട്ടിക്ക് അറിയില്ല, എക്സ്പോസ് ചെയ്ത് നടക്കാൻ പറ്റൂല, നമ്മുടെ ഔറത്ത് ഇന്നതൊക്കെയാണ്, അത് കാണിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് ആ കുട്ടിക്ക് അറിയില്ല. അത്രയും ഫ്രഷ്. എന്താ ചെയ്യാ, അങ്ങനെ മൈൻഡ് ബ്ലാങ്ക് ആണ്. അപ്പോ അത്തരം പിഎസ്സിങ് ഒക്കെ അവനവന്റെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോ ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഇനി മൂക്ക് കുത്താൻ പറ്റൂല്ലേ, എന്റെ പരിമിതമായ അറിവ് വെച്ച് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്നാണ് ഇപ്പോ എന്റെ അറിവ്. ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇൻഷാ അല്ലാഹ് മൂക്ക് കുത്തേ, അത് ഹാംഫുൾ ആവരുത്, എന്ത് ചെയ്യരുത്, വുളൂഇന്റെ വെള്ളം കിടക്കുന്ന അവസ്ഥ ആവും വേണം, അത് പറ്റ ടൈറ്റായിട്ട് നിൽക്കും ചെയ്യരുത്. വുളൂഇന്റെ ഭാഗങ്ങളാണല്ലോ അതൊക്കെ. ഇന്ന് ദുആ ചെയ്യാനുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്.
അൽഹംദുലില്ലാഹ്. നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ, മുസ്ലിമായ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. 9 ദിവസമായിട്ട് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇസ്ലാം പൂർത്തിയാക്കി കൊടുക്കുകയും ഈമാൻ അടിയുറച്ചതാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന് എ കൊണ്ട് തുടങ്ങുന്ന ഒരു പേര്, അദ്ദേഹത്തിനോട് പേര് വെക്കണം എന്നും ആഗ്രഹമുണ്ട്. അത് ഉസ്താദ് പേര് എന്നാണോ പറഞ്ഞല്ല, നമ്മുടെ പേര് സജസ്റ്റ് ചെയ്താൽ മതിയോ? നൗഫലോടെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് കഴിഞ്ഞതിന് ശേഷം നമുക്കാണ്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവരുടെയൊക്കെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു തരുമാറാകട്ടെ. പിന്നെ ക്ലാസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അവരെ ഒന്ന് മുമ്പോട്ട് വിളിക്കണം കഴിയാൻ നേരത്തെ ഇൻഷാ അല്ലാഹ്. എൻഗേജ്മെന്റ് എന്ന പേരിൽ ഇസ്ലാമിൽ കല്യാണം ഉണ്ടോ? അത് കഴിഞ്ഞ് പെൺകുട്ടിയുടെ ഫോട്ടോ മൊബൈൽ വെക്കാൻ പറ്റുമോ? ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നൊക്കെ. അത് നമ്മൾ അബുദാബിയിലെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാർക്ക് പിന്നെ അത് ചോദിക്കാൻ പറ്റൂല. അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ സംഗതി അഖദ് നിക്കാഹ് നടന്നിട്ടില്ലെങ്കിൽ നിക്കാഹ് സവ്വജ്തുക വഅൻകഹ്തുക എന്ന് പെണ്ണിന്റെ രക്ഷിതാവ്, പെണ്ണിന്റെ വലി എന്ന് പറഞ്ഞ പെണ്ണിന്റെ രക്ഷിതാവ് അത് ചെയ്തു തരാത്ത കാലത്തോളം ആ പെണ്ണിന് വരനായിട്ടില്ലല്ലോ, പ്രതിശ്രുത വരന് കാണലോ സംസാരിക്കലോ ഒന്നും അനുവദിക്കപ്പെടുകയില്ല. ഫോട്ടോ എടുക്കാൻ നിൽക്കും വേണ്ട, നിങ്ങൾ അവർക്ക് ചാറ്റിങ്ങോ ഒന്നും നടത്തണ്ട, അതിനൊന്നും സമയമായിട്ടില്ല. കാരണം അഖദയായിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം, അവർക്ക് പിന്മാറാം. നിക്കാഹായി കഴിഞ്ഞാലേ പിന്നെ അത് വൈവാഹിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് അവരുടെ വർത്താനം പറയാം, നിങ്ങൾ കിടക്കേ ടൂറ് പോവുക എന്തോ ചെയ്തോ. പക്ഷെ നിക്കാഹിന്റെ മുമ്പ് ഇതൊന്നും പറ്റൂല. അതെന്ത് ചെയ്യണം? വീട്ടുകാരും മനസ്സിലാക്കണം, പുതിയാപ്പിളയും പെണ്ണും മനസ്സിലാക്കണം. അതിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. എന്റെ ഒരു സുഹൃത്ത് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് നിശ്ചയിച്ചിട്ടിട്ട് നിക്കാഹ് നടക്കാതെ 1 വർഷം നിന്നിട്ട് ആ 1 വർഷത്തിനിടക്ക് അവർ സംസാരിച്ചില്ല. ആ ചെറുപ്പക്കാരൻ നല്ലൊരു ദീനിയായ ചെറുപ്പക്കാരനാണ്. അപ്പൊ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാലും അവർ പിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ പെണ്ണ് ഇയാളോട് പറയാണ് പോലെ, സാധാരണ ഭർത്താക്കന്മാരൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വിളിക്കാറുണ്ട്, നിങ്ങൾ എന്നോട് ഒരു ഫോൺ വിളി പോലും ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ അരിശം തീർക്കലാണ്. ഹലോ, മുഹമ്മദ് മലയിൽ ശബ്ദം കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. മുഹമ്മദ് മലയിൽ മൈക്ക് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായാണ്. അൽഹംദുലില്ലാഹ്. അബുദാബി ഇന്ത്യൻ ഇസ്ലാം സെന്ററിൽ നിന്നാണ് ആഴ്ചതോറും നടന്നു വരുന്ന ക്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുകൾക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം ഇൻഷാ അല്ലാഹ്. നീ കണ്ടോ? അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ മുകളിൽ കയറുന്നു. ആ പെണ്ണുങ്ങ താഴത്തു കൂടെ പോകുമ്പോ നോക്കി കണ്ടു. അങ്ങനെ ഒരു കാഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം റോഡിൽ ഇരിക്കുന്ന ഒരാൾ കണ്ടു, ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു, ഇവളറിയാതെ ആ പെണ്ണിനെ നോക്കി മനസ്സിലാക്കി. കുഴപ്പമില്ല, ജാബിർ റളിയല്ലാഹു അൻഹു കാഴ്ച കണ്ടത് മരത്തിന്റെ മുകളിൽ കയറിയിട്ടാണെന്ന അടിയിലൂടെ പോയപ്പോൾ നബി എനിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച മഹാനാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? സംസാരിക്കാൻ പാടില്ല. നമ്മളെന്താ പറയാ, സിനിമ സ്റ്റൈലിൽ എന്നാ പിന്നെ അവര് സംസാരിച്ചോട്ടെ, എല്ലാവരും കൊണ്ട് പോരുന്നു. പച്ച ഹറാമാണത്.
ആ പെണ്ണിന്റെ വാപ്പയോ മുതിർന്ന ആങ്ങളെയോ കൂടെ ഇല്ലാതെ ഈ കാണാൻ വന്ന ചെറുക്കൻ അവളെ കാണാൻ പാടില്ല എന്നാ. ഇവളെ കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം മക്കളുടെ കല്യാണം നടക്കാൻ പോകുന്നെങ്കിൽ പെണ്ണ് മനസ്സിലാക്കണം ഇയാൾ ഊമയാണോ എന്ന് പെണ്ണ് സംശയിക്കേണ്ട. അതൊക്കെ എന്റെ ആങ്ങളെ മനസ്സിലായിക്കോളൂ, വാപ്പ മനസ്സിലായിക്കോളൂ, ഉണ്ടാൻ കഴിയോ ഇല്ല എന്നൊക്കെ നിങ്ങൾ സംസാരിക്കേണ്ട. നിന്റെ പേരെത്ര, നാടെത്ര, ഊരേതാ, എത്ര വരെ പഠിച്ചിട്ടുണ്ട്, ഇതൊന്നും നീ ചോദിക്കേണ്ട സമയമായിട്ടില്ല. കാണലേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. മുൻകൈയും മുഖവും. അപ്പോൾക്ക് മുടിയുണ്ടോ? അതൊക്കെ എന്റെ പെങ്ങന്മാരെ പോയി കണ്ടോളൂ, ഉമ്മയൊക്കെ പോയി കണ്ടോളൂ. മുഖവും മുൻകൈയും കണ്ട ഒരാൾക്കൊരു പെണ്ണിന്റെ ശാരീരിക സൗന്ദര്യം മനസ്സിലാവുന്ന, മുഖം കണ്ടാൽ അവളുടെ സൗന്ദര്യം മനസ്സിലായി, അവളുടെ കൈ അതിന്റെ ലൊഹറും ബത്തനും കാണാം, അകവും പുറവും. പെണ്ണെന്ന് വർത്താനം നിൽക്കുന്ന സമയം, കാണാൻ നിൽക്കുന്ന സമയമാണ്. അവൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കാണിച്ചു കൊടുത്തോട്ടെ അവൾക്ക് പറ്റുമെങ്കിൽ. കൈ കണ്ടാൽ അവളുടെ ശരീരത്തിന്റെ മിനുമിനുപ്പ് മനസ്സിലാവുന്നു. ഇത് രണ്ടും കണ്ടാലും തിരിയാത്തവൻ കല്യാണം കഴിക്കും വേണ്ട. ഇത്രേ പാടുള്ളൂ എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പുതിയാപ്പിള മനസ്സിലാക്കണം. ആ പെരക്കാര് വല്ലാത്തൊരു ഭീകര ജീവികളാ, ഒന്ന് മിണ്ടാൻ പോലും അനുവദിച്ചില്ല. അതൊന്നും പറയണ്ട, അള്ളാഹു ഇങ്ങനെ അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് അങ്ങനെ അത് പെണ്ണ് മനസ്സിലാക്കുക, വീട്ടുകാരും അറിയാം, ചെറുക്കന്റെ വീട്ടുകാരും എല്ലാവരും. നിശ്ചയിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൊടുത്തു പോകണ്ട. നിക്കാഹ് ചെയ്താൽ നിങ്ങൾ മൊബൈൽ കൊടുക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരെ, അങ്ങോട്ട് കൊണ്ടുപോകുക, എന്താ ചെയ്തോ കുഴപ്പമില്ല. നിക്കാഹ് വരെ കാത്തിരിക്കണം. അതിനൊന്നും ക്ഷമല്ലാത്തൊരു നിക്കാഹ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. അപ്പോ നിശ്ചയം എന്ന് പറഞ്ഞൊരു സംഗതി എന്തില്ല, നമുക്ക് സംസാരിക്കാനോ കാണാനോ ഒന്നും അനുവദിക്കപ്പെടുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾക്ക് വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു ഭാര്യയാവാൻ പോകുന്ന ഒരു പെണ്ണിനോട് ഇത്രയേ പറ്റൂ എങ്കിൽ അന്യ പെണ്ണുങ്ങളോടൊക്കെയുള്ള പെരുമാറ്റങ്ങൾ എത്ര ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാനാണ് ശറഈ പറഞ്ഞിരുന്നത്. കേട്ടോ, അൽഹംദുലില്ലാഹ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാൻ. പിന്നെ നമ്മൾ 8:45 തുടങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ തുടങ്ങി. ഇപ്പം കുറച്ച് ആൾക്കാർ എത്താൻ വൈകിയതുകൊണ്ട് എന്ത് ചെയ്തൊക്കെയാണ് നമ്മളെ ചോദ്യോത്തരങ്ങളിൽ കടന്നതായിരുന്നു. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون صدق الله مولانا العلي العظيم. സൂറത്ത് യാസീനിലെ 59ാമത്തെ 59th ആയ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ സംബന്ധിച്ചും പുനരുദ്ധാരണ നാളിനെ സംബന്ധിച്ചുമാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ ഒരു മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥ പറഞ്ഞു. സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞു. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. കാരുണ്യവാനായ അല്ലാഹു അവരോട് സലാം എന്ന് പറയും എന്നും അല്ലാഹു പറഞ്ഞു വെച്ചിട്ട് കുറ്റവാളികളിലേക്ക് തിരിയുകയാണ്. ക്രിമിനൽസ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ക്രിമിനലുകൾ കീപ് അപ്പാർട്ട്, സ്റ്റേ അപ്പാർട്ട് എന്ന് മാറി നിൽക്കൂ. കീപ് ഓഫ്, അവിടെ നിന്ന് വിട്ടു നിൽക്കിൻ. വംതാസു, മാറി നിൽക്കിൻ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്ന മുഴുവൻ ആളുകളും ഇങ്ങോട്ട് മാറി നിൽക്കിൻ എന്നല്ലാഹു മാറ്റി നിർത്തുന്നൊരു സമയം. വംതാസുൽ യൗം അയ്യുഹൽ മുജ്രിമൂൻ. തിന്മ ചെയ്തവരെ നിങ്ങൾ മാറി നിൽക്കിൻ. എനിക്ക് മുഅ്മിനീങ്ങളോട് പറയാനുണ്ട്, ഞാൻ അവരെ പറഞ്ഞയക്കട്ടെ, നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് കാണാൻ വരുന്നു എന്ന് പറയുന്ന ഒരു വളരെ ഭീതിജനകമായ ഒരു പ്രയോഗമാണത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. തിന്മ ചെയ്ത് നടന്ന ക്രിമിനലുകൾ മാറി നിൽക്കിൻ. അവരോട് അല്ലാഹു പറയുന്നു, അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്വാൻ. ആദം നബിയുടെ മക്കളെ, നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടില്ലായിരുന്നോ അല്ലാ തഅബുദുശ് ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ.
പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രു തന്നെയാണല്ലോ. അതുകൊണ്ട് പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? വഅനിഅബ്ദൂനി, എനിക്കാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഹാദാ സിറാത്തും മുസ്തഖീം, എന്റെ ഇബാദത്തിന്റെ മാർഗമാണ് ശരിയായ മാർഗം. പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ, നിങ്ങൾക്ക് മുമ്പും ഒരുപാട് ആളുകളെ ഈ പിശാച് വഴിപഴപ്പിച്ചിട്ടുണ്ടല്ലോ. അഫലം തകൂനൂ തഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചിരുന്നില്ലേ? ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന നരകമിതാ ഇവിടെ. ഇസ്ലൗഹൽ യൗമ, ഇന്നതിലേക്ക് കടന്നോളൂ. ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നരകമാണ് എന്ന് ക്രിമിനലുകളോട് നാളെ പറയപ്പെടുമെന്ന് അല്ലാഹു ജല്ല ജലാലു നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. യാസീനിന്റെ അവസാനങ്ങളിൽ എത്തിത്തുടങ്ങി. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവിനോട് എപ്പോഴും അത് ചോദിച്ചോളും. മുഅ്മിനീൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളിൻ. ഈ തർക്കിക്കലും ഇതൊക്കെ നടന്നിട്ട് വെറുതെ സമയം കളയണ്ട, വെറുതെ സമയം കളയുന്ന ഏർപ്പാടുകളാണ് ഒരുപാട് ആളുകൾക്ക്. ഹക്കും ബാത്തിലും മനസ്സിലായാലും പിന്നെയും തർക്കിക്കും, തർക്കത്തോട് തർക്കം. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബേ തെറ്റുകളൊക്കെ പുറത്തു തന്ന് നന്നാക്കി തരണേ എന്ന് ചോദിച്ചു മടങ്ങിക്കോളി. അതേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ. അല്ലാഹു തആല നാളെ ഈ ഒരു വിചാരണ സമയം ഒരു പ്രയാസമൊന്നും ഇല്ലാതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പിശാചിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്, ശൈത്താൻ. അപ്പൊ നമ്മൾ അന്ന് ആ ഒരു ജിന്നിന്റെ കഥ പറഞ്ഞു. കുറെ ആളുകളൊക്കെ ഇതില് ഭയങ്കരമായിട്ട് ആ പുസ്തകം കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് നടന്നിരുന്നു. ആ പുസ്തകം കിട്ടാനുണ്ട്, ഞാനത് അന്വേഷിച്ചു. അറബ് നെറ്റ്സ് എന്ന് പറഞ്ഞ കോഴിക്കോട് ഒരു പബ്ലിഷേഴ്സാണത്. ഇവിടെ റസാഖ് ഭായി കിട്ടി, എവിടെയാ കിട്ടാൻ? കോഴിക്കോട് നിന്നാണല്ലേ? സുന്നി മഹൽ എന്നാണ് എന്റെ ഒരു സുഹൃത്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞത്, മലപ്പുറത്ത് നിന്ന്. കോഴിക്കോട് 4 അവിടെ അറബ് നെറ്റ് എന്ന് പറഞ്ഞ മലയാളത്തിലുണ്ടത്, ഇംഗ്ലീഷിലുണ്ട്, യൂട്യൂബിലുണ്ടത്. ആൻ ഇന്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ ടൈപ്പ് ചെയ്താൽ അതിന്റെ ഓഡിയോ കിട്ടും. 2 മണിക്കൂറോളുണ്ട്, 2.5 മണിക്കൂർ കാണും. ആൻ ഓഡിയോ എന്താണ് അൻ ഇന്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ അടിച്ചാൽ അതിന്റെ ഓഡിയോ ആണത്, വീഡിയോ അല്ല. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ആ പുസ്തകത്തിന്റെ മൊത്തം യൂട്യൂബിൽ കിട്ടും ചെയ്യും ഇൻഷാ അല്ലാഹ്. അവിടെ മുമ്പ് ഒരാളെ സൂചിപ്പിച്ചിരുന്നു യൂട്യൂബിലെ വിഷയം കണ്ടു എന്ന്. അപ്പോ അതില് മുസ്തഫ കഞ്ചൂർ ഒരുപാട് പറയുന്നുണ്ട് പിശാച്ചിനെ കുറിച്ച്. നമുക്കൊക്കെ ശരിക്കൊരു വലിയ ബോധം വരും. കാരണം പിശാച്ചിന്റെ ലോകം നമ്മൾ കാണാത്ത ഒരാളാണ് ഈ പിശാച്ച്. അപ്പൊ നമ്മുടെ ശരീരം തന്നെയല്ലേ നമ്മളോട് പറയണത് എന്നല്ലാതെ ഒരു പിശാച്ച് വരുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം വരും. സത്യത്തിൽ പിശാച്ച് എങ്ങനെയൊക്കെയാണ് നമ്മളെ സമീപിക്കുന്നത്, എന്തൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത്, പിശാച്ചായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറി ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നല്ലൊരു വിഷയം പഠിക്കാനുള്ളതാണ്. അത് നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ഒന്ന് പഠിക്കും. കുറച്ച് വിഷയങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണം. ഈ പിശാച്ചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പിശാച്ചിനെ അറിയുന്നത്? പിശാച്ചിന്റെ ദുർബോധനം അല്ലെങ്കിൽ ശരീരത്തിന്റെ ദുർബോധനം ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു ചർച്ച നമുക്കിവിടെ ആവശ്യമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ബുഇസ്തു ദാഇയൻ മുബല്ലിഗാ വലൈസ ഇലയ്യ മിനൽ ഹിദായത്തി ശൈഉൻ വഖുലിഖ ഇബ്ലീസു മുസയ്യിന വലൈസ ഇലൈഹി മിനൽ ളലാലത്തി ശൈഉൻ. ഇവതങ്ങൾ പറയാണ്, ബുഇസ്തു, എന്നെ അല്ലാഹു പറഞ്ഞയച്ചത് ദാഇയൻ മുബല്ലിഗൻ, ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കാനും ആളുകൾക്ക് ദീനി എത്തിച്ചു കൊടുക്കാനുമാണ്. എത്തിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. വലൈസ ഇലയ്യ മിനൽ ഹിദായത്തി ശൈഉൻ, ഹിദായത്ത് എന്റെ പരിധിയിൽപ്പെട്ടതല്ല. ഒരാളെ മുസ്ലിമാക്കുക എന്നത് എന്റെ പണിയല്ല, അതൊരു നബിക്കും കഴിയൂല. മുസ്ലിമാക്കുക എന്നത് അത് അല്ലാഹു തന്നെ ചെയ്യണം. പക്ഷെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ മുസ്ലിമാക്കുന്നതാരാ? അല്ലാഹുവ. ഹിദായത്ത് കൊടുക്കുന്നതാരാണ്? അല്ലാഹുവ. നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ശുദ്ധമാണെങ്കിൽ അല്ലാഹു അങ്ങോട്ട് എറിഞ്ഞു തരും ആ പ്രകാശം, അപ്പൊ ഇത് കിട്ടും. ഖൽബ് ശുദ്ധമല്ല, മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഇസ്ലാമിനെ പഠിക്കുന്നത്, അവർക്കൊന്നും മുസ്ലിം ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്, എത്ര ഖുർആന്റെ വ്യാഖ്യാനം വായിച്ചാലും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാത്ത ആളുകളുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞു, ഹുദൻ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഇത് സന്മാർഗമാണ്. അള്ളാഹുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം.
അങ്ങനെ ഒരു രക്ഷിതാവിനെ ഞാൻ അന്വേഷിച്ചിറങ്ങാൻ, അങ്ങനെ ഖുർആനിലേക്ക് ഒന്ന് കടന്നാൽ അവർക്കത് ഹിദായത്ത് കിട്ടും. എന്നല്ലാതെ ഈ ഖുർആനിൽ വല്ല കുഴപ്പമുണ്ടോ നോക്കട്ടെ, അങ്ങനത്തെവർക്ക് ഒന്ന് ഖുർആനിലെ ചില ഉദാഹരണങ്ങൾ കണ്ട് അവർക്ക് വഴിതെറ്റി പോവാൻ വരെ കാരണമാകുന്നതാണ്. അപ്പോ നബി തങ്ങൾ പറയാണ്, വലൈസ ഇലയ്യ മിനൽ ഹിദായത്തി ശൈഉൻ, ഹിദായത്ത് എന്നിൽപ്പെട്ടതല്ല, എന്റെ പരിധിയിൽപ്പെട്ടതല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബ് എന്നവർ മുസ്ലിമാകുമായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിൻ കലിമത്തൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദ റബ്ബി, നിങ്ങൾ കലിമ ചൊല്ലി മരിക്കും, അത് നിങ്ങൾ ചൊല്ലിയാൽ നാളെ ഞാൻ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയേക്കും. പക്ഷെ ചൊല്ലാതെ മരിച്ചു. പ്രായത്തിറങ്ങിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല നബിയെ. പിന്നെയോ ഹിദായത്ത് കൊടുക്കുന്നത് അല്ലാഹുവാണ് നബിയെ, അല്ലാഹുവാണ് കൊടുക്കുന്നത്. അല്ലാഹു ഈ ഹിദായത്ത് ഹദാ യഹ്ദി എന്ന വാക്കിന് ഒന്നിലേറെ അർത്ഥമുണ്ട്. ഹിദായത്തിലേക്ക് കൊണ്ടുവരാ എന്ന അർത്ഥമുണ്ട്. വലാകിന്ന അല്ലാഹ യഹ്ദി, അല്ലാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നത് അവിടെ അർത്ഥം. നബിയെ പറ്റി പറഞ്ഞു, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, അവിടെ ഹിദായത്തിനർത്ഥം നിങ്ങൾ കൊടുക്കുന്നു എന്നല്ല, നിങ്ങളാണിത് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾ ഹദീസ് പറഞ്ഞിരുന്നത്, ഞാൻ ദാഇയുമാണ്, എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. ഹിദായത്ത് എന്റെ കയ്യിൽപ്പെട്ടതല്ല. വഖുലിഖ ഇബ്ലീസു മുസയ്യിന വലൈസ ഇലൈഹി മിനൽ വലാലതി ശൈഉൻ, പിശാച് വഴിപഴപ്പിക്കുന്ന, പിശാചിന്റെ കയ്യിൽ അല്ല വലാലത്ത് കിടക്കുന്നത്, അവനല്ല വലാലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ അവൻ മുസയ്യിനാൻ, വലാലത്തിന് നല്ല രസമുണ്ടെന്ന് കാണിച്ചു തരാൻ ഇബ്ലീസിന് കഴിയും. അവനല്ല പഴപ്പിക്കുന്നത്. ഹിദായത്തും വലാലത്തും അള്ളാഹുവിന്റെ ഇടപെടലുകളാണ്. പക്ഷേ പിശാചിനത് നല്ല രസമുള്ളതാണെന്ന് കാണിച്ചു തരാൻ പറ്റും. വ്യഭിചാരത്തെ സംബന്ധിച്ച് അതിന്റെ രസമോ മാധുര്യമോ ഒക്കെ മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് നിങ്ങളത് ഇഷ്ടപ്പെടുത്താൻ അവന് കഴിയും. തിന്മകൾ അങ്ങനെയാണ്. മോശപ്പെട്ട വിചാരങ്ങളും തോന്നലുകളും ഒക്കെ മനസ്സിലിങ്ങനെ താലോലിച്ച് ഒരു തിന്മയെ നന്മയാക്കി അവതരിപ്പിക്കാൻ അവന് മുസയ്യിനൻ, അവൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളാണ്. അവനല്ല വലാലത് കൊണ്ടുനടക്കുന്നത്, പക്ഷെ അവനിത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ അഡോൺ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ ഒരു നൃത്തത്തോട്, സംഗീതത്തോട്, അല്ലെങ്കിൽ ഗാനമേളകളോട്, ഇതൊക്കെ മനസ്സിൽ ഇത് നല്ല രസമായിരിക്കും, അങ്ങോട്ട് പോരും, നല്ല രസമായിരിക്കും, നല്ല ഇങ്ങനെ തസ്യീന് ചെയ്യുക, മനസ്സിനെ ഇങ്ങനെ എടുത്തിട്ട് ഇടക്കെട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ അതിനോട് രസം തോന്നിപ്പിക്കുക. ഇത് പിശാച് ചെയ്യുന്ന പണിയാണ്. അവനല്ല പഴപ്പിച്ചത്, പക്ഷെ അവൻ പഴപ്പിക്കാനുള്ള ടൂൾ അവന്റെ കയ്യിലുണ്ട്. നിബിധങ്ങളല്ല ഹിദായത്ത് തന്നത്, പക്ഷെ ഹിദായത്തിലേക്ക് വരാനുള്ള ടൂൾ ആര് തരും? നിബിധങ്ങൾ തരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിദായത്ത് അള്ളാഹു തരുന്ന വഴി, വലാലത്ത് അള്ളാഹുവിൽ നിന്ന് വരുന്ന, പക്ഷേ പിശാച് അതിന്റെ വഴികളൊക്കെ ഒരുക്കി തരും. അപ്പൊ നമ്മളത് പിശാചിനെ കണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ശൈത്വാനു യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, എവിടെയെല്ലാം ശരീരത്തിൽ രക്തമുണ്ടോ അവിടങ്ങളിലൊക്കെ പിശാച് കയറിയിരിക്കും. നമ്മളെ കൊണ്ട് വേണ്ടാത്ത തോന്നിപ്പിക്കാനും തൊടാനും സ്പർശിക്കാനും മണക്കാനും മുത്താനും ഒക്കെ ഹറാമിലേക്ക് കൊണ്ടുപോകാൻ പിശാചിന് കഴിയുന്നത് നമ്മുടെ ശരീരത്തിൽ അവന് ഓടാൻ ഉള്ള അവസ്ഥ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഉലമാ പറയുന്നുണ്ട്, അലാമത്തുൽ ആഖിലി അർബഅതു അഷ്യാ, 4 കാര്യങ്ങളെ കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ബുദ്ധി മനസ്സിലാവുക എന്നാണ്. ബുദ്ധി ഉണ്ടോന്ന് അറിയണമെങ്കിൽ IQ ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട. ബുദ്ധിയുണ്ടോ എന്നറിയണമെങ്കിൽ 4 വിഷയങ്ങൾ അറിയണം. ഒന്ന്, അൽ ഹിൽമു അനിൽ ജാഹിലി, വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞാലോ ക്ഷമയും സംയമനവും പാലിക്കുന്നത് ബുദ്ധിയുടെ അടയാളമാണ്. കാരണം ജാഹിലീങ്ങളൊക്കെ ഉള്ള ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ജാഹിലി ഇപ്പൊ നമ്മൾ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളിലുണ്ടാവും, നമ്മുടെ സമൂഹത്തിൽ കാണും, നമ്മുടെ ഫ്രണ്ട്സുകളിൽ കാണാം. ജാഹിലി എന്തെങ്കിലും ചെയ്താൽ, നമുക്ക് വിഷമമുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന വല്ലതും ചെയ്താൽ അതിൽ ക്ഷമിക്കുകയും സഹനം പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ. വറദ്ദുൻ നഫ്സി അനിൽ ബാത്തിലി, തിന്മയിലേക്ക് പോകാതെ ശരീരത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ അവന് ബുദ്ധിയുണ്ട്. മദ്യഷാപ്പ് അവിടെ ഉണ്ട്, ഇപ്പുറത്ത് അള്ളാഹുവിന്റെ പള്ളിയുണ്ട്, നമുക്ക് പള്ളിയിലേക്ക് നടക്കാൻ പറ്റുന്നു, അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ഇത് ബുദ്ധിയുടെ അടയാളമാണ്. വഇൻഫാഖുൽ മാലി ഫീ ഹഖ്ഖിഹി, സമ്പത്ത് അതിന്റെ ഹക്കിൽ ചിലവഴിക്കുന്നത്. നമ്മുടെ കയ്യിൽ അള്ളാഹു പൈസ തന്നാല് ആ പൈസ അള്ളാഹുവിന് ഇഷ്ടമുള്ള വഴിയിൽ മാത്രമാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ അത് ബുദ്ധിയുടെ അടയാളമാണ്.
സമ്പത്ത് ലാവിഷായിട്ട് നഷ്ടപ്പെടുത്തുന്ന ആളല്ല. വമഅരിഫത്തു സ്വദീഖിഹി മിൻ അദുവിഹി, ഇതാണ് പ്രശ്നം. ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതും ബുദ്ധിയുടെ അടയാളമാണ്. നമ്മുടെ ശത്രു ആരാണ്? فَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِن دُونِي وَهُمْ لَكُمْ عَدُوٌّ بِئْسَ لِلظَّالِمِينَ بَدَلًا. സൂറത്തുൽ കഹ്ഫ്. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. പിശാച് നിങ്ങളുടെ ശത്രുവാൻ. ശത്രുവിനെ ശത്രുവായും മിത്രത്തെ മിത്രമായും കാണാൻ കഴിവുള്ളവൻ. സമ്പത്ത് അതിന്റെ യഥാവിധി ചെലവഴിക്കുന്ന ആള്. അതുപോലെ തന്നെ ശരീരത്തെ ബാത്തിലിൽ നിന്ന് അനാവശ്യം നിന്ന് വിട്ടുനിർത്തുന്ന ആള്. അതേപോലെ ഏതെങ്കിലും വിവരക്കേടുള്ള മനുഷ്യൻ വല്ലതും ചെയ്താൽ ക്ഷമയോടുകൂടെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുന്ന ആളുകൾ. ഇത് ബുദ്ധിയുടെ ലക്ഷണമാണ്. അപ്പൊ പിശാച് നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടും. അവൻ ശത്രുവാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അമ്പിയാക്കന്മാരിൽ ഒരുപാട് ആളുകളെ പിശാച് കണ്ട ചരിത്രമുണ്ട്. പിശാച് ഡയറക്റ്റ് ചെന്നിട്ട് ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. യഹ്യ നബി അലൈഹിസ്സലാമിനോട്, ഈസ നബി അലൈഹിസ്സലാമിന്റെ ഒരുപാട് സംഭവങ്ങൾ, മൂസ നബി അലൈഹിസ്സലാമുമായി സംസാരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന വിഷയം വരെയുണ്ട്. പിശാചിനെ അള്ളാഹു വിളിച്ചു വരുത്തിയതാണ്. പിശാചിന്റെ ആസ്ഥാനം നമ്മുടെ മുസ്തഫ ഗഞ്ചൂർ പറഞ്ഞതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റാത്തൊരു അൺസീൻ ലോകമാണത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ചൈനയുടെ ഭാഗത്ത് ഈ ബർമുഡ ട്രയാങ്കിൾ പോലത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയും ബർമുഡ ട്രയാങ്കിളുള്ള ആ പ്രദേശവും പിശാചിന്റെ വിഹാര കേന്ദ്രങ്ങളും വളരെ മിസ്റ്റീരിയസ്, ഏറ്റവും കൂടുതൽ നിഗൂഢതകളുള്ള പ്രദേശങ്ങളുമാണെന്ന് ഈ മുസ്ലിമായ ജിന്ന് മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട്. അവിടെയാണ് പിശാചിന്റെ അർശ്. നിബിതങ്ങൾ പറഞ്ഞു, പിശാചിന്റെ ഒരു സിംഹാസനമുണ്ട് ഇബ്ലീസിന്. ആ സിംഹാസനം സമുദ്രത്തിന്റെ മധ്യത്തിലാണ് എന്ന് നിബിതങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ സമുദ്രത്തിന്റെ അന്തർഭാഗങ്ങൾ, വിജനമായ പ്രദേശങ്ങൾ, ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ, ഇവിടൊക്കെ പിശാചുകൾ കയറിയിരിക്കുന്നതാണ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. നബി തങ്ങൾ പറയുന്നു, ജമലുൽ ലഹു വലിശ്ശൈത്വാൻ ബൈത്തുൽ ലഹു വലിശ്ശൈത്വാൻ. പിശാചിനൊരു വീടും അവനൊരു വീടും, പിശാചിനൊരൊട്ടകവും അവനൊരൊട്ടകവും വരുന്ന കാലം. രണ്ടൊട്ടകം, ഒന്ന് അവന് ഒന്ന് പിശാചിന്. രണ്ട് വീട്, ഒന്ന് അവന് ഒന്ന് പിശാചിന്. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന്റെ അടയാളമാണ്. എന്താണ് ഈ പറഞ്ഞതെന്നറിയോ? ഒട്ടകം വാഹനമാണ്, അന്നത്തെ വാഹനം. നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ മലക്കുകളുടെ സാന്നിധ്യം വരുന്നുണ്ട്. നമ്മുടെ ദിക്റിന്റെയോ ഖുർആനിന്റെയോ സാന്നിധ്യം അവിടെ വരും. പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല. ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം. 2 കാറ് വാങ്ങിച്ചു വെച്ചു, ആകെ ഒന്നേ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് വെറുതെ കിടക്കുകയാണ്. സർവീസിന് കൊണ്ടുവന്നു കിടത്തുന്നു എന്നല്ലാതെ ഉപയോഗിക്കുന്നില്ല. ആ വാഹനം പിശാചിന്റേതാണ്. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? വെറുതെ ഷെഡിൽ വർക്ക് ചെയ്തിരിക്കുക, വണ്ടി ഓടിക്കൂല. ഫ്ളാറ്റുകൾ വാങ്ങി വെക്കുന്നു. ഒരു ഫ്ളാറ്റ് കിടക്കട്ടെ കാസർഗോഡ്, ഒന്ന് കിടക്കട്ടെ എറണാകുളത്ത്, അവൻ നടക്കണം, അവന് സ്വന്തമായിട്ട് വീടുണ്ട്. എന്നാൽ അവിടെ ആരെയും പോയി പാർക്കുന്നുണ്ടോ? ആരും പാർക്കുന്നില്ല. മംഗലാപുരത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങിച്ചു വെച്ചു, ഉദാഹരണം പറയാം. അപ്പൊ അങ്ങനെ ഫ്ളാറ്റ് സംസ്കാരമുള്ള നിങ്ങൾക്ക് പാർക്കാനാണെങ്കിൽ വാങ്ങിക്കൂടെ? വെറുതെ വാങ്ങിച്ചു വെക്കുന്നു, ആരെയും പാർപ്പിക്കുന്നില്ല, വാടക കൊടുത്തിട്ടില്ല, അത് പൂട്ടിയിട്ട് പോരാണ്. അവിടെ പിന്നെ ആരാ താമസിക്കുക? പിശാചുകൾ താമസിക്കും. ബൈത്തുൽ ലഹു വലിശ്ശൈത്വാൻ, അവനൊരു വീടും പിശാചിനൊരു വീടും. ഇങ്ങനെ അനാവശ്യമായി വീട് വാങ്ങിച്ചു വെക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുക കുഴപ്പമില്ല. നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കാതെ വെക്കുന്ന വാഹനം, നിങ്ങൾക്ക് താമസിക്കാനല്ലാതെ വെറുതെ നിങ്ങൾ വാങ്ങിച്ച് മുടക്കാച്ചരക്കാക്കി വെക്കുന്ന വീട്, ഇതൊക്കെ പിശാചുക്കളുടെ താമസ ഇടങ്ങളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ വെറുതെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ആ ഒരു ഏർപ്പാടൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇബ്ലീസ് ലഖിയ യഹ്യ ഇബ്നു സഖറിയ അലൈഹിസ്സലാം. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി ഇബ്ലീസ്. അങ്ങനെ ഇബ്ലീസ് യഹ്യ നബിയുമായി നടന്നൊരു സംഭാഷണം ഹദീസുകളിൽ കാണാൻ കഴിയും. വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. സഖറിയ നബിയുടെ മകനാണ് യഹ്യ നബി അലൈഹിസ്സലാം. സക്കരിയ നബി, ഇത് മകൻ യഹ്യ. യഹ്യ എന്ന നബിയുടെ പേരാണ് ഇംഗ്ലീഷിലൊക്കെ ജോൺ എന്നറിയപ്പെടുക. ജോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ബൈബിൾ പറയുന്നത് യഹ്യ നബിയെ കുറിച്ചാണ്. യഹ്യ നബിയെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയും. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അഖ്ബിർനി അൻ തബാഇ ഇബ്നി ആദം ഇൻദകും. ഇത് കിട്ടിയത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. ആയത്തുൽ കുർസിയുടെ മഹത്വം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുത്ത ആരായിരുന്നു? ഇബ്ലീസ് ആയിരുന്നു. സദഖക വഹുവ കദൂബൻ, അവൻ നുണ പറയുന്ന ആളാണ്, പക്ഷെ ആ പറഞ്ഞത് സത്യമാണ്. ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ചരിത്രം അല്ലേ? സദഖക വഹുവ കദൂബ്, ഇപ്പൊ പറഞ്ഞ സത്യം, ആള് നുണ പറയുന്ന ആളാണ്, പക്ഷെ ഈ പറഞ്ഞ സത്യമാണ് അബൂ ഹുറൈറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ സക്കാത്തിന്റെ സ്വത്ത് പിടിച്ചു വെച്ചില്ലേ? മൂന്നാമത്തെ ദിവസവും പിടിച്ചില്ല. അർഫഅന്നക ഇലാ റസൂലില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് നിന്നെ കേസ് ബോധിപ്പിക്കുന്നു പറഞ്ഞപ്പോ അബൂ ഹുറൈറ, എന്നെ വിട്ടേക്കളാ, ഞാൻ പച്ചപ്പാവാണ്, പിന്നെ ഒരു കാര്യം പഠിപ്പിച്ചരാ, എന്നെ വിടൂ. പഠിപ്പിച്ചതാ ആയത്തുൽ കുർസി ഓതി കടന്നാലേ ഒരു പിശാചു നിങ്ങളെ നേരം വിളിക്കണവരെ ഉപദ്രവിക്കൂല. ഒരു ഇൽമ പറഞ്ഞെന്നില്ലേ, സാരല്ല പോയിക്കോട്ടെ എന്ന് പറഞ്ഞു വിട്ടു. നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ, നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് വന്നത്? ആ പറഞ്ഞത് സത്യമാണ്, പക്ഷെ അവൻ നുണ പറയുന്ന ആളാണ്, അത് ഇബ്ലീസായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധമായ സ്വഹീഹിൽ കാണാൻ കഴിയും. യഹ്യ നബി അലൈഹിസ്സലാം ചോദിച്ചു, മനുഷ്യരെ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? മനുഷ്യരുടെ പ്രകൃതങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്? ആൾക്കാരെ ഇനംതിരിക്കണല്ലോ, എല്ലാവരും ഒരുപോലെയല്ല. അപ്പൊ ഇബ്ലീസ് യഹ്യ നബി അലൈഹിസ്സലാമിനോട് മറുപടി കൊടുക്കുകയാണ് സത്യസന്ധമായി. ഇബ്ലീസോട് നുണ പറഞ്ഞിട്ടില്ല, അതാണ് വലിയ സൗകര്യം. അവൻ നുണ പറയുകയാണെങ്കിൽ വിവരം ശരിയാവില്ലല്ലോ. അവൻ സത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അമ്മാ സിൻഫും മിൻഹും ഫഹുവ മിസ്ലുക് മഅ്സൂമൂന ലാ നഖ്ദിറു അലൈഹിം അലാ ഷൈ. ചില ആളുകൾ യഹ്യ നബിയെ നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ്. ഇതിൽ യഹ്യ നബിയുടെ ചരിത്രം മനസ്സിലാക്കിയാൽ പിശാചിനോട് ഏറ്റവും കൂടുതൽ പടവെട്ടിയ ആളാണ് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. യഹ്യ നബിയെ കുറിച്ച് അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതിൽ എക്സ്പേർട്ടാണ്. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലാണ് ഈ വിഷയം അവതരിപ്പിക്കപ്പെടുന്നതും. അവർ പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞു, യഹ്യ നബിയെ നിങ്ങളെപ്പോലെയുള്ള ചില ആൾക്കാരുണ്ട്, മഅ്സൂമൂൻ, അവര് പ്രൊട്ടക്റ്റഡാണ്, അള്ളാഹു ഇസ്മത്ത് നൽകിയവരാണ്, അമ്പിയാക്കന്മാരെ പോലെയുള്ളവര്. ലാ നഖ്ദിറു മിൻഹും അലാ ഷൈഇൻ, ഞങ്ങൾ എന്ത് 18 അടവ് പയറ്റിയാലും നിങ്ങളെ ഞങ്ങൾക്ക് വീഴ്ത്താൻ കഴിയില്ല. അമ്പിയാക്കന്മാർ ഞങ്ങളുടെ പരിധിക്ക് പുറത്താണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കല്ലെടുത്തെറിഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ടെംപ്റ്റ് ചെയ്യാൻ വന്നില്ലേ? അർക്കണ്ട പൊന്നാറ് ഇബ്രാഹിം നബി, കുട്ടരങ്ങൾ അർക്കാണ്, നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എറിഞ്ഞു ഓടിച്ചു. അവിടെയാണ് ജംറത്തുൽ ഊലയും വുസ്തയും അഖബയും കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ കല്ലെറിയുന്നത്. ഇബ്ലീസിനെ ഇബ്രാഹിം നബി അട്ടി ഓടിച്ചു. അവർക്ക് മനസ്സിലായി ഇതാണ് പല രൂപത്തിൽ വരുന്നതാണ്, കോലത്തിൽ വരും. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി അബൂജഹലും കൂട്ടരും പ്ലാൻ ചെയ്തപ്പോ ആ മീറ്റിംഗിലേക്ക് കടന്നു വന്ന യമനിയായ ഒരു അറബിയുടെ രൂപത്തിൽ വൃദ്ധൻ വന്നു. കാന ദാലിക ഇബ്ലീസ്, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ആള് മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. അങ്ങനെയൊക്കെ വന്നിരിക്കും, നമുക്കറിയില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിലൊന്നും അങ്ങനത്തെ ഒരു ഇബ്ലീസ് ഉണ്ടാവില്ല എന്ന് എന്റെ ഉറപ്പ്, ഇൻഷാ അല്ലാഹ്. അല്ലെ, ഒരു ഓടുന്നാണ് ഖുർആൻ ഒന്നിടത്തൊരു ഓടും. അപ്പൊ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ശരിക്കും മനുഷ്യന്മാർ തന്നെയാണ്, ഇബ്ലീസ് ഒന്നും അല്ല. പക്ഷെ ഇബ്ലീസ് എവിടെങ്കിലൊക്കെ ഉണ്ടാവുന്നു, മനുഷ്യകോലത്തിലും വരും, നമുക്കറിയാൻ പറ്റില്ല. രണ്ടാമത്തെ വിഭാഗം, നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ പന്ത് കളിക്കണ പോലെ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് തട്ടിക്കളിക്കാൻ പറ്റുന്ന ഒരു കൂട്ടർ മനുഷ്യരിലുണ്ട്. അവരുടെ ശരീരം ഞങ്ങളെടുത്ത് വാങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചെടുത്തൊക്കെ കൊല കിട്ടും. അവര് ഡാൻസിനും കിട്ടും, ഗാനമേളക്കും, കള്ളുകുടിക്കും, വ്യഭിചാരത്തിനും, തോന്നിവാസത്തിനും, എന്തിനും ഞങ്ങൾ വിളിച്ച് അവർ റെഡിയാണ്. ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റുകൾ വരുന്നത് ടിവിയിലാവും, അല്ലെങ്കിൽ മറ്റു സ്ക്രീനിലാവും, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലായിരിക്കും. ഇപ്പൊ ഇബ്ലീസ് അവിടേക്ക് പ്രത്യക്ഷപ്പെടുക. ഇബ്ലീസ് ഇപ്പൊ വടികുത്തി നടക്കുന്നില്ല. മൂപ്പര് TV ചാനലിലൂടെ വരിക, ഇന്റർനെറ്റിലൂടെയാണ് വരിക, നമ്മുടെ മൊബൈൽ ഫോണിലൂടെയാണ് വരിക, ചില വാട്സപ്പിന്റെ മെസ്സേജിലൂടെയാണ് വരിക. അങ്ങനെയൊക്കെയാണ് മൂപ്പര് വരിക. മനസ്സിലാക്കണം. ഞങ്ങൾ വിളിച്ചെടുത്ത് മുഴുവൻ നിങ്ങളിലെ കുട്ടികൾ പന്ത് കളിക്കുന്ന പോലെ ഞങ്ങളുടെ കയ്യിലിട്ട് നിങ്ങൾക്ക് തട്ടി കളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. അവർ ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. അവർക്ക് ഞങ്ങൾ ലൈഫ് ടൈം മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. ആദ്യം പറഞ്ഞു മഅ്സൂമികളാ, അമ്പിയാക്കന്മാർ, ഞങ്ങൾക്ക് തൊടാൻ പറ്റൂല, ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കൂല. പിന്നെ ഒരു കൂട്ടർ ഇങ്ങനെ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ഫഹും അശദ്ദുൽ അസ്നാഫ് അലൈന, ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുള്ളൊരു കൂട്ടർ അവരാണ്. നമ്മൾ ഇതിൽ പെടാൻ വേണ്ടി നോക്കി ഇൻഷാ അല്ലാഹ്. ഭയങ്കര പ്രയാസമാണ് ഞങ്ങൾക്ക് ഇവരെ. എന്താ വിഷയം എന്നറിയോ? ഫനുഖ്ബിലു അലാ അഹദിഹിം, ഞങ്ങൾ അവരിൽ ഒരാളുടെ അടുത്തേക്ക് ചെല്ലും. ഹത്താ നുദ്രിക മിൻഹു ഹാജതന, ഞങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചവൻ ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ സാധിക്കും അയാളിൽ നിന്ന്. ثم يفرغ الى الاستغفار فيفسد علينا ما ادركنا منه, ഞങ്ങൾ അവനെ കൊണ്ട് തോന്നിവാസം ചെയ്യിപ്പിച്ചു പോന്നാൽ അവൻ പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്തേക്കും. ഞങ്ങളെടുത്ത പണി മുഴുവൻ ബാത്തിലായി.
ഈ കൂട്ടരാണ് ഞങ്ങൾക്ക് ഭയങ്കര കുഴക്ക്. അധ്വാനം, ഒരുപാട് അധ്വാനം. അവസാനം ഞങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുമ്പോഴേക്കും അപ്പോഴേക്ക് എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. അള്ളാഹുവെ പറ്റിപ്പോയി, പടച്ചോനെ പുറത്തുതാ റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇങ്ങനെ ഞങ്ങളുടെ കാര്യം സാധിച്ചു എന്ന് വിചാരിച്ചു, പക്ഷേ നടന്നിട്ടില്ല. ഇങ്ങനെ ഞങ്ങളുടെ അധ്വാനം മുഴുവനും നഷ്ടത്തിലായി പോകുന്ന ഒരു കൂട്ടരുണ്ട്. ഇവരെയാണ് ഞങ്ങൾക്ക് കിട്ടാൻ പ്രയാസം. അവരെ കിട്ടും, പിടിച്ച് ഞങ്ങൾ ചെയ്യിപ്പിക്കും, പക്ഷെ അവരപ്പോഴേക്കും അവർ ഉണരും. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വാഇഫും മിനശ്ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന, തിന്മ സംഭവിക്കും. ഇന്നല്ലദീന തഖൗ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, ഇദാ മസ്സഹും ത്വാഇഫും മിനശ്ശൈത്വാനി തദക്കറു, എന്തെങ്കിലും പൈശാചികമായ ബോധനം അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ബോധം വരും. ഫഇദാഹും മുബ്സിറൂൻ, അവർക്ക് പിന്നെ ശരിക്കും കാണാൻ കഴിയും. തെറ്റുപറ്റിപ്പോയി പടച്ചവനെ, അള്ളാഹുവെ തെറ്റ് സംഭവിച്ചു പോയല്ലോ. അവർക്ക് വിഷമം തോന്നും, അവർ ഇസ്തിഗ്ഫാർ ചെയ്യും, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. ഇവര് ഫലാ നഹ്നു നയഅസു മിൻഹു, ഇത്തരക്കാരെ കുറിച്ച് ഞങ്ങൾക്ക് നിരാശരാവാനും വയ്യ. വലാ നഹ്നു നുദ്രികു ഹാജതനാ മിൻഹു, ഞങ്ങളുടെ ആവശ്യം നടക്കണമില്ല. ഞങ്ങൾ വിചാരിക്കും ഇവരെ കിട്ടി എന്ന്, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കും. അപ്പോഴേക്കും എന്താ വിഷയം എന്നറിയോ? അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബല, ഒരു തൗബ ചെയ്ത് മടങ്ങുന്ന ഒരാൾ, പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരാൾ പിന്നെ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഏത് വിഷയം, ഈ ഹദീസ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ജീവിതത്തിൽ നിരാശ വരരുത്. എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ജീവിക്കണം. എന്റെ റബ്ബ് എന്നെ കൈവടിയൂല. എത്ര ഗുരുതരമായ തെറ്റുകൾ നമ്മൾ ചെയ്താൽ പോലും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, തൗബ എന്ന് പറഞ്ഞത് അതിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കണം. ഒന്ന്, ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച സങ്കടം വരണം, തെറ്റിന്റെ ഗൗരവം ശരിക്ക് ബോധിക്കണം. ആ ഒരു തെറ്റിന് അള്ളാഹുവിന്റെ ശിക്ഷ എന്താണെന്ന് ഓർക്കണം. റബ്ബേ, നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞാൻ നരകത്തിൽ കടക്കാൻ പോവാൻ. ആ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കും വേണം. കള്ളും കുപ്പിയും കുടിച്ചിട്ട് കള്ളുടിക്കൂലാൻ തൗബ ചെയ്യാൻ പറ്റൂല. അതൊക്കെ എറിഞ്ഞു ഒഴിവാക്കിയിട്ട് തിന്മയിൽ നിന്നും അകന്നു നിന്നിട്ട് വേണം തൗബയുടെ രണ്ടാമത്തെ റുക്കനതാണ്. നിങ്ങൾ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം. മൂന്നാമത്തേത് അൽ അസ്മു അലാ അൻ യഊദ്, ഇനി ഒരിക്കലും ഈ തിന്മയിലേക്ക് ഞാൻ മടങ്ങൂല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ മടങ്ങൂല എന്ന് തീരുമാനിച്ചുറച്ചേ പറ്റൂ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുക, ഇനി ഞാൻ അത് ചെയ്യൂല റബ്ബേ. മനുഷ്യരുമായുള്ള ഇടപാടുകളാണെങ്കിൽ കൊടുക്കാനുള്ള തിരിച്ചു കൊടുക്കുക, പൊരുത്തപ്പിടിക്കാനുള്ളത് പൊരുത്തപ്പിടിക്കുകയും ചെയ്യുക. ഇത് ചെയ്താൽ അങ്ങനെ 4 വരും. മനുഷ്യരുമായുള്ള ഇടപാടുകളാണെങ്കിൽ ഒരാൾ ആക്രമിച്ചു എന്ന് വിചാരിക്കുക, ഒരാളുടെ നിന്ന് പൈസ നമ്മൾ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക, തെറ്റാണത്. തൗബ ചെയ്ത് മടങ്ങണം. റബ്ബേ, ഞാൻ ചെയ്ത് തെറ്റാണ് പടച്ചോനെ, നീ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു റബ്ബേ. അള്ളാഹുവേ, പടച്ചതമ്പുരാനെ, ഞാൻ ഇനി ഒരിക്കലും ഇത് ചെയ്യൂല റബ്ബേ, ഞാൻ അതിലേക്ക് ഇനി പോകുന്നില്ല റബ്ബേ, തെറ്റെന്ന് ഞാൻ അകന്നു നിന്നു, ഇനി ഞാനത് ചെയ്യൂല. ചെയ്ത തെറ്റിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എടുത്ത പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറ്റിപ്പോയിട്ടുണ്ട്, അത്രയും വലിയ സംഖ്യ ഞാൻ എടുത്തു, ഇനി അത്രയും സംഖ്യ തിരിച്ചെടുക്കാൻ പറ്റൂല, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിയുന്ന പരമാവധി നിങ്ങൾക്ക് തിരിച്ചടച്ചേക്കാം. ഇത് ഇയാൾ പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബല, പിശാച് അശദ്ദുൽ അസ്നാഫി ഇലൈഹിം, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള വിഭാഗം ഇവരാണ്. അവരവർ നമ്മെ സമീപിക്കുന്നു, മനുഷ്യരെ സമീപിക്കുന്നു, അവരെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നു. ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, തൗബ ചെയ്തു കൊടുക്കുന്നു, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു, അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പോ തെറ്റുകൾ വൈപ്പ് ഔട്ടായി പോയി. ഇവരെ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് എന്ന് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞത് മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ ഉദ്ധരിക്കുന്ന ആധാറുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള പിശാച് വരുന്ന വഴികൾ എന്തൊക്കെയാണ്, ഏതാണ് പിശാചിന്റെ വഴി, ഇത് നമുക്കറിയണം. ഉദ്ദേശം ഒരു 10ഓളം വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇതറിഞ്ഞാൽ പിശാചിന്റെ വഴി നമുക്ക് ക്ലിയറായി. ആ വഴികൾ എപ്പോഴും കാത്തിരിക്കുക. അങ്ങനെ ചിന്തകൾ വരുന്നത് ഇത് പിശാചിന്റേതാ, പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യാം. നമ്മൾ ആരംഭിക്കുന്ന അതിന്റെ സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് 10 കാര്യങ്ങളും പറയാം. ഒന്ന് മിൻ ഖിബലിൽ ഹിർസി വസൂഇ ظന്നി, നമുക്ക് അത്യാഗ്രഹം വരെ, ജീവിതത്തിൽ അത്യാഗ്രഹം വരെ, പൈസ ഉണ്ടാക്കണമെന്ന വലിയ അതിയായ ആഗ്രഹം, കൊതി വരെ, പണത്തോടുള്ള ആർഭാടത്തോടുള്ള കൊതി, അത് മനസ്സിന് കളയണം. പൈസ വേണം,
നിങ്ങൾക്ക് ദുനിയാവിലെ അള്ളാഹു അനുവദിച്ച ഹലാലുകളൊക്കെ എടുത്തോളൂ, ഒന്നും കുഴപ്പമില്ല, മനസ്സിലേക്ക് കൊടുക്കരുത്. അല്ലാഹുമ്മ അഅ്തിനി ദുനിയ ഫി ഐദീനാ വലാ തജ്അൽഹാ ഫി ഖുലൂബിനാ. കയ്യിൽ പൈസ തരണം പടച്ചോനെ, ഹൃദയത്തിലേക്ക് തരല്ലേ. ഖൽബ് നിന്നെ സ്നേഹിക്കാനുള്ളത്, അത് പൈസയെ സ്നേഹിക്കാനുള്ളതല്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാണ് സയ്യിദുസ് സുഹാദ്. സുഹദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം എന്നാണ്, ത്യാഗിയായി ജീവിക്കുക. ദുനിയാവിന്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്ന ആൾക്കാണ് സാഹിദ് എന്ന് പറയാ. ഈ സാഹിദീങ്ങളുടെ നേതാവാരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഏറ്റവും വലിയ മുതലാളിയായ സ്വഹാബിയാണ്. 1000 ഒട്ടകങ്ങളാണ് തബൂക്ക് യുദ്ധത്തിന് ഒരുക്കി കൊടുത്തത്. 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങളാ ഫ്രീ ആയിട്ട് മദീനക്കാർക്ക് കൊടുത്തത്. അങ്ങനത്തെ മുതലാളിയാണ്. അവരായിരുന്നു ഏറ്റവും വലിയ സാഹിദ്. അതിനർത്ഥം പൈസ ഇല്ലാതിരിക്കുന്ന ഒരാളല്ല സാഹിദ്, അത് ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നവർ, മനസ്സുകൊണ്ട് പൈസയെ സ്നേഹിക്കാത്തവർ, ഇവരെ സംബന്ധിച്ചാണ് സാഹിദ് എന്ന് പറയാണ്. ഹിർസ് പാടില്ല, അത്യാഗ്രഹം വരിക. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വല്ലതും ചോദിക്കുമ്പോഴേക്കും പടച്ചോനെ എന്റെ പൈസ പോയി പോവുമല്ലോ. ഇല്ലല്ല, അത് പോകില്ല, അത് വളരാനുള്ളതാണ്, അത് ലഭിക്കാനുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തെടുത്തത് മനസ്സിലാക്കണം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവിക്കും, ദാബ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജീവനുള്ള മനുഷ്യനുമല്ലാത്തവരുമായ എല്ലാറ്റിനും അവരുടെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തിനാ പിന്നെ അത്യാഗ്രഹം? നമുക്കിടെ റിസ്ക് പടച്ച തമ്പുരാൻ ഏറ്റെടുത്ത വിഷയമാണ്. അതുകൊണ്ട് അത്യാഗ്രഹത്തെ നമ്മൾ തടയണം. അത് പിശാചിന്റെ വഴിയാണ്. മറ്റൊരു വിഷയം പിശാച് കൊണ്ടുവരുന്നത് മിൻ ഖിബലിൽ ഹയാതി വതൂലിൽ അമൽ. ഒരുപാട് കാലം ഞാൻ ജീവിക്കും എന്നൊരു തോന്നൽ മനസ്സിൽ ഇങ്ങനെ വരുന്നത് ഇത് പിശാച് കൊണ്ടുവരുന്നതാണെന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാനൊരു ശ്വാസം എടുത്തു വലിക്കുമ്പോൾ അടുത്തത് എനിക്ക് കിട്ടുമോ എന്നറിയാത്ത രീതിയിൽ ഒരു കാലെടുത്ത് വെച്ചാൽ അടുത്ത കാൽവെപ്പിലേക്ക് എനിക്ക് മരണം സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിർസും തൂലുൽ അമലും, ഒരുപാട് കാലം ജീവിക്കും എന്ന ആ ഒരു വലിയ വലിയ പ്ലാനിങ്ങുകൾ ജീവിതത്തിൽ ചെയ്യുന്നത്, അത് പിശാചിന്റെ വഴിയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനെങ്ങനെ ചികിത്സിക്കാനറിയോ? പെട്ടെന്ന് മരണം വരും എന്ന് എപ്പോഴും ആലോചിക്കലാണ്. എപ്പോഴും വരും, എപ്പോഴും മരണം വരും. ഒരു പെണ്ണിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു ഇന്നലെ നാട്ടില്. 20 വയസ്സുള്ള പെണ്ണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൾ 7 മാസം ഗർഭിണിയാണ്. ആ പെണ്ണ് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു. 7 മാസം ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടി, 20 വയസ്സേ ആയിട്ടുള്ളൂ. അവളൊന്ന് കുമ്പിട്ട് ഇരിക്കുന്ന പോലെ തോന്നി. അവിടെ തന്നെ ഒരു സുജൂദിൽ വീഴുന്ന പോലെ അങ്ങ് വീണു, മരിച്ചു. 1.5 വയസ്സുള്ള കുട്ടി ആ ഉമ്മയെ ചോദിച്ച് കരയാണ്. നാട്ടില് നമ്മുടെ ചെർപ്പുളശ്ശേരി ഭാഗത്ത്. സുബ്ഹാനല്ലാഹ്. ഫുജ്അത്തുൽ. ആരെങ്കിലും ആലോചിക്കോ? പ്രത്യേകിച്ച് ഗർഭിണികളാകുമ്പോൾ ഡോക്ടർമാർ ചെക്ക് ചെയ്യുമല്ലോ. ഒരു കുഴപ്പം കണ്ടിട്ടില്ല. ഇടക്കിടക്ക് ഫ്രീക്വന്റ് ചെക്കപ്പ് ഉണ്ടാവുമല്ലോ. അതിലൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. പക്ഷേ മരണം സംഭവിച്ചു. ഫുജ്അത്തുൽ മൗത്ത്. ഇത് അള്ളാഹു എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തരൂല. നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാനും ബോധിക്കാനും 1-2 കുടുംബങ്ങളിൽ, നമ്മുടെ പരിസരത്തുള്ള 1-2 ആളുകൾ, നമ്മുടെ ചുറ്റുപാട് നമ്മൾ അറിയുന്ന കുറച്ചാളുകൾ, ഇവരെ അള്ളാഹു കൊണ്ടുപോവാണ്. എന്തിനെന്നറിയോ? നമുക്ക് ബോധം വരാൻ. ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. തിന്മ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയാണ്. ഒന്ന് പൊറുക്കലിനെ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ഒരുങ്ങി നടക്കുകയാണ്. അള്ളാഹ് വിളിച്ചാൽ പോകാൻ റെഡിയാണ്. അങ്ങനത്തെവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം ഖൈറാണ്. കാരണം രോഗിയായി കിടന്ന് ബാക്കിയുള്ളവർക്ക് ഭാരമാവണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് കാലം ഞാൻ ജീവിക്കുമെന്ന ആ ഒരു ആഗ്രഹം വേണ്ട. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ പ്ലാൻ ചെയ്തോളൂ. ജീവിതത്തിൽ നന്മകൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നല്ലാതെ കുറെ സുഖിക്കണം, എന്തൊക്കെയോ ചെയ്തു കൂട്ടണം, ഈ ലോകം ജീവിച്ച് മതിയായിട്ടില്ല. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നാട്ടില് നമ്മുടെ പരശുരാമല്ല ഏതോ ട്രെയിനിന് നമ്മുടെ മലബാർ ഭാഗത്ത് നിന്ന് ഞാൻ കൊച്ചിയിലോട്ട് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് ഒരു വയനാട് നിന്ന് വരുന്ന ഒരു ക്രിസ്ത്യാനി, അയാൾ സംസാരിക്കുന്നത് എന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞു, എനിക്കിപ്പോ 60 വയസ്സായി. ആ വയനാടൻ മലയാളം ഭാഷ എനിക്ക് അറിയുന്നില്ല, പക്ഷേ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പോൾ കൂടുതൽ ഫ്രണ്ട്സിനോടെ പറഞ്ഞു, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല.
അപ്പൊ അയാളെ ജീവിതത്തിന്റെ ശൈലിക്ക് ഒരു കർഷകനാന്ന് തോന്നി അയാളെ കണ്ടപ്പോ എനിക്ക്. പക്ഷേ AC ക്ലാസ്സിലോ റിസർവേഷനിലോ എന്തോ ആയിരുന്നു. അപ്പൊ കുറച്ച് വകുപ്പൊക്കെ ഉള്ള ആളായിരിക്കണം. ഏതായിരുന്നാലും ആളിങ്ങനെ പറയാണ്, എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്റെ ജീവിതത്തിൽ, എനിക്കിപ്പോഴും എന്റെ യൗവനത്തെ ആ ഒരു ഊർജ്ജസ്വലതയും ഉന്മേഷവും എനിക്കിപ്പോഴും മരിക്കണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര, എന്താണ് ഇയാൾ ഈ പറയണത് റബ്ബേ, എനിക്കും ഇപ്പോഴും മരിക്കാൻ ആയിട്ടില്ല, സമയമായിട്ടില്ല, എനിക്കത് മരിക്കാൻ ആഗ്രഹമേ തോന്നുന്നില്ല, ജീവിച്ചു മതിയായിട്ടില്ല. ആ ഒരു സർക്കിളിനെ ചുറ്റിപ്പറ്റി ഇയാൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അയാളുമായി ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ നമുക്കിന്ന് ഓർമ്മ വരും. ഇങ്ങനെ നമ്മൾ മതിയായില്ലല്ലോ, നമ്മൾ 50-60 വയസ്സാകുമ്പോഴേക്കാണ് വലിയ കൂറ്റൻ വീടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലേ? എന്താ അതിന്റെ അർത്ഥം? ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ അറിയാതെ അതിന്റെ ഉള്ളിലുണ്ട്. അൽ ഹിർസു വതൂലുൽ അമൽ, ജീവിതത്തിന് ഒരുപാട് കാലം ഞാൻ ജീവിക്കും, അതുകൊണ്ട് കുറെ കാലം തെറ്റ് ചെയ്ത് നടക്കുക, പിന്നെ ഒരു ഹജ്ജിന് പോകാം, പിന്നെ ഒരു ഉംറക്ക് പോകാം, ഹജ്ജ് കഴിഞ്ഞാൽ അള്ളാഹ് എല്ലാം പുറത്തിരുന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ 40-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യും, ഹജ്ജ് ചെയ്തേക്കും, അങ്ങനെ നന്നായേക്കും. ഇത് പിശാച് പറയിപ്പിക്കുന്നതാണ്. നിനക്കെന്തറിഞ്ഞു 40? നീ 4 സെക്കൻഡുകൾക്കടക്കം മരിക്കുമോ എന്ന് നീ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ആശ വരുത്തുന്നത് പിശാചാണ്. അതിനെ നിങ്ങൾ ചികിത്സിക്കണം. ആ പിശാചിന് ഖുർആന്റെ മറുപടി അതാണ്. ഏത് ഭൂമിയിലാണ് മരിക്കുന്നത് എന്ന് ഒരു ശരീരത്തിനും അറിയില്ല, ഒരു ശരീരത്തിനും അറിയില്ല നമ്മൾ ഏത് ഭൂമിയിലാണ് മരിക്കുന്നത് എന്ന്. നമ്മൾ പ്രവാസികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ മയ്യിത്തുകളൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥകളാണ് ഇപ്പോൾ ഉള്ളത്. അത് കൊണ്ടുപോകണ്ട എന്ന് പറയാൻ വയ്യ. കാരണം ഇപ്പൊ സിയാറത്തോ കുടുംബത്തിന് സന്ദർശിക്കാനോ, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചിട്ടുണ്ടെന്ന് ഭാര്യയ്ക്കൊന്ന് ഉറപ്പാവാനോ ഒക്കെ ഒരു പക്ഷെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോവേണ്ടി വന്നേക്കും. എന്നാലും ഏറ്റവും ഉത്തമം അതിന്റെ സുന്നത്തും നമ്മൾ പ്രവാസികളൊക്കെ മനസ്സിലാക്കുക. നമുക്കറിയില്ല എവിടെ മരിക്കാൻ. ഇവിടെ ആണെങ്കിലോ അല്ലെ 2 കൊല്ലത്തെ വിശലം അടിക്കേണ്ടത്, അതിനകത്ത് 2 കൊല്ലത്തിന് ഇവിടെ ഉണ്ടാവുന്നല്ലേ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അവസ്ഥയാണ്. എനിക്കിതിങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഉള്ളിലിങ്ങനെ ബേജാറ് വരുന്നുണ്ട്. നമ്മൾ 1 കൊല്ലം അപ്പുറത്തേക്കൊക്കെ ഡേറ്റ് കൊടുക്കണത്. എന്താ അവസ്ഥ, എന്ത് കണ്ട് നോഫൽ ഇപ്പൊ ചൂടാവും. നോഫലിനോട് ഉസ്താദ് അങ്ങനെ ഒരു വേദ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്നല്ല, നിങ്ങൾ എന്താ 2017 ഡേറ്റ് കൊടുക്കുക, എന്താ ചെയ്യുക, നമുക്കറിയില്ല. ഞാൻ പറയും ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ, മരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്താ നമുക്കറിയില്ലല്ലോ. കുറച്ച് തമ്പുരാനെ, നമ്മൾ അടുത്ത നിമിഷം ഉണ്ടോ, നമ്മളുണ്ടോ, നിങ്ങളുണ്ടോ, ആരുണ്ടോ, ഒന്നും അറിയില്ല. വല്ലാത്തൊരു ലോകമാണ്, അല്ലേ? അല്ലാഹുവേ, നമ്മളൊരു ചെറുപ്പക്കാരൻ ഇവിടെ മയ്യിത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡോക്ടർ നവാസ്, അല്ലേ, പ്രൊഫസർ നവാസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ SKSF-ന്റെ സമ്മേളനത്തിൽ സമർക്കന്ദിൽ അവിടെ 10-15 മിനിറ്റ് സംസാരിച്ചു പോയ ഒരു നല്ല ചെറുപ്പക്കാരൻ. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, എന്റെ സുഹൃത്തുക്കളുടെ സുഹൃത്താണ്. ഏതായിരുന്നാലും അദ്ദേഹത്തെ വളരെ ആ യങ് ഏജിൽ 2 കണ്ണുമില്ല, 2 അനിയന്മാർ അന്ധന്മാരാണ്. അവിടെ പെങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുക വടകര ഭാഗത്ത്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി സഹായിക്കാൻ നമുക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ വിഷയത്തിൽ സഹകരിക്കും വേണം, അവരുടെ കുട്ടികളെ പഠിപ്പിക്കും വേണം. വളരെ പാവപ്പെട്ട വീടില്ല, വീടിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു സംവിധാനമൊക്കെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കളെ കൂടി ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വിഷയം വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്ന അല്ലാഹു വിജയിപ്പിക്കട്ടെ. വളരെ ചെറുപ്പത്തിൽ, വളരെ യങ് ഏജിൽ അദ്ദേഹം ഒരു പ്രൊഫസറായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാണ്. പൊളിറ്റിക്കൽ സയൻസിൽ അധ്യാപകനായിട്ട്. 2 കണ്ണുമില്ല, നല്ല ദീനീ പ്രവർത്തകൻ. എന്തോ ഒരു വലിയ സൗഭാഗ്യം. അള്ളാഹു കൊണ്ടുപോയിരിക്കാൻ. ബ്രെയിൻ ട്യൂമറായിരുന്നു വർഷങ്ങളോളം. പക്ഷെ അതാരോടും പറയാതെ കൊണ്ടു നടന്നു. അള്ളാഹുവിന്റെ വിളി കേട്ട് പോയിരിക്കാൻ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൃത്തുക്കൾ പറയാണ്, അവർക്ക് അരമണിക്കൂർ സമയമാണ് സമർക്കന്ദിൽ സംസാരിക്കാൻ വേണ്ടി കൊടുത്തത്. 15 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ഒരു ബാക്കിയുള്ള 15 മിനിറ്റ് അദ്ദേഹത്തിന്റെ വേദന കൊണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അതാരോടും പറയാതെ അദ്ദേഹം പെട്ടെന്ന് ഫെയിന്റഡ് ആയി പോകുമെന്ന് പേടിച്ച് ആ ഒരു 15 മിനിറ്റിന് സംസാരിച്ച് പെട്ടെന്ന് പോയതാണ്. ആ യാത്ര നേരെ മരണത്തിലേക്കായിരുന്നു. അദ്ദേഹത്തിന് വലിയ പ്രാർത്ഥനകൾ കിട്ടി, ഒരുപാട് ആളുകളുടെ ദുആ ലഭിച്ചു. അദ്ദേഹത്തിന്റെ നമ്മുടെയൊക്കെ ആഖിറം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമുക്കറിയില്ല. മരണപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ ശരീരം ചൂടാറും മുമ്പ് എവിടെയാണോ മരിച്ചത് അവിടെ മറവ് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. പിന്നെ കാത്തുവെച്ചിരിക്കാതിരിക്കുക. അതുകൊണ്ട് വസിയത്ത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ, സുഹൃത്തുക്കളോടൊക്കെ അറിയിക്കാൻ പറ്റുന്നവർ, നമ്മൾ ഇവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ ഇവിടെ മറവ് ചെയ്തോട്ടെ.
അതല്ല നാട്ടിൽ തന്നെ പോയി കിടക്കണം, ഇവിടെ കിടക്കാൻ പേടിയാണ്, നാട്ടിൽ പോയി കിടന്നാൽ സമാധാനമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാട്ടിലായിക്കോട്ടെ. പക്ഷെ അതൊക്കെ ഒരുപാട് ചെലവും നമ്മുടെ എംബാം ചെയ്യിക്കുന്നത് ശരീരത്തിലൊരു മാറ്റം വരുത്തലൊക്കെ അല്ലേ. ശരീരം നമ്മളെ കേടുവരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ അതൊരു മയ്യത്തിന്റെ ശരീരത്തെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അനാവശ്യമായിട്ട് ഒരു അത്യാവശ്യമായൊരു വിഷയത്തിലേക്ക് ആണെങ്കിലൊക്കെ നമ്മൾ ഇവിടെ മറവ് ചെയ്ത അള്ളാഹുവിന്റെ കഥ അതായിരിക്കുന്ന നമ്മൾ നാട്ടിലെത്തേണ്ട ബോഡിയാണെങ്കിൽ നാട്ടിലെത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ചെലവ് വരുത്തുന്നത്, അതിനുവേണ്ടി ആളുകളെ കാത്തു നിർത്തുന്നിട്ട് മയ്യത്തൊക്കെ നാട്ടിലേക്ക് എത്തുമ്പോൾ വികൃതമായ അവസ്ഥയിലേക്ക് ശരീരം മാറിപ്പോകുന്നത്. നമ്മുടെ അടുത്ത് നമ്മുടെ സുഹൃത്തോടെ മരിച്ചില്ലേ, നമ്മുടെ KMCC-യുടെ പ്രവർത്തകനായ ഒരു സുഹൃത്ത്. അപ്പൊ നാട്ടിലെത്തിയിട്ട് പറയാതെ അദ്ദേഹമാണോ വേറെ ആളാണെന്ന് പോലും അറിയാത്ത അവസ്ഥയായിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾ എവിടെയാ മരിക്കാന്നറിയില്ല. എവിടെ മരിച്ചാലും അതിന് റെഡിയായി നിന്നോളി. ബി പ്രിപ്പയർഡ്. ഇത്രേ വിഷയമുള്ളൂ. എപ്പോഴും റെഡി ആയിരിക്കുക. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹുവിലേക്ക് എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ അവന്റെ ആയുധം ഇതാണ്. നീ ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് പറയാം. നീ എന്റെ മസില് നീ കാണില്ലേ, ഇപ്പോഴൊന്നും മരിക്കൂല. എന്ത് മസില്? വാഹനടിച്ച് മരിക്കാനോ അപകടം സംഭവിക്കാനോ മസില് വേണോ? നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ലങ്സും നമ്മുടെ ഹാർട്ടൊക്കെ ക്ലിയർ ആണെങ്കിൽ പോലും ഏതെല്ലാം രീതിയിൽ മരണം വരുന്നുണ്ട് അത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പിശാചിന്റെ രണ്ടാമത്തെ ആയുധം അതാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഏത് ഭൂമിയിലാണ് ഒരു ശരീരം മരിക്കുന്നത് എന്ന് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. നമ്മൾ എവിടെയാ മരിക്കുക എന്ന് പറയും, അത് അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ്. അതുകൊണ്ട് ആ ആയത്ത് പിടിച്ചിട്ട് പിശാച് തരുന്ന ഈ ചിന്തയെ മറികടക്കണം എന്നാണ് ഉലമാ പറയുന്നത്. മൂന്നാമത്തേത്, പിശാച് വരുന്നത് ആനന്ദിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ്. ഫലബുറാഹ, എപ്പോഴും ആനന്ദം, എപ്പോഴും എൻജോയ്മെന്റ്, ഹാവിംഗ് ഫൺ. അത് ഈ ലോകത്തിന്റെ ഒരു പുതിയൊരു ചിത്രമാണ്. ലെറ്റ്സ് ഹാവ് ഫൺ. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. എന്റർടൈൻമെന്റുകൾ മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ എന്റർടൈൻമെന്റ് ചാനലുകൾ ആളുകൾ കാണുന്നുള്ളൂ. ന്യൂസ് ചാനലുകളൊന്നല്ല ആൾക്കാർക്ക്, എന്റർടൈൻമെന്റ് ചാനലുകൾ. എന്റർടൈൻമെന്റിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. എപ്പോഴും ആനന്ദം, എപ്പോഴും ലെറ്റ്സ് ഹാവ് ഫൺ. അങ്ങനെ ഒരു ചിന്ത ചെറുപ്പക്കാരുടെ മനസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എത്രത്തോളം ഇന്നാരോ ഇവിടെ നിന്ന് സൂചിപ്പിച്ചു, നമ്മൾ ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിക്കാതെ നടക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാസ് അതിനെ സംബന്ധിച്ച് മാത്രം ഒന്ന് വെക്കണം. വിവാഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം? എങ്ങനെയാണ് ചെറുപ്പക്കാർ ചിന്തിക്കുക? ഹറാമോ ഹലാലോ ചിന്തിക്കാതെ, എനിക്ക് അല്ലാഹു അനുവദിച്ചതാണോ അല്ലാത്തോ എന്നറിയാതെ എന്തിനാണ് ഈ ബാധ്യതകളും നൂലാമാലകളും എന്നൊക്കെ അങ്ങനെ ജീവിച്ച പോരെ? അങ്ങനെ 10, 35, 40 വയസ്സാവുന്നവരങ്ങനെ നടന്നു. പിന്നെ ആരുണ്ടായാലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ബാക്കി പെൻഷനും വാങ്ങി ജീവിച്ചൂടെ എന്നൊക്കെ പൈശാചികമായ അനിസ്ലാമികമായ ചിന്തകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് വന്നിട്ട് നമ്മുടെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി. ഞാൻ അടുത്തൊരു നീണ്ട ഒരു വലിയൊരു ലേഖനം വായിച്ചു. ഒരു അറബി ഒരു പണ്ഡിത എഴുതിയത്. അതിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ സിനിമകളിലൂടെയും അതുപോലെ തന്നെ മറ്റു ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ വഴിയും നമ്മുടെ ചെറുപ്പക്കാരോട് വിവാഹം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ മീഡിയകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. വിവാഹം വേണ്ട, അങ്ങനെയൊക്കെ അടിച്ചുപൊളിച്ച് നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നത്. സത്യത്തിൽ അന്നിക്കാഹു സുന്നത്തി, വിവാഹം എന്റെ ചര്യയാണ്. എന്റെ ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ഞാൻ ചര്യയാക്കി വെച്ച വിവാഹം അത് വേണ്ടെന്ന് വെക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ആവണോ അവൻ നബിയുടെ ചര്യ സ്വീകരിച്ചേക്കണം. എന്തിനറിയോ? നമുക്കറിയാത്തതാണ് ആ വിഷയങ്ങളൊക്കെ. നമ്മുടെ നന്മക്ക നബി തങ്ങൾ പറഞ്ഞിരുന്നത്. നമ്മൾ ഒരുപാട് നടന്ന് കുറെ ദൂരം എത്തുമ്പോഴാ തിരിച്ചറിയാ, റബ്ബേ ഞാനന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ. അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ചെറുപ്പക്കാർ മഹർ കൊടുക്കാനും ഒരു പെണ്ണിന് ചെലവ് കൊടുക്കാനും കഴിവുള്ളവർ, അത് കൊട്ടാരണ്ടാക്കാനും വണ്ടി വാങ്ങിക്കാനും നല്ല പറയുന്നത്, മഹർ കൊടുക്കാനും നിങ്ങളുടെ പെണ്ണിന് സംരക്ഷണം കൊടുക്കാനും അവൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തോടുകൂടി അവൾക്കൊരൽപ്പം ഭക്ഷണം അതിലേറെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ള മുഴുവൻ ചെറുപ്പക്കാരും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ശറഅയിൽ അതിന് പ്രായപരിധിയില്ല എന്ന് പറയാൻ കാരണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ 20 വയസ്സ് വരെ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാത്തിരിപ്പുണ്ടെങ്കിൽ നിക്കാഹ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വിവാഹം ചെയ്യുന്നത് വരെ ഒരു വ്യഭിചാരത്തിലേക്കും പോവാതെ ശരീരത്തെ സൂക്ഷിക്കണം. എങ്ങനെയൊക്കെയാണോ ആത്മശുദ്ധി കൈവരിക്കേണ്ടത് ആ മാർഗം അന്വേഷിച്ചു പോകണം. ശരീരത്തെ അധ്വാനിച്ച് ചെയ്യണം എന്നതിനർത്ഥം. കാരണം യു വൾനറബിൾ ടു എനി ക്രൈം. നമ്മൾ എന്ത് തെറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ലോകമാണിത്. എന്ത് ചെയ്യാനും പറ്റും. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന കാലം. മുമ്പൊക്കെ പെണ്ണുങ്ങളുടെ പിന്നാലെ ആണുങ്ങൾ നടന്നിരുന്ന കാലം. ഇന്ന് നേരെ മറിച്ച അങ്ങനെ തിന്മകളുടെ സാഹചര്യം കൂടുതലാണ്. നമ്മുടെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന, നമ്മുടെ അടുത്ത സീറ്റുകളിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്താ ആക്സസിബിലിറ്റി വർദ്ധിച്ചു.
തിന്മയിലേക്ക് കയ്യെത്തും ദൂരത്ത് തിന്മ വന്ന് നിൽക്കുകയാണ്. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ആ ഒരു തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം മനസ്സിൽ വന്നാലോ ഒന്ന് ഷെയർ ചെയ്യാനോ അതിന്റെ വഴി അന്വേഷിക്കാനോ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു പിശാചിന്റെ വഴികൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ. നിങ്ങളതിനെ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണ് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈ മിങ്കിളായിട്ടുള്ള ജീവിതം വളരെ ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ വർക്കിംഗ് ഫോഴ്സ്, നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും മിസ് ചെയ്തുള്ള ജോലി ഭയങ്കര അപകടമാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര വലിയ ഡിഗ്രി എടുത്ത പെണ്ണുങ്ങളാണെങ്കിൽ പോലും കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നോ. നിങ്ങളുടെ നല്ലൊരു കുടുംബിനിയായി ജീവിക്ക്. നിങ്ങളുടെ ജോലി കഴിഞ്ഞ് ചിടിച്ചു വരുന്ന ഭർത്താവിന് എമ്പാടും സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ജീവിതം ഉണ്ടാവും, അവർക്കും ജീവിതം ഉണ്ടാവും. നമ്മുടെ ഗൾഫിലുള്ള അവസ്ഥ എന്താ? നമുക്ക് ഫ്ളാറ്റിന് വാടക കൊടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ രണ്ടുപേരും നാട്ടിൽ ജീവിക്കുക, രണ്ടുപേരും ജോലിക്ക് പോവുക. ഭർത്താവ് 8 മണിക്ക് വരുന്നു, അവള് കയറി വരുന്ന 8 മണിക്ക്. ആരെ ആശ്വസിപ്പിക്കേണ്ടത്? അയ്യോ വയ്യേന്ന് പറഞ്ഞ അവൾ അവളുടെ ഭാഗത്തേക്ക്, അവൻ അവന്റെ ഭാഗത്തേക്ക്. ഇവിടെയാണ് ജീവിതം. ഇവർ രണ്ടുപേരും ഫ്ളാറ്റിന് വാടക കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ജീവിതം കിട്ടിയോ? ഇല്ല. രണ്ടാളും ഭാരത്തിലാണ്, രണ്ടുപേരും തളർച്ചയിലാണ്. ഇങ്ങനെ ഒരു ജീവിതമില്ലാത്തൊരവസ്ഥയിലാണ് പ്രവാസികൾ കടന്നുപോകുന്നത്. പെണ്ണുങ്ങൾ അത്യാവശ്യമെങ്കിൽ അവർക്ക് അല്ലാഹു അനുവദിച്ച രീതിയിലുള്ള ജോലിയെങ്കിൽ, ഭർത്താവിന് സമ്മതമെങ്കിൽ ജോലിക്ക് പോകാം എന്നല്ലാതെ ഒരു ഭർത്താവും തന്റെ പെണ്ണിനെ ജോലിക്ക് പോവാൻ നിർബന്ധിക്കരുത്. ഒരു പെണ്ണും ഞാൻ ജോലിക്ക് പോകുമെന്ന് വാശിയും പിടിക്കണ്ട. നിങ്ങൾക്കങ്ങനെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ സ്വന്തം ഭർത്താവിനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഭർത്താവിന്റെ ചെലവ് കൊണ്ട് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ശറ അനുവദിക്കുന്ന രീതിയിൽ പരസ്പരം മിങ്കിളാവാത്ത ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ പൊയ്ക്കോ എന്നല്ലാതെ ഒരു ജോലിയുടെ ഒരു ലോകമായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിക്കലരുന്ന ഈ ഒരു ജീവിതം വലിയ അപകടമാണ്, വലിയ അപകടമാണ്. കല്യാണം കഴിച്ച പെൺകുട്ടികൾ അവിടെയുള്ള മറ്റു ചെക്കന്മാരുടെ കൂടെ പോകുന്നത്, ഇറങ്ങുന്നത്, കറങ്ങുന്നതൊക്കെ എത്രയോ എന്റെ ചെവിയിൽ ഞാൻ അറിയുന്നുണ്ട്. ഒരുപാട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, UAE-യിലാണെങ്കിലും പുറത്താണെങ്കിലും എത്രയോ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് അറിയുന്നില്ല തന്റെ പെണ്ണിന് മറ്റൊരാളുമായി ബന്ധമുള്ളത്, ഇവൾ അറിയുന്നില്ല ഭർത്താവിന് മറ്റൊരു പെണ്ണുമായി ബന്ധമുള്ളത്. ഇങ്ങനെ ഹറാമിന്റെ ജീവിതം കഴിച്ചുകൂട്ടി ഈ മരണമൊക്കെ വന്നണയുമ്പോൾ എന്തായിരിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ കൊണ്ടുപോകുന്ന അവസ്ഥ? അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുത്തെ നമുക്ക് ബോധം നൽകുമാറാകട്ടെ. പിന്നെ ഇവിടെ പിശാച് വരുന്ന മറ്റൊരു വഴി ആസ്വാദനത്തിന്റെ വഴിയാണ്. ആസ്വാദനം മൂന്നാമത്തേത് അതാണ്. ആസ്വദിച്ചോളൂ എന്ന് നിരന്തരമായി പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ അള്ളാഹുവിന്റെ ഒരു ആയത്ത് നമുക്ക് ഓർമ്മ വരണം. നബിയെ, അവിശ്വാസികളെ വിട്ടേക്കിൻ, അവർക്ക് വേണ്ടത് യഅ്കുലു തിന്നുകയും വയതമത്തഉ സുഖിക്കുകയുമാണ്. സുഖിക്കാൻ കള്ളും പെണ്ണും തോന്നിവാസവും എല്ലാം, ഇത് മാത്രം മതി ജീവിതം, ഇതാണ് ജീവിതം എന്നാണ് അവിശ്വാസികൾ കാണുന്നത്. ഈ ഖുർആൻ പറഞ്ഞ ആയത്താണ് ഇന്ന് പടിഞ്ഞാറിന്റെ ജീവിതം. ഇതാണെന്ന് പാശ്ചാത്യന്മാർ കൊണ്ടു നടക്കുന്നത്. ഭക്ഷണം, ആനന്ദം, ഏത് നിരക്കുമുള്ള ആനന്ദം. കുടുംബജീവിതമുണ്ടോ? ഇല്ല. ഉമ്മ വാപ്പയുണ്ടോ? മക്കളും വാപ്പയും തമ്മിൽ ബന്ധമുണ്ടോ? ആങ്ങളും പെങ്ങളും അറിയുന്നുണ്ടോ? വല്യമ്മയും വല്യപ്പയും കാണാറുണ്ടോ? വാപ്പയും ഉമ്മയും കൂടെ ജീവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ശിഥിലമായ ഒറ്റക്കൊറ്റക്ക് ഈ ഒരു ജീവിതം ആശ്വാസം നൽകാൻ കഴിയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ കുടുംബമായിട്ട് അള്ളാഹു നിങ്ങളെ പഠിച്ചത്. ആദം നബി, ഹവ്വാ ബീവി, അവരുടെ മക്കൾ, അങ്ങനെയാണ് നിങ്ങളുടെ തുടക്കം. ഈ കുടുംബമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം. ആ ഒരു സ്നേഹബന്ധമാണ് നിങ്ങളുടെ ഇമോഷണൽ ഗ്രോത്തിന്, നിങ്ങളുടെ മാനസികമായ വളർച്ചയ്ക്കൊക്കെ കുടുംബം വേണം. നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ ചര്യയാണ്. അതുകൊണ്ട് നബിയെ, അവരെ വിട്ടേക്കണം. അവര് ആസ്വദിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. ഞാൻ അവരെ കണ്ടുവച്ചിട്ടുണ്ട്, അവർക്ക് ഞാൻ ശിക്ഷ കൊടുക്കാൻ പോകുന്നു എന്ന് സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു പറയുന്ന ആയത്ത്. പിശാചിന്റെ ആസ്വാദനം ഇസ്ലാമികമല്ലെങ്കിൽ അതിനെ ഇങ്ങനെയാണ് നേരിടേണ്ടത്. ഇസ്ലാമികമായ ആനന്ദങ്ങളായിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രകൃതി കാണുന്നത്, യാത്ര ചെയ്യുന്നത്, നിങ്ങളും കുടുംബത്തിൽ നിങ്ങൾ പാർക്കിലേക്ക് പോയി ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അവിടെ മിംഗ്ലിങ്ങോ മറ്റു വിഷയമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കങ്ങനെ വളരെ മനോഹരമായി ഹലാലിന്റെ പരിധിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ആസ്വാദനങ്ങളാവാം. അതാരാ ഹറാമ? നമുക്ക് ഹറാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ആസ്വാദനം ഹലാലുകൾ എത്രയുണ്ട്. പക്ഷെ ഹറാമിലേക്ക് പോകുന്നത്, ഹറാമായ ആസ്വാദനം വേണമെന്ന് പറയുന്നത് പിശാചാണ്. കരുതിയിരിക്കണം, അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓർമ്മ വരണം. നാലാമത്തെ വിഷയം കൂടെ പറയട്ടെ. അള്ളാഹു, ഈ പിശാച് മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടി വരുന്നത് മിൻ ബാബിൽ ഉജ്ബി വഖൗഫിൽ ആഖിബ. നമ്മൾ തരക്കേടില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്, ഇത് ഭയങ്കര അപകടമാണ്.
നമ്മൾ ഉഷാറാണ്, ഐ എം ഓസം എന്ന് പറയുന്ന തിയറി, അത് ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ പരിധിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കാം. ഈ സ്റ്റേജിൽ നോക്കുമ്പോൾ ഞാൻ ആലോചിക്കണം എന്നെ പറ്റി. നമ്മൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ ആണെങ്കിൽ നമ്മൾ ആലോചിക്കണം നമ്മളെ പറ്റി. പഠിച്ചോനെ എനിക്കങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ ഓസമാണോ ഓഫുൾ ആണോ എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഫമിൻഹും ശഖിയ്യുൻ വസഈദ്, അവിടെ വിജയിക്കുന്നവരുമുണ്ട് പരാജയപ്പെടുന്നവരുമുണ്ട്. അള്ളാഹു പറയാണ്. ഈ ആയത്ത് ഓർമ്മ വരണം. നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോഴാണ് ആരൊക്കെയാണ് ഓസം, ആരൊക്കെയാണ് ഓഫുൾ, ആരൊക്കെയാണ് സക്സസ്ഫുൾ, ആരൊക്കെയാണ് ഫെയിലേഴ്സ്, ആർക്കൊക്കെയാണ് വിജയം കിട്ടുന്നത്, ആരൊക്കെയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നത്, ആരൊക്കെയാണ് ലൂസേഴ്സ്, ആരൊക്കെയാണ് ഗെയിനേഴ്സ്. ഇതൊക്കെ നാളെ പരലോകത്തെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന അഹംഭാവം അത് ഭയങ്കര ഡേഞ്ചറാണ്. ഒരു പെണ്ണ് സാമ്പത്തികമായ ചുറ്റുപാടിൽ നിന്ന് വരുന്നൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ പെണ്ണിനൊരു അഹങ്കാരം വരുന്നുണ്ട്. ഉജ്ബ്, എന്റെ കയ്യിലാണല്ലോ പണം, എന്റെ വാപ്പാന്റെ കയ്യിലാണ് പൈസ. ഇത് ആ പെണ്ണിലേക്ക് പിശാച് വരുത്തുന്നതാണ്. അതിനെ ചൊല്ലിയല്ലേ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാ. അത് ആണിനും തോന്നാം. അവൾ ദാരിദ്ര്യം, ഞാൻ അവളെ ദാരിദ്ര്യം കണ്ടിട്ട് കെട്ടിയതാണ്, എന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് അവൾ എനിക്ക് അടിമയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഭർത്താവിലും ഈ പിശാച് കയറിക്കൂടിയിട്ടുണ്ട്. ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെയാണെന്നാണ്. ഒരിക്കലും ഉജ്ബ് വരരുത്. നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, എന്നാൽ നിങ്ങളും അവരും തമ്മിൽ മാനസികമായി നിൽക്കുമ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഒപ്പമാണ്. ഉജ്ബ് വരരുത്. ഞാൻ വലിയ ബോസാണ്. നമ്മൾ ഇന്ത്യൻ നമ്മുടെ കൾച്ചറിലൊക്കെ അങ്ങനെ ഉണ്ട്. ബോസ് എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോ ഒരു ഇഷ്ടം അല്ലേ? സാർ എന്നൊക്കെ വിളിച്ചാൽ നമ്മൾ ഈ സാറ് വിളിയൊന്നും ശരിക്കും ഇല്ലല്ലോ. സാർ എന്ന് വിളിക്കുന്ന പരിപാടി ഇല്ലല്ലോ. ആ പേര് വിളിക്കുക അല്ലെങ്കിൽ മിസ്റ്റർ എന്ന് കൂട്ടി വിളിക്കുക, അത്രയേ ഉള്ളൂ സംഗതി. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പടച്ചോനെ, നമ്മൾ MD എന്നൊക്കെ ചെയ്ത് കാടുമ്പോഴൊക്കെ വിസിറ്റിംഗ് കാടുമ്പോൾ എന്താ ഈ MD എന്ന് പറഞ്ഞാൽ ഗ്രോസറി ഷോപ്പ് ഉണ്ടാവും, അതിമാണ് MD. അതന്നെ ഷെയറിംഗ് ആയിരിക്കും. അതിൽ ഷെയർ ഹോൾഡർ MD ഇന്ന സ്ഥാപനം. ആ കാർഡിലൊക്കെ ഒരു തരം അഹങ്കാരം കിടക്കുന്നുണ്ടെന്നാ. ഇല്ലാമൻ അശമ റബ്ബി, അള്ളാഹു കാവൽ കൊടുക്കുന്നവരൊഴികെ. എല്ലാവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാനൊരു മാനേജിംഗ് ഡയറക്ടറാണെന്ന് എന്ത്, അതിപ്പോ വലിയ നമ്മുടെ കാർഫോറിന്റെ മുതലാളിയാണെങ്കിലും അയാൾ MD എന്ന് എഴുതുക. നിങ്ങൾ റെസ്റ്റോറന്റോ കഫ്തീരിയ നടത്തുകയാണെങ്കിലും അവിടെ നിങ്ങൾ MD തന്നെ എഴുതുക. രണ്ടു തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? പക്ഷെ ഞാനൊരു അധികാരിയാണ്, ഞാനൊരു മുതലാളിയാണ്, ഞാൻ ജോലിക്കാരനല്ല, ഞാൻ ബിസിനസ്സുകാരനാണ് എന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ഉജ്ബ്, അഹങ്കാരം മനസ്സിലേക്ക് കയറി വരാൻ ഈ പ്രകടനങ്ങളൊക്കെ കാരണമാവും. അത് പിശാച് വരുത്തുന്ന വഴിയാണ്. ഇവിടെ ഫമിൻഹും ശഖിയ്യുൻ വസഈദ്, വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരുമുണ്ട്. നാളെ പരലോകത്തെത്തിയാലേ അഹങ്കരിക്കാനുള്ള അവകാശം വരുന്നുള്ളൂ. നാളെ ജയിച്ചാലല്ലേ. മാർക്ക് കിട്ടി റിസൾട്ട് വരുന്നവരെ ഒരു കുട്ടിക്കും ഒന്നും വേണ്ട. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, റിസൾട്ട് വന്നാൽ റിസൾട്ട് വരുന്നത് പരലോകത്താണ്. അവിടെ എത്തിയാൽ അവിടെ പിന്നെ അഹങ്കാരം പ്രശ്നമില്ല, അവിടെ ഹലാലും ഹറാം ഒക്കെ ഹലാലാണ്. അപ്പോ ഒരു മനുഷ്യനിൽ ഉജ്ബ് വരുത്തുന്നത് പിശാചിന്റെ വഴിയാണ്. കാത്തു സൂക്ഷിക്കുക. അഞ്ചാമത്തെ ഒരു വിഷയം കൂടെ പറയുന്നു, അൽ-ഇസ്തിഖ്ഫാഫു ബിൽ ഇഖ്വാൻ വഖില്ലത്തു ഹുർമതിഹിം, ജനങ്ങളെ നിസ്സാരമായി കാണുന്നത്. അവസാനിപ്പിക്കേണ്ട സമയമായി 5 മിനിറ്റ് കൂടെ. ജനങ്ങളെ നിസ്സാരമായി, ഇസ്തിഖ്ഫാഫു ബിന്നാസ്. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കും. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരിക്കും 10 കൂടെ പറയാൻ സമയമല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മുടെ ഹാരിസ് ബാക്കവി ഉസ്താദ് ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ആദ്യം ജാമ്യം എടുത്തിട്ടുണ്ട്. ഈ ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് ആയുസുണ്ടെങ്കിൽ നമ്മൾ ഖബറിന്റെ ഉള്ളിൽ കാണാൻ പോവുക. എനിക്ക് 7-ാം തീയതി ബാംഗ്ലൂർ പരിപാടി ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ പാണക്കാട് മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു വലിയൊരു ഒരു സ്ഥാപനം അവിടെ വരുന്നുണ്ട്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിൽ പാണക്കാട് കുടുംബത്തിലെ ഒട്ടുമിക്ക സയ്യിദന്മാരും കൂടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എന്നോട് കൂടണമെന്ന് പറഞ്ഞതുകൊണ്ട് ശനിയാഴ്ച രാത്രി പുലർച്ചയ്ക്ക് അവിടെ, ഞായറാഴ്ച രാവിലേക്ക് ഇവിടെ എത്താൻ പറ്റുന്നുണ്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഹാരിസ് ബാക്കവി ഉസ്താദ് ക്ലാസ് ഇവിടെ നടത്താൻ ഉസ്താദ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ആചരപ്പട്ടികയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നും അറിയണില്ല ആരൊക്കെയാ വന്നത് ആരൊക്കെയാ വരാത്തതൊന്നും. ഇൻഷാ അല്ലാഹ് ആചരപ്പട്ടിയൊക്കെ തുടങ്ങണം തോന്നുന്നുണ്ടല്ലേ. ഒരു ഐസ്കാനെങ്കിലും വേണം അല്ലേ ആരൊക്കെ നമ്മുടെ ഹാളിലേക്ക് വരുമ്പോൾ ആരൊക്കെ ഉള്ളതെന്നൊക്കെ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അപ്പോ 5-ാമത്തെ വിഷയം
رأيته يأتي من باب الاستخفاف بالإخوان وقلة حرمتهم فقابلته في معرفة حقهم وحرمتهم. الله عند آية ولله العزة ولرسوله وللمؤمنين. ജനങ്ങളെ നിസ്സാരമായി കാണുന്നത്, ജനങ്ങളെ നിസ്സാരമായി കാണാൻ, ആളുകളെ അവമതിക്കുന്നത്, ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു കൾച്ചറാണ്. ഈ മറുപടിക്ക് മറുപടിയും അയാളെക്കാൾ എനിക്കാ തിരിഞ്ഞത്, എനിക്കതിനേക്കാളും വിവരമുണ്ട് എന്ന രീതിയിലൊക്കെയുള്ളൊരു പൊങ്ങച്ച പ്രകടനങ്ങൾ നമ്മുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ എറിയലിലും കൊടുക്കലും വാങ്ങലിലും ഒക്കെ വരുന്നോ എന്ന് എനിക്ക് സംശയം. നിങ്ങൾക്ക് സംശയം ഉണ്ടായിക്കൊള്ളുന്നില്ല, എനിക്കങ്ങനെ തോന്നാറുണ്ട്. ആളുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ സംസാരിക്കുക. ഇന്ന് ഏറ്റവും വലിയ വിഷയം അതാ. വലിയ വലിയ ആലിമീങ്ങളും വലിയ വലിയ പണ്ഡിതന്മാരുമൊക്കെ എടുത്ത തീരുമാനങ്ങളെയൊക്കെ മറികടന്ന് വളരെ ഈർക്കിളി ചെക്കന്മാരൊക്കെ മറുപടി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, ആരായി മറുപടി കൊടുക്കുന്നത്? വലിയ വലിയ ആലിമീങ്ങൾക്ക്. ഞാൻ നമ്മുടെ നാട്ടിലെ കഥയൊന്നുമല്ല ഞാൻ പറയണത്. മുതവല്ലി ഷഅറാവി എന്ന് പറഞ്ഞ ലോകം കണ്ട പ്രഗത്ഭനായ ഒരു ഖുർആൻ പണ്ഡിതനുണ്ടായിരുന്നു ഈജിപ്തിലെ. അല്ലാമ മുതവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മരിച്ചുപോയി. വലിയ മഹാനായിരുന്നു അദ്ദേഹം. മൻസൂറയിലെ ഈജിപ്തിലെ അദ്ദേഹത്തിന്റെ ആ പള്ളിയിൽ എന്നും ഖുർആൻ ക്ലാസ് എടുക്കും. നിങ്ങൾ കേട്ടിട്ട് റേഡിയോയിലൊക്കെ വരും. ഒരു ഈജിപ്ഷ്യൻ ശൈലിയിലാണ് അദ്ദേഹം സംസാരിക്കുക. ആ ഒരു ഈജിപ്ഷ്യൻ ഡയലക്ട് അങ്ങനെ തന്നെ സംസാരിക്കും. അദ്ദേഹം വലിയൊരു അത്ഭുതമുള്ള മഹാനാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്തൊക്കെ എല്ലാ ക്ലാസ് കഴിയുമ്പോഴും പറയും അദ്ദേഹം, എന്താണ് പറയാ, വഇലാ ലിഖാഇൻ ആഖറ ഇൻഷാ അല്ലാഹ്. ക്ലാസ് തുടങ്ങുമ്പോൾ പറയാ, വഖഫ്നാ عند قول الحق سبحانه وقفنا في اللقاء السابق عند قول الحق سبحانه. ആയത്തോതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹഖായ അല്ലാഹുവിന്റെ ഈ ആയത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ തഫ്സീർ തുടങ്ങും. ക്ലാസ് അവസാനിക്കുമ്പോൾ പറയും വഇലാ ലിഖാഇൻ ആഖറ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇങ്ങനെ ഓരോ ആഴ്ചയും ക്ലാസ് എടുത്ത് മരിക്കാൻ പോകുന്ന അവസാനത്തെ ആഴ്ച ഈ വാക്ക് പറഞ്ഞില്ല എന്ന അത്ഭുതം. വഇലാ ലിഖാഇൻ ആഖറ ഇൻഷാ അല്ലാഹ്. ആ വാക്ക് അദ്ദേഹം പറയാതെ പോയി. ഒരു ക്ലാസ്സേ ഉള്ളൂ, അതിൽ നേരെ മരണത്തിലേക്കായിരുന്നു. അങ്ങനത്തെ ഒരു വലിയ മഹാനാണ്. അദ്ദേഹം വലിയ ആലിമാണ്. സൗദിയിലെ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കാലം മദീനത്തൊക്കെ ദർസ് നടത്തിയ വലിയ ആലിമാണ്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ ഒരു ചെറുപ്പക്കാരൻ ഖണ്ഡിക്കുന്നത് ഞാൻ കാണാനിടയായി. അറബിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. എനിക്കതിൽ സങ്കടം തോന്നിയത് ഈ മഹാനായ പണ്ഡിതനെ എല്ലാം മുതവല്ലി ഷഅറാവി പറയുന്നൊരു വിഷയമുണ്ട്. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ സലാം പറഞ്ഞാൽ ആ മനുഷ്യനത് കേൾക്കുന്നുണ്ട്, അവര് മറുപടി പറയുന്നുണ്ട്. നടന്നു വരുന്ന ആളിന്റെ ചെരുപ്പിന്റെ ആ ഒരു ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് ഹദീസിലുണ്ട്. ഈ വിഷയത്തിൽ ഖബറിൽ കിടക്കുന്ന ആളിന് ജീവിച്ചിരിക്കുന്ന ആളുകൾ സന്ദർശിക്കാൻ വരുന്നത് ഖബറിൽ കിടക്കുന്ന ആൾ അറിയുന്നു എന്ന് സമർത്ഥിച്ച ആളാണ് മുതവല്ലി ഷഅറാവി. എന്നിട്ട് ഷഅറാവിയുടെ എല്ലാ മഹത്വങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ പറയാ. ഒരു 10-15 മിനിറ്റുള്ള ഒരു യൂട്യൂബ് വീഡിയോ ആണ്. അതിൽ അദ്ദേഹം പറയാ, പക്ഷേ ഷഅറാവിക്ക് ഇവിടെ തെറ്റുപറ്റി, ഇത് മൂപ്പർക്ക് തെറ്റിയതാണ്. ഞാൻ ചോദിക്കാൻ, ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇത് നിനക്ക് തെറ്റുപറ്റിയതായിക്കൂടെ? നിനക്ക് തെറ്റുപറ്റിയതായിക്കൂടെ? ഷഅറാവിക്ക് തെറ്റുപറ്റിയെന്ന് നീ പറയുമ്പോ ഇത് എനിക്ക് തെറ്റുപറ്റി, ഞാൻ മനസ്സിലാക്കാത്തത് ഈ ആലിം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തിരുത്തേണ്ടതിന് പകരം അവനവൻ പിടിച്ചു വെച്ച് ഇതാണ് ശരി, മറ്റേതൊക്കെ തെറ്റിയതും വലിയ ആലിമീങ്ങളെയാണ് ഈ പറയുന്നത്. ഇങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും കയറി വരാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇതൊക്കെ ഇസ്തിഖ്ഫാഫു ബിന്നാസ്, ആളുകളുടെ മഹത്വം ഇടിച്ചു താഴ്ത്തലാണ്, ആളുകളെ നിസ്സാരമായി കാണലാണ്, അയാളെക്കാളും വലുത് ഞാനാണെന്ന് പറയലാണ്. ഇത് പിശാചിന്റെ വഴിയാണ്. ഇസ്തിഖ്ഫാഫു ബിന്നാസ്. അതിനെ മറികടക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ആയത്തുണ്ട്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനും അവന്റെ റസൂലിനും സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. അവർക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുത്തിരിക്കാൻ, അതിനെ തകർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ആരെക്കൊണ്ടും കഴിയില്ല. ഇസ്സത്ത് അല്ലാഹുവിനാണ്, അവന്റെ റസൂലിനാണ്, അവന്റെ മുഅ്മിനീങ്ങൾക്കും ഇസ്സത്ത് അല്ലാഹു കൊടുത്തതാണ്. ഞാനത് ഹനിക്കാൻ പാടില്ല, ഒരാളെയും ഡിഫെയിം ചെയ്യാൻ പാടില്ല, ഒരാളെയും നമ്മൾ അവമതിച്ചു കാണാൻ പാടില്ല, താറടിച്ചു കാണാൻ പാടില്ല. പ്രത്യേകിച്ച് പഴയ കാലം പോലെയല്ല ഇപ്പോഴൊക്കെ. ഏതും വീഡിയോയും ഫോട്ടോവും വെച്ചിട്ട് മനുഷ്യന്മാരെ ഹറാസ് ചെയ്യുന്ന കാലമാണ്. എത്രയോ നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യന് ചെറിയൊരു മിസ്റ്റേക്ക് മതി ജീവിതത്തിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് മുഴുവനും തകർന്നു കളയാൻ. ഒരു ചെറിയ മിസ്റ്റേക്ക് മതിയാവും ഇന്ന്. അത് പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ TV ചാനലുകളിലൂടെയോ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയോ ഒരു മിസ്റ്റേക്ക് ജീവിതകാലം മുഴുവൻ ചെയ്ത നന്മ നമ്മൾ മറക്കും. അപ്പോ
ജീവിതകാലം ചെയ്ത മുഴുവൻ സേവനവും മറക്കും. ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരു മനുഷ്യന്റെ സർവ്വ റെപ്യൂട്ടേഷനും നഷ്ടപ്പെടാൻ കാരണമാകുന്ന കാലമാണിത്. ഇത് മനുഷ്യനിൽ പിശാച് വരുത്തുന്ന ഒരു വഴിയാണ്. ഇസ്തിഗ്ഫാഫു ബിന്നാസ്, ജനങ്ങളെ നിസ്സാരമായി കാണുക, ജനങ്ങളോട് ബഹുമാനം കാണിക്കാതിരിക്കുക, ജനങ്ങളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക. അത് ജനങ്ങളോ സാധാരണക്കാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ആലിമീങ്ങളോ ആരോ ആവട്ടെ, ഓരോരുത്തരെയും അവരുടെ പദവിക്കനുസരിച്ച് നമ്മൾ ബഹുമാനം കൊടുത്തേ പറ്റൂ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും അവന്റെ റസൂലിനും അവന്റെ മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത്. ആ ഇസ്സത്ത് നമ്മൾ അനുവദിച്ചു കൊടുത്തേ പറ്റൂ. ആരും ആരെയും നിസ്സാരമായി കാണരുത്. ആരും ഇൻസിഗ്നിഫിക്കന്റ് അല്ല നമ്മളല്ലാതെ, ബാക്കിയൊക്കെ സിഗ്നിഫിക്കന്റ് ആണ് അല്ലാഹുവിന്റെ മുമ്പിൽ. നമ്മളാണ് നിസ്സാരന്മാർ, ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരന്മാരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാർ പറയും, ഞാൻ ഏതൊരാളെ കണ്ടാലും ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. മുതിർന്ന ഒരാളെ കണ്ടു, ഒരു പ്രായമുള്ള എന്നെക്കാളും പ്രായമുള്ള ഒരാളെ കണ്ടാൽ ഞാൻ ചിന്തിക്കേണ്ടത് എന്താണ്? യാ അല്ലാഹ്, ഇയാൾക്ക് എന്നെക്കാളും ഒരുപാട് നന്മ ചെയ്യാൻ ജീവിതത്തിൽ അവസരം കിട്ടിയല്ലോ. ഇയാൾ എന്നെക്കാളും ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടാവും, അന്ന് അത്രയും പ്രായമുണ്ടല്ലോ എന്നെക്കാളും. ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ, പടച്ചവനെ, ഈ കുട്ടിയെക്കാളും തിന്മ ഞാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഈ കുട്ടിയെക്കാളും എനിക്ക് പ്രായം കൂടുതലാണ്, ഈ കുട്ടിക്ക് തിന്മ കുറവാണ്, എനിക്ക് തിന്മ കൂടുതലാണല്ലോ, മുതിർന്നവരെ കാണുമ്പോൾ എനിക്ക് നന്മ കുറവാണല്ലോ. ഇങ്ങനെയാണ് സത്യവിശ്വാസി കാണേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ആളുകളെ കാണേണ്ടത്. ഒരാളെയും നിസ്സാരപ്പെടുത്തിക്കൂടാ. ചെറുപ്പക്കാരെ, അത് ഏത് വേഷത്തിലും കോലത്തിലും നടന്നാൽ പോലും അള്ളാഹുവിൽ വലിയ ഈമാനുള്ള ചെറുപ്പക്കാരെന്നുണ്ട്. പഴയകാലം പോലൊന്നുമല്ല, ചെറുപ്പക്കാരൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളൊക്കെ ദീനിന്റെ ദഅവത്തിന് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ ബൈലക്സിലായാലും അല്ലെങ്കിലും ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ, ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾ, യൂട്യൂബിലും അല്ലാതെയുമൊക്കെ ഒരുപാട് ഉസ്താദുമാരുടെ വാദുകൾ, പല വാദുകളും പ്രഭാഷണങ്ങളും ഈ പാട്ടും മ്യൂസിക്കൊക്കെ ഒഴിവാക്കിയിട്ട് ദീനിന്റെ വഴിയിലേക്ക് വരാൻ തുടങ്ങുന്നത് നല്ല ഒരു അള്ളാഹുവിന്റെ വിഷയത്തിൽ വലിയൊരു സന്തോഷം തോന്നുന്ന വിഷയമാണ്. അവർക്കൊക്കെ നമ്മുടെ ദുആയിൽ അള്ളാഹു ഒരു ഓഹരി കൊടുക്കുമാറാകട്ടെ. നമ്മൾ അങ്ങനെ നമ്മുടെ മീഡിയകളൊക്കെ ഉപയോഗിച്ചാൽ എന്തൊരു നല്ല കാര്യമായിരിക്കും, എന്തൊരു നന്മ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഫാർ റീച്ചിങ് റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ നിമിഷ നേരം കൊണ്ട് ഒന്ന് ഫോർവേഡ് ചെയ്യുന്നത്, ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്, ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നത്, നമ്മൾ നിസ്സാര പണിയെ ചെയ്യുന്നുള്ളൂ. ഞാൻ ആലോചിക്കാൻ, നിങ്ങൾ എനിക്ക് ഒരു ഇരിട്ടിയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടില് ഒരു ചർച്ചിൽ ജോലി ചെയ്യുന്ന ഒരു ഫാദർ, ക്രിസ്ത്യാനിയാണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രഭാഷണത്തിന്റെ സീഡ് വേണമെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഏതാകുമ്പോൾ ഇയാൾ കൊടുക്കേണ്ടതാണ്, അയാൾ ഫാദറാണല്ലോ. ഞാൻ ചോദിച്ചു, ഈ ഫാദർ എങ്ങനെ ഈ വലയ കുടുങ്ങിയതെന്ന് ചോദിച്ചു. ഇയാൾ എങ്ങനെയാ വെച്ചത്? അപ്പൊ പറഞ്ഞു, ഏതോ ഒരു സുഹൃത്ത് വാട്സപ്പിൽ ഏതോ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം താല്പര്യം തോന്നി. സുബ്ഹാനല്ലാഹ്, വലിയ കാര്യമല്ലേ? അപ്പൊ അദ്ദേഹത്തിന് പഠിക്കാനുള്ള വഴി കൊടുത്തിട്ടുണ്ട്. ഫാദർ ആ പള്ളിയിലെ ഇമാമോട് പോന്നാൽ മൗമൂമിങ്ങളൊപ്പം കിട്ടൂലേ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിരലുകളിലൂടെ വന്ന വലിയ നന്മകളാണ്. എനിക്ക് വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല. ആ കൂലിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളാണത് ഓരിച്ചെടുക്കണം. ഇൻഷാ അല്ലാഹ് അതിന്റെ കൂലി അല്ലാഹു എമ്പാടും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. എത്രയെല്ലാം നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, നന്മ പരമാവധി പ്രചരിപ്പിക്കും. പിശാച് അക്കണക്കിന് പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിന് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നന്മയും പ്രചരിപ്പിക്കും. എല്ലാ നന്മകളും, അദ്കാറുകളും, സ്വലാത്തുകളും, നല്ല നല്ല ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് വാഇദീങ്ങൾ, ഒരുപാട് പ്രഭാഷകന്മാർ, അവരുടെ ഒക്കെ കേൾക്കണം. എല്ലാ ഇൽമും നമ്മൾ പഠിക്കണം. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഈമാനെ പുതുക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസത്തെ വാളോ ഒരു ദിവസത്തെ പ്രഭാഷണം കൊണ്ടൊന്നും ഒരു ലൈഫ് ടൈം നന്നാവുന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. ഇടക്കിടക്ക് കേൾക്കണം, ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ സേവനങ്ങൾ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കി തരും. അള്ളാഹു സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ. അതുകൂടെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി പറയാം. നാട്ടിൽ നിന്ന് ഷാജി എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു, കണ്ണൂരില്ല. അദ്ദേഹം ഹിന്ദുവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ രേഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ, അദ്ദേഹത്തിന്റെ ഭാര്യ, അവര് രണ്ടുപേരും അപ്പൊ അവര് രണ്ടുപേർക്കും ഒരു മൊബൈൽ ഫോണുള്ളൂ. ഞാൻ ആലോചിച്ചത്, നമ്മളെ നാട്ടിലൊക്കെയാണെങ്കിൽ മാപ്പിളാരാണെങ്കിൽ പെണ്ണിനൊരു ഫോണ്, മാപ്പിളക്കൊരു ഫോണ്, രണ്ടുപേർക്കും ഒരു നമ്പറാണ്. അപ്പൊ ഇന്നലെ വിളിച്ചു. അപ്പോ ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഒരു പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ എന്ത് പ്രഭാഷണം കേട്ടത്? അപ്പൊ നിങ്ങള് തൃശ്ശൂർ സംസാരിച്ചല്ലോ അപ്പൊ ഞാൻ തൃശ്ശൂർ പറഞ്ഞ ഉസ്താദ്മാരോട് പറഞ്ഞൊരു വിഷയമാണ്, മുതഅല്ലിമീങ്ങളോട് പറഞ്ഞ ഇൽമുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി ഹിന്ദുവിനിപ്പോ എങ്ങനെ മനസ്സിലാക്കാൻ, അതിൽ ഒരുപാട് അറബി ടേമുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയാണ്, ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ പല മതങ്ങളുടെയും കൂട്ടായ്മയുള്ള ഒരു സംഘമാണ്, ഞങ്ങൾ നിരീശ്വരവാദികളാണ് അധികവും. പക്ഷെ ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ചർച്ച വരുമ്പോൾ ഞാൻ എതിർക്കാറുണ്ട്. ഇസ്ലാം ഫെമിനിസ്റ്റ്, ഇസ്ലാം വിമൻസിനെതിരാണ്, ഇസ്ലാം നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് പറഞ്ഞ് ഞാൻ അറ്റാക്ക് ചെയ്യാറുണ്ട്.
അയാളുടെ ഭാര്യ സംസാരിക്കുക. എന്നിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാൾ പറഞ്ഞു, അതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആ ഒരു നിങ്ങൾ പറഞ്ഞൊരു വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ നീങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു നിലക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അപ്പൊ എന്താണെന്നറിയോ, ഹാറൂൺ റഷീദിന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഭാര്യയെ തൊലാക്ക് ചെല്ലാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. അത് ഇനി തൊലാക്ക് ചെല്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു പണ്ഡിതനെ വിളിച്ചുകൊണ്ടുവന്നു. ആ അല്ലാമ അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി വന്നു, അതിന് പരിഹാരം പറഞ്ഞു. അപ്പൊ അവരെ സ്ട്രൈക്ക് ചെയ്ത വിഷയം എന്താണെന്നറിയോ, ഞാൻ അത്ഭുതപ്പെട്ടു ഓരോരുത്തർ കാര്യങ്ങൾ വീക്ഷിക്കുന്ന രീതി. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഈ തൊലാക്ക് ചൊല്ലി കളിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ തൊലാക്ക് ചൊല്ലിയ ഒരു രാജാവിന് അത് പിൻവലിക്കാൻ തോന്നിയല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചിന്തയുള്ള ആളുകളാണ് ഇസ്ലാമിൽ ഇങ്ങനെയുമുണ്ട് എന്ന് എനിക്ക് തിരുത്താൻ സാധിച്ചു. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു, ഇന്നാ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറബി പഠിക്കാൻ കൊതിയാവുന്നു. അപ്പൊ ഞാൻ അന്ന് സംസാരിച്ചതിൽ പലതും ഒരു ഗൂഗിളിൽ ഇൽമ എന്നവർക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഇൽമ എന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കി എന്ന് പറഞ്ഞു. അത് വിജ്ഞാനം എന്ന അതിന്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. അറബി പഠിക്കാൻ പോവാന്ന് പറഞ്ഞു. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. എത്രയോ നല്ല മനുഷ്യന്മാർ ദാഹിച്ച് നടക്കുന്നവരുണ്ട്, ദാഹിച്ച് നടക്കുകയാണ്. അവർക്ക് പാട്ടവും കൂത്താട്ടവും ഒന്നുമല്ല വേണ്ടത്, ഹിദായത്താണ് വേണ്ടത്. സത്യം എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ചെറിയ ചെറിയ നാമ്പുകൾ കിട്ടുമ്പോൾ അവർ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് ആളുകളിലേക്ക് നന്മ എത്തിച്ചു കൊടുക്കുക. അതിന്റെയൊക്കെ കൂലി ആർക്കൊക്കെ നിങ്ങളൊക്കെയാണ് ഇത് കിട്ടാൻ പോകുന്നത്. അള്ളാഹു താല നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ നമുക്ക് ദഅവത്ത്, സൈലന്റ് ദഅവത്ത് ചെയ്യാൻ പറ്റും. ഈ പിശാചിന്റെ കടന്നാക്രമണങ്ങളെ ദഅവത്ത് കൊണ്ട്, ദീന് കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റണം. അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നവർക്ക് വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു താല സ്വീകരിക്കട്ടെ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു പേര് പിന്നെ മതി. ഓക്കെ. ഇവിടെ ഓക്കെ. 1.5 വർഷത്തിലധികമായി 2 പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ വിസ പോലും പുതുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്. നല്ലവരായ കൂട്ടുകാരുടെ കരുണ കൊണ്ട് ചെലവ് പോലും കഴിഞ്ഞു പോകുന്നത് അവരുടെ സഹായങ്ങൾ എല്ലാം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുന്ന അള്ളാഹു താല അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ സാബിർ മാട്ടൂൽ ഇവിടെ ഇരിക്കുന്നുണ്ടോ? മീറ്റിംഗിലാണ്. ഓക്കെ. അവരെ സമീപിച്ച് സഹായം കൊടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്നുകൂടെ വിഷയത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഒപ്പം താമസിക്കുന്ന സുഹൃത്തിന്റെ 5 വയസ്സ് പ്രായമുള്ള മകൾക്ക് ക്യാൻസർ അസുഖമാണെന്ന് പറഞ്ഞു. അള്ളാഹു ശിഫ നൽകണേ പടച്ചോനെ, അള്ളാഹു ശിഫ നൽകണേ റബ്ബേ, അള്ളാഹു ശിഫ നൽകണേ തമ്പുരാനെ. പിന്നെ എന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുകയാണ്. കുഞ്ഞിന്റെ ആ ഒരു പൊസിഷൻ ശരിയല്ല എന്ന് പറഞ്ഞു. അവർക്ക് ഓപ്പറേഷൻ വേണ്ടിവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു തആല വളരെ ഖൈറിലും സന്തോഷത്തിലും സമാധാനത്തിലും അവർക്ക് അള്ളാഹു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സ്വാലിഹായ അംഗവൈകല്യങ്ങളൊന്നുമില്ലാത്ത, ബുദ്ധി തകരാറുകളൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങളെ അവർക്കും നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 5 ദിവസമായി മോൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു ദുആ ചെയ്യാനൊരാൾ അപേക്ഷിച്ചു. അള്ളാഹു കുട്ടിക്ക് ശിഫ നൽകട്ടെ. ആമീൻ. കാല് വഴുതി വീണ് എല്ലിന് ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. നാളെ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ. ആമീൻ. ഭാര്യ ഇരട്ട കുഞ്ഞുങ്ങൾ ഗർഭം ധരിച്ചു. റിസൾട്ട് അറിയുന്നതിന്റെ 2 ദിവസം മുമ്പ് ഒരു സ്കൂട്ടർ അപകടത്തിൽ പെട്ടുപോയിരുന്നു. ഇപ്പോൾ കഠിനമായ വേദന നെഞ്ചെടുപ്പ് അനുഭവപ്പെടുന്നു. ഗർഭിണിയായത് കാരണം മറ്റു മെഡിസിനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ദുആ ചെയ്യണം. അല്ലാഹുവേ സഹോദരിക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ, ആശ്വാസം നൽകണമേ തമ്പുരാനെ, ആശ്വാസം നൽകണേ തമ്പുരാനെ. നൗഫൽ എന്ന +2 പഠിക്കുന്ന കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണമേ റബ്ബേ. നമ്മുടെ എക്സാമിനൊക്കെ ഇരിക്കുന്ന SSLCക്കും +2നൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു നല്ല വിജയവും നല്ല ഓർമ്മശക്തിയും പഠിക്കാൻ താല്പര്യവും ഉത്സാഹവും ഒക്കെ നമ്മളെ മുതിർന്ന കോഴ്സുകൾക്ക് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ല ഉന്മേഷവും പഠിക്കാനുള്ള ഉദ്ദേശശുദ്ധിയും അച്ചടക്കവും ഇൽമും തഖ്വയും അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. തലക്ക് ഓപ്പറേഷൻ ചെയ്ത് 9 മാസമായി കുട്ടിക്ക് പനിയും ഛർദിയാണ്. അല്ലാഹു ശിഫ നൽകണേ. അല്ലാഹു സല്ലല്ലാഹുൽ അലീം റബ്ബൽ അർശിൽ അലീം യശ്ഫിയ. ഒരു രോഗിക്ക് വേണ്ടി രോഗശമനത്തിന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹു അവർക്ക് ശിഫ നൽകട്ടെ. ഉമ്മയുടെ അസുഖം മാറാൻ വേണ്ടി ഉമ്മാക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ആമീൻ. മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നാളെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സഹോദരൻ അല്ലാഹു വിജയം നൽകണേ തമ്പുരാനെ, വിജയം നൽകണമേ റബ്ബേ. സദസ്സിൽ വെള്ളം നൽകിയ സഹോദരൻ അല്ലാഹു അവർക്ക് പകരം ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ സർവ്വ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ആമീൻ.
തങ്ങളുടെ മകളുടെ കല്യാണം ശരിയായി കിട്ടാൻ വേണ്ടി ആയിരിക്കണം. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. വരുന്ന വെള്ളിയാഴ്ച ഉപ്പാന്റെ ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷനും കൂടാതെ ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഉപ്പയും ഉമ്മയൊക്കെ കാര്യങ്ങളൊക്കെ അള്ളാഹു നീ എളുപ്പമാക്കി കൊടുക്കണേ. അള്ളാഹ് ആ ഉപ്പാക്ക് നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ സ്ഥിരമായി ക്ലാസ്സിൽ വരുന്ന സുഹൃത്ത് അസുഖബാധിതനായി പ്രയാസത്തിലാണ്. ഡോക്ടർമാർക്ക് രോഗനിർണയം പോലും അസാധ്യമായ അവസ്ഥയിലാണ്. അള്ളാഹു ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ. നമ്മളന്നൊരു മുമ്പ് ഒരു സുഹൃത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു അസാധാരണമായ ഒരു അസുഖം വന്ന് നമ്മുടെ എന്റെ ഷരീഫ് ഷമീർ എന്തൊരു പേര് എണ്ണൂരുണ്ടായിരുന്ന അല്ലെ, ഇവരോട് ഉണ്ടോന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങളൊക്കെ ആമീനുകൊണ്ട് ഒരു ദുആ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലുള്ളൂ, അല്ലെങ്കിൽ മില്യൺ കണക്കിന് ഒരു ദിർഹംസ് ചെലവഴിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ശൈഖന്മാരൊക്കെ അവരുടെ വകുപ്പിലൊക്കെ ഉള്ള സഹായം കൊടുത്തിട്ട് അദ്ദേഹം ട്രീറ്റ്മെന്റ്. ഞങ്ങൾ മുമ്പ് ഒരു പാകിസ്ഥാന്റെ കൂടെ നടന്നൊരു വാലുടിച്ചതിന് ശേഷം കുടുങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഒരു സാധുവായ മനുഷ്യൻ. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹം സദസ്സിലുണ്ടോന്ന് അറിയില്ല. ഏതായാലും ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയണം, അദ്ദേഹത്തിന്റെ ഷിഫാന് വേണ്ടി ദുആ ഇറക്കണം. വളരെ നല്ലൊരു ഗ്ലാമറസ് ആയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ തകർച്ചയും ക്ഷീണവും വന്നിട്ട് ഇപ്പോൾ നടക്കാനൊക്കെ പ്രയാസത്തിലാണ്. അദ്ദേഹം പറഞ്ഞ് ദുആ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും ഡോക്ടർമാർക്ക് രോഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നാട്ടിൽ ഇവിടെയൊക്കെ ചികിത്സിച്ചു. അങ്ങനെ ഒരു ചില വിഷയങ്ങൾ എന്താ കാരണം, രോഗം എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങൾ വേറെയും പറഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകണേ. പടച്ചവനെ ശിഫ നൽകണേ റബ്ബേ. വെള്ളിയാഴ്ച രാത്രി മരണപ്പെട്ട ചെമ്പരിക്ക സ്വദേശി മുഹമ്മദ് കുഞ്ഞി എന്നിവർക്ക് ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണമേ തമ്പുരാനെ. ഭാര്യയും 5 മക്കളും സ്വന്തമായൊരു വീടോ ഇല്ലാത്ത സമയത്ത് ആണ് ക്യാൻസർ പിടിപെട്ടു. അള്ളാഹു ആ സഹോദരന് പരിപൂർണ്ണ ശിഫ നൽകട്ടെ. വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ സദസ്സിലുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തന്നെ ഖൈറായ ഒരു യോജിച്ച ഇസ്സത്തുള്ള നല്ല ജോലി അള്ളാഹു പകരം നൽകട്ടെ. ആമീൻ. കച്ചവട സംബന്ധമായ പ്രയാസമുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട്. കിട്ടാനുള്ള ഡ്യൂസ് കിട്ടിയാൽ അവരുടെ പ്രയാസം തീരും. കിട്ടാനുള്ള പൈസ ഹക്കടപാടുകൾ കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ മതി. അതിനുവേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹുവെ ആ കച്ചവടക്കാരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ തമ്പുരാനെ. വെള്ളിയാഴ്ച പകൽ മരണപ്പെട്ട ചെമ്പരിക്ക സ്വദേശിനെ അബ്ദുറഹ്മാൻ എന്നിവർക്ക് വേണ്ടി അള്ളാഹു അവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. നമ്മുടെ പ്രവർത്തകന്റെ ഉപ്പാക്ക് സുഖല്ല, തിങ്കളാഴ്ച ആശുപത്രി അഡ്മിറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നീ ശിഫ നൽകണം തമ്പുരാനെ. ഒരു സുഹൃത്തിന്റെ അനുജൻ ചെറിയ പ്രയാസത്തിനാണ്. എല്ലാം ഖൈറാവും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു ഖൈറാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ സുഹൃത്തിന് എന്തോ അവരുടെ അറബിയിൽ നിന്നൊരു കാര്യം ഒരു കാര്യം നേടാനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇടപാട് ശരിയാവാനുണ്ട്. അത് നമ്മുടെ പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് സഹായിക്കാന്നൊക്കെ പറഞ്ഞ സുഹൃത്ത് അള്ളാഹു അദ്ദേഹത്തിന്റെ ആ പ്രയാസങ്ങളൊക്കെ നീക്കി അദ്ദേഹത്തിന്റെ ആ ഹക്കടപാടുകളൊക്കെ നീ പെട്ടെന്ന് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ. പിന്നെ അടുത്ത ദിവസം ഓപ്പറേഷന് വിധേയനാകുന്ന ഒരു സഹോദരന് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു അവർക്ക് നിശിഫ നൽകണേ. അള്ളാഹ് സ്നേഹിതന്റെ കുട്ടിക്ക് അഡ്മിഷന് വേണ്ടി നാളെ നറുക്കെടുപ്പാണ്. റബ്ബേ എന്തോ ഒരു ഇടങ്ങാറെന്നറിയങ്ങള്. ഈ സ്കൂളിലെ നറുക്കെടുപ്പാണ് ഇപ്പൊ നമ്മുടെ വലിയ വമ്പർ നറുക്കെടുപ്പ് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ലാത്ത അവസ്ഥയാണ്. വലിയ വിഷമാണ്. നമ്മുടെ അൽനൂർ സ്കൂളിനൊക്കെയുള്ള ക്ലോഷറൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ, എത്ര ആൾക്കാർക്ക് നമുക്ക് ബാബാജി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? എത്ര ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാം? അപ്പോ അതിനുള്ള വഴി അവസരംപരാൻ എളുപ്പാക്കി തരുമാറാകട്ടെ അല്ലെ. നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന, നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെ ഫീസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കൂളുകളൊക്കെ ഒരുപാട് വരണം. നമ്മൾ സ്കൂളിന്റെ പുനർനടത്തിപ്പിന് വേണ്ടിയൊക്കെ ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അള്ളാഹു ഇത് ഫലവത്താക്കി തരുമാറാകട്ടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരാഴ്ചക്കുള്ളിൽ ഭാര്യയുടെ പ്രസവമുണ്ട്. അള്ളാഹു താല സഹോദരിക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കാരെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഖൈറാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന്റെ സദുദ്ദേശം നിറവേറ്റി കൊടുക്കണം തമ്പുരാനെ. ഉപ്പ വലിയ ഒരസുഖം ബാധിച്ച് അടുത്ത ആഴ്ച മണിപ്പാൽ ആശുപത്രിയിലേക്ക് പോവാണ്. ആഫിയത്തോടെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ഉപ്പാക്ക് സലാമത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഷംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു മദ്രസ, ഇപ്പൊ നമ്മൾ സ്കൂൾ നിൽക്കുന്നതോടുകൂടെ നമ്മുടെ മദ്രസ വലിയൊരു പ്രയാസത്തിലേക്ക് നീ കുട്ടികൾക്ക് പഠിക്കാനുള്ള പിന്നെ ഇവിടെ ലിസ്റ്റ് എഴുതി കൊടുക്കുമ്പോഴേ നിങ്ങളതിൽ എന്ത് ചെയ്യണ്ട, അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതൊന്നും എഴുതണ്ട. നിങ്ങളെ പ്ലെയിനായിട്ട് എഴുതിയാൽ മതി. കടലാസിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യുമ്പോഴേ നമ്മൾ വന്നിക്കപ്പെടുന്ന വാക്കുകളൊക്കെ അവിടെ ഇവിടെ കിടക്കുന്ന അവസ്ഥ വരും. അപ്പോൾ പേപ്പറിൽ എഴുതി കൊടുക്കുമ്പോൾ ആ മെസ്സേജ് മാത്രം പ്ലെയിനായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയത്തിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ദുആ ചെയ്യണം. നമ്മുടെ സമർക്കന്ദിന്റെ അനുഭവം പറയണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ 90-ാം വാർഷികം 2016 ഫെബ്രുവരിയിൽ നടത്താൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു ഖൈറായി സ്വീകരിക്കുമാറാകട്ടെ.
സമർക്കന്ത് എന്റെ അനുഭവം പറയുന്നത് നമ്മളിപ്പോൾ അതിന് സമയമില്ലല്ലോ. അതിന് പിന്നെ നിങ്ങളൊക്കെ ലൈവായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല, ലൈവായിട്ട് കേട്ടിട്ടില്ല. അവിടെ പോയി ഒരു ക്ലാസ് എടുത്ത് പോകുന്നു എന്നല്ലാതെ വേറെ ഇൽമൊന്നും എൻ്റെ കയ്യിലില്ല. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ഒരുപാട് നല്ല ആളുകളെ ഒരുമിച്ച് കിട്ടി. അവരുടെയൊക്കെ പ്രാർത്ഥനയോടെ കൂടെയൊക്കെ സമയം ചെലവഴിക്കാൻ വലിയ അധ്വാനം ചെയ്തു. അതിന്റെ ഫലം കാണാൻ കഴിഞ്ഞു. ഒരുപാട് നമ്മുടെ വിഖായ വോളണ്ടിയർമാർക്ക് ലഭിച്ചത് ഇബാദിന്റെ ആ ഒരു ഖാഫിലയുടെ ലോഞ്ചിങ് ഒക്കെ നടന്നില്ലേ? അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ തബ്ലീഗ് ജമാഅത്തുമായിട്ടുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ ആശയപരമായ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നാട്ടിലൊക്കെ നടന്നത്. ആ സമസ്ത അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയ ഒരു വിഷയം കൂടിയാണ്. അപ്പോ ഒരു ആൾട്ടർനേറ്റീവ് അതിനെ സംബന്ധിച്ച് വേണം എന്ന ഒരു വലിയ ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ സംഘമായി നമുക്ക് ദീൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൂടെ? അതിനെയാണ് ഖാഫില എന്ന് പറയാം. ആ ഖാഫില പാണക്കാട് മഹല്ലിലാണ് ഒരു ഉദ്ദേശം. ഒരു 4 മാസം മുമ്പെങ്ങാനും നടന്നു. പിന്നെ ഒരു 8-10 സ്ഥലങ്ങളിലായി അത് വളരെ ഗംഭീരമായ ഒരു റെസ്പോൺസ് ലഭിച്ചു. നല്ല വിജയമാണ്. അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് സമർക്കന്ത് വെച്ച് നടന്നിരുന്നു. ഖാഫില എന്ന അതിന്റെ പേര്. ഇസ്ലാമികമായ കൂട്ടായ്മന് നമ്മൾ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് അവരുടെ നമ്മളൊരു വിഷയത്തിന്റെ കുഴപ്പം കാണുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ആണല്ലോ. അപ്പോഴല്ലേ ആളുകൾക്ക് അതിന് പകരം ഒരു വഴി സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഖാഫില ഇബാദിന്റെ കീഴിൽ SKSF-ന്റെ നമ്മുടെ ദഅവത്ത് ചെയ്യുന്ന ഒരു വലിയ വിങ്ങാണ് ഇബാദ്. ഇബാദ് എന്ന് പറഞ്ഞാൽ ദഅവത്താണ്. മുസ്ലിങ്ങൾക്ക് ആളുകൾക്കൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഒരു നമ്മുടെ ആസിഫ്ദാരി അടക്കമുള്ള ഉസ്താദന്മാരൊക്കെ നയിക്കുന്ന വളരെ വലിയ വളരെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ തൗഫീഖോടുകൂടെ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കിയ ഒരു വലിയ പ്രസ്ഥാനമാണ് ഇബാദ്. അള്ളാഹു തആല അവർക്കൊക്കെ എല്ലാ സൗഭാഗ്യവും നൽകട്ടെ. അവരാണ് ഇപ്പോൾ ഈ ഖാഫില ലോഞ്ച് ചെയ്തിട്ടുള്ളത്. തഹജ്ജുദ് നിസ്കാരം പതിവുള്ള ഒരാളാണ്. ചില ദിവസങ്ങൾ സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോഴും നിസ്കരിക്കാറുണ്ട്. അങ്ങനെ നിസ്കരിച്ച തഹജ്ജുദിന്റെ കൂലി കിട്ടുമ്പോൾ നമ്മള് ബാങ്കിന്റെ മുമ്പാണ് അതിന്റെ സമയം. ബാങ്കിന്റെ ആ മുമ്പ് ആയത് തഹജ്ജുദിന്റെ കൂലിയായി കിട്ടും. എന്നാലും സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയിൽ പെടും ഇൻഷാ അള്ളാഹ്. ഞാൻ വിചാരിച്ചു ചിലര് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, ഹസൻ ബസ്രി തങ്ങളെ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെള്ളം ഒക്കെ റെഡിയാക്കി കിടക്കുന്നുണ്ട്, എഴുന്നേക്കാൻ പറ്റണില്ല. എങ്ങനെയാണെന്നറിയാം, നമ്മൾ അലാറൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, എണീക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ മാതിരി. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖയ്യദതുക ദുനൂബുക, നിന്റെ തെറ്റുകളാണ് നിന്നെ പിടിച്ചു വെക്കുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ അത് കഴിയൂല. ചില തെറ്റുകൾ ചില നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്ന. അതുകൊണ്ടാണ് പറ്റാത്തത്. തെറ്റ് കണ്ണിനെ സൂക്ഷിക്കുക, നാവ് സൂക്ഷിക്കുക, നിനക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മുടെ സ്ത്രീകളുടെ ജുമുഅ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ഒരു മസ്അല മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. ഹറമൈനിലാണെങ്കിൽ തന്നെയും ഹജ്ജിന്റെയും ഉംറയുടെയും അവസ്ഥയിൽ ഞാനിപ്പോൾ ഇന്നലെ അതിനെ സംബന്ധിച്ചൊരു കിതാബ് നോക്കി പോകുന്ന സമയത്ത് കണ്ടു. അല്ലാമ ഇബ്നു ഇർഫാൻ ഷാഫിഈ മദ്ഹബിന്റെ ഇമാമുകൾപ്പെട്ട ആളാണ്. അപ്പോ ഹറം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജുമുഅ ജമാഅത്തുകൾ അവർക്ക് ഇല്ല. അവര് വീട്ടിൽ നിസ്കരിക്കേണ്ടവരാണ്. അപ്പോൾ ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഉത്തമം. നമ്മൾ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാച്ചികൾ പള്ളിയിലേക്ക് പോരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ തടഞ്ഞു വെക്കണ്ട എന്ന് പറയുന്നൊരു ഹദീസാണ് നമ്മൾ എടുക്കാറ്. ഞാൻ അതിനെ ക്രിറ്റിസൈസ് ചെയ്യേ, നമ്മൾ അതിനെ എതിർത്ത് പറയൊന്നുമല്ല. കാരണം ചില ആളുകൾ ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യും. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് അതിന്റെ നെജസ് എന്നറിയാം. ഞാൻ പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കാലത്ത് തന്നെ, അതായത് നബിതങ്ങൾ വഫാത്തായി ഒരു 20 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അന്ന് പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഇത് നബിതങ്ങൾക്കാണെങ്കിൽ നീ ഇവരോട് പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് നബിതങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. ഇവിടെ ഹറമിൽ നടന്ന വിഷയമാണത്. എന്ന് നബിതങ്ങൾ വഫാത്തായിട്ട് നൂറ്റാണ്ടായിട്ടില്ല, 50 കൊല്ലം പോയിട്ടില്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ ഇന്നവർ ചെയ്യേണ്ട. അതും പ്രായമുള്ള പെണ്ണുങ്ങൾ പോയിരുന്നു. നബിതങ്ങൾ ചെറുപ്പക്കാരികള് എന്തായാലും അവർ വന്നുകൂടെന്നും അവർ മുതാച്ചരീങ്ങളായ അവര് അത്ര ധരിച്ചു വന്നുകൂടെന്നും വളരെ നിരുത്സാഹപ്പെടുത്തിയൊരു വിഷയമാണ്. അന്ന് ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ട്, നബിതങ്ങളുടെ ഭാര്യമാർ, നബിതങ്ങളുടെ അഹ്ലുബൈത്ത്, നബിതങ്ങളുടെ അസ്വാജ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ആളുകൾ അവര് ജമാഅത്തുകളിൽ സംബന്ധിച്ചു എന്ന് പ്രത്യക്ഷമായി പറയുന്ന ഒരു ഹദീസുമില്ല. ഇത്തികാഫിനെ സംബന്ധിച്ചൊരു ഹദീസ് പറഞ്ഞു, അതല്ല വിഷയം. ഇത് ഇത്രക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഇല്ല. ഞാനത് ഒരു ഒരൽപ്പം സ്വരത്തിൽ തന്നെ ഞാൻ ചോദിച്ചിരുന്നത്, അങ്ങനെ ഒരു സംഭവം കിട്ടൂല. നബിതങ്ങളുടെ ഭാര്യമാരെ ജമാഅത്തുകളിൽ സംബന്ധിച്ചു എന്ന് പ്ലെയിനായിട്ട് വ്യക്തമായി പറയുന്ന ഒരു ഹദീസ് ഇല്ല. പക്ഷെ നബിതങ്ങളുടെ കാലത്തെ ഏതാനും ചില പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നബി നിരുത്സാഹപ്പെടുത്തുകയുണ്ടായത്. ഈ ഹദീസ് തടയരുത് എന്ന് പറഞ്ഞ ഹദീസിന്റെ നേരെ ബാക്കി എന്താണ്? ഒരായത്തിൽ ബാക്കി ഉണ്ടാവില്ലേ? ഈ ഹദീസിന്റെ ബാക്കി എന്താണ്?
വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമം. ഇത് ഈ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നവരോട് എന്റെ അപേക്ഷ, ഈ ഹദീസിന്റെ വാക്യം കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അത് പൂഴ്ത്തി വെക്കരുത്. എന്നാൽ സത്യവിശ്വാസികൾക്ക് തെരഞ്ഞെടുക്കാലോ ഏതാ വേണ്ടത്. നിങ്ങൾ തടയ, ഒരു പെണ്ണ് പറയാൻ എനിക്ക് പോയേ പറ്റൂ, നിങ്ങൾ തടയണ്ട. ആ ഹദീസ് അതാ, അതിന്റെ നേരെ വാക്യം എന്താണ്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീടുകളാണ്. ഇത്രയുടെ വിഷയമുള്ളൂ. അപ്പൊ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ അന്ന് നബിതങ്ങൾ ഇത് കണ്ടിരുന്നെങ്കിൽ ലമനഅഹുന്നൽ മസാജിദ, ഹദീസല്ലേ, ഈ പള്ളിക്ക് നിങ്ങൾ വരരുത് എന്ന് നബിതങ്ങൾ തടയുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ അലിമീങ്ങൾ പറയുന്നത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല എന്ന് തന്നെ പറയണം. ആയിഷ റളിയല്ലാഹു അൻഹ ഫഖീഹത്തല്ലേ, നബിയുടെ സ്വഹാബിയത്തല്ലേ, അവരല്ലേ നബി ഇന്ന് ദീൻ പഠിച്ചത്. ഇതിന്റെ വിഷയം ഇത്ര ഗൗരവമാണെന്ന് ആയിഷ ബീവി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലത്ത് പിൻഗാമികളാണ്. നമ്മൾ 1400 കൊല്ലായില്ലേ. അപ്പൊ ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ ഈ പ്രോത്സാഹിപ്പിക്കുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ ഒരു വിഷയമാണ്. ഹറമൈനിയിലെത്തിയാൽ, മക്കയിലും മദീനത്തും ഉംറക്ക് സിയാറത്തിന് പോകുന്ന സമയത്ത്, ഹജ്ജിന്റെയും ഉംറയുടെയും അവസരത്തിൽ പെണ്ണുങ്ങൾക്ക് അവിടുത്തെ ഹറമൈനികളിൽ നിസ്കരിക്കുന്നത് കൊണ്ട്, ആ പള്ളികളിൽ ജുമുഅ നിസ്കാരത്തിന്, ജമാഅത്ത് നിസ്കാരത്തിന് സംബന്ധിക്കുന്നത് കൊണ്ട് വിരോധമില്ല. എങ്ങനെ? ആണുങ്ങളുമായി ഇടപഴകാത്ത രീതി. പെണ്ണുങ്ങൾക്കായിട്ട് നിസ്കരിക്കേണ്ട ഏരിയ ഉണ്ട്, ആണുങ്ങളുമായി ഇടപഴകരുത്. ഹറമിന്റെ വിഷയം പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അത്രയും ഗൗരവമാണ്. ഉംറക്ക് പോകുന്ന, ഹജ്ജിന് പോകുന്ന പെണ്ണുങ്ങൾക്ക് ഇതിൽ ഇളവുള്ളൂ. മക്കയിൽ സ്ഥിരം താമസിക്കുന്ന പെണ്ണാണ്, അവൾ റൂമിൽ നിന്ന് നിസ്കരിക്കേണ്ടത്, പരീന്ന് നിസ്കരിക്കേണ്ടത്. മദീനക്കാരിയായ സ്ഥിരം താമസിക്കുന്ന പെണ്ണ, അവൾ പരീന്ന് നിസ്കരിക്കേണ്ടത്. പക്ഷേ യാത്ര പോകുന്നവർ, ഹജ്ജിനും ഉംറക്കും പോകുന്ന അവസരത്തിൽ അവർക്ക് ഇളവുണ്ട് എന്ന് നമ്മുടെ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതില് തെറ്റിദ്ധാരണകളൊന്നും വേണ്ട, കാര്യങ്ങൾ വളരെ പ്ലെയിനാണ്. നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടത് അങ്ങനെ തന്നെ പറയാം, പ്രോത്സാഹിപ്പിക്കേണ്ടത് അങ്ങനെ. എത്ര ഹദീസ് ഉണ്ടെന്ന, അവരുടെ വീടിന്റെ ഉള്ളിലെ ഏറ്റവും ഇരുട്ടുള്ള റൂമാണ് വീടിലെ മറ്റു റൂമിനേക്കാളും നല്ലത്. വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതാണ് ഇവിടെ വീടിന്റെ വരാന്തയിൽ നിസ്കരിക്കുന്നതിനേക്കാളും, ആ വീടിന്റെ പുറത്തുള്ള അവരുടെ കുടുംബക്കാരുടെ പള്ളിയേക്കാളും നല്ലത് വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ഹദീസ് ഉണ്ട്. ഇതൊന്നും മറച്ചു വെക്കരുത്. ഒരുപാട് സംഘടനക്കാർ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കണില്ല, നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞ ഭാഗം മാത്രം പറയാൻ. അതിന്റെ നേരെ വാക്യം എന്താണ്? നിങ്ങൾക്ക് വീട്ടിൽ നിസ്കരിക്കൽ തന്നെയാണ്. കൂലി കിട്ടാൻ വേണ്ടി വരികയാണോ, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചോളൂ. പക്ഷെ ഇൽമ പഠിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ഇൽമ പഠിക്കുന്നത്, ഇപ്പോ വഅലിന് വരുന്നത്, ഒരു ക്ലാസ്സിൽ ദർസ്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും ഫറളാണ് ഇൽമ പഠിക്കാൻ. പെണ്ണിനെ സംബന്ധിച്ചോളം ജുമുഅ ജമാഅത്ത് ഫറളാണോ? അല്ല. സുന്നത്താണോ? അതുപോലുമില്ല. അവർക്ക് വീട്ടിൽ ളുഹ്ർ നിസ്കരിച്ചാൽ മതി ജുമുഅക്ക്. യാത്രക്കാർ, നമ്മൾ പറയും മുമ്പൊക്കെ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ നിങ്ങളും തുടങ്ങിയില്ലേ. നമ്മുടെ നാടുകളിൽ യാത്രക്കാർ, പെണ്ണുങ്ങൾ യാത്ര പോയിരുന്ന കാലുണ്ടായിരുന്ന മുമ്പ് വളരെ അപൂർവല്ലേ. ഇന്നല്ലേ യാത്ര തുടങ്ങിയത്. നമ്മുടെ പള്ളികൾക്കിടയിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന് നമ്മൾ എഴുതി വെക്കുമ്പോൾ ചിലരൊക്കെ കളിയാക്കും, അല്ല നിങ്ങളിപ്പോ ഇത് തുടങ്ങിയല്ലേ, ഞങ്ങൾ പണ്ടേ തുടങ്ങി. അല്ല, സാഹചര്യങ്ങൾ മാറി വന്നതാണ്. നമ്മൾ യാത്ര പോകുന്ന അവസ്ഥകൾ, പെണ്ണുങ്ങൾ നിരന്തരമായി കോൺസ്റ്റന്റ് മൂവ്. അന്നൊന്നും ഈ യാത്രകളില്ല, ഇന്ന് യാത്ര പോവാണ്. ആ യാത്ര പോകുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തേണ്ടി വരും. ആ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ പള്ളിയിലേക്ക് ജുമാഅത്തിന് വിളിക്കലോ ജമാഅത്തിന് വരാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യലല്ല. അത് ചെയ്യേണ്ട, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചാൽ പോരെ. അപ്പൊ നമ്മൾ ഇനി ഉറൂസിന് പോവുകയാണെങ്കിലും, സമ്മേളനത്തിന് പോവുകയാണെങ്കിലും, വഅലിന് വരികയാണെങ്കിലും, ഇവിടെയാണെങ്കിലും അലൈക്കുന്ന ബിഹാഫാത്തി തുറുഖി, വഴികളുടെ ഓരം ചേർന്നുകൊണ്ട് പെണ്ണുങ്ങൾ നടക്കാവൂ. ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആവുന്ന വിഷയങ്ങൾ ഹറാമാണ്. അത് ഖുർആൻ ക്ലാസ്സിന് വരികയാണെങ്കിലും, വഅലിന് പോവുകയാണെങ്കിലും, ഉറൂസിന് പോവുകയാണെങ്കിലും, സിയാറത്തിന് പോവുകയാണെങ്കിലും ഒക്കെയും ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആകുന്നത് ഹറാമാണ്. പരസ്പരം കാണുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. സ്വലാത്ത് മജ്ലിസാണെന്ന് വിചാരിക്കുക, അവിടെ ഹറാമ് തന്നെയാണ്. അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ അങ്ങനത്തെ പ്രോഗ്രാം നടത്തണ്ട. അങ്ങനെ പെണ്ണുങ്ങൾ പോകും ചെയ്യരുത്. ആണുങ്ങളും ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ഇൽമിന്റെ വിഷയത്തിൽ അവർക്ക് വരാൻ, ഇൽമ പഠിക്കൽ ഫറളായതുകൊണ്ട് ദീനിൽ അറിയേണ്ട വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി അവർക്ക് ഇൽമിന്റെ മജ്ലിസിലേക്ക് വരാം. എങ്ങനെ? മിങ്കിളില്ലാതെ. അതുകൊണ്ടാണ് നമ്മൾ വഅലിന് വരുന്നങ്ങൾ തടയുന്നില്ല. പള്ളിക്ക് വരുന്നതാണോ പ്രശ്നം? നമുക്കല്ലല്ലോ പ്രശ്നം. നമ്മുടെ ഹബീബിന് പ്രശ്നമുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ ദീനിന്റെ ശറഅ അങ്ങനെയാണ് കാഴ്ചപ്പാടെങ്കിൽ നമുക്കത് പ്രശ്നമാണ്. അത്രയേ ഉള്ളൂ. എന്നല്ല അതിനെ സംബന്ധിച്ച് ഒച്ചപ്പാടുകളും ബഹളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. പ്രോത്സാഹിപ്പിക്കേണ്ട വിഷയം അല്ലാതെ അത് ഹദീസിൽ തന്നെ മനസ്സിലാവും. അവരെന്നെ ഓതുന്ന ഹദീസിന്റെ നേരെ ബാക്കിയും കൂടെ ഓതി കൊടുത്താൽ ഈ വിഷയം ക്ലിയർ ആവും. അത്രയേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോ ഉമ്മാക്ക് സുഖല്ല, തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ.
പിന്നെ മരണപ്പെട്ടവരുടെ പേരിൽ ഉംറ ചെയ്യുന്നത്, നമ്മൾ സ്വന്തമായ ഉംറ ചെയ്തു കഴിഞ്ഞാൽ, എന്റെ ഉംറ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം അല്ലെങ്കിൽ അവിടുന്ന് തന്നെ ഇപ്പൊ രണ്ടാമത് ഉംറക്ക് പോവുക, ചിലർ പറയാതെ അങ്ങനെ ഹറാമാണെന്നൊന്നും പറയരുത്. നാട്ടിൽ നിന്ന് വല്ലപ്പോഴുമായിട്ട് കിട്ടുന്ന ഒരു അവസരത്തിൽ ഉംറക്ക് പോയതാണ്, അവിടെ ചെന്നു ഒരാൾ ഉംറ നിർവഹിച്ചു. ആ മസ്ജിദുൽ നബവിയിൽ മസ്ജിദുൽ ഹറാമിലും ഇരുന്ന് ഖുർആനും തവാഫ് ഓതലിനൊക്കെ കൂലിയുണ്ട്. പക്ഷെ ഒരാൾക്ക് തോന്നുകയാണ് എന്റെ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഒരു ഉംറ ചെയ്തേക്കാം. അയാൾ മസ്ജിദ് ആയിഷയിൽ പോയിക്കോട്ടെ, തൻഈമിൽ പോയിക്കോട്ടെ, ഒരു നിയ്യത്ത് ചെയ്തു വന്നു. ആൾക്ക് തോന്നി റബ്ബേ എന്റെ മരിച്ചുപോയ മൂത്താപ്പക്ക് ഒരു ഉംറ കൂടെ ആയിക്കോട്ടെ, അയാൾ ചെയ്യുന്നു. അതിന് വിരോധമല്ല, അത് പാടില്ല എന്നൊക്കെ ചിലർ പറയാം. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൂടാ. നേരെ മറിച്ച് പള്ളിയിലെ എത്തിക്കാഫിനാണ് പുണ്യം, പള്ളിയിലെ എത്തിക്കാഫ് അവിടുത്തെ നിസ്കാരത്തിനും തവാഫിനും ഒക്കെ പുണ്യമുണ്ട്. പക്ഷെ ഒരാൾക്ക് ഈ ഉംറ നിർവഹിക്കണമെന്ന് ആഗ്രഹം വന്നാലോ ഒരു നിയ്യത്തുണ്ടെങ്കിലോ അയാൾ ചെയ്തല്ലേ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യും? ഹറമിന്റെ പുറത്ത് പോയിട്ട് മസ്ജിദ് ആയിഷയിൽ പോയിട്ട് റളിയല്ലാഹു അൻഹ തൻഈമിൽ പോയിട്ട് ഇഹ്റാം ചെയ്തിട്ട് വരുന്നു, ഉംറ ചെയ്യുന്നു. അതിന് വിരോധമല്ല, അതിന് യാതൊരു പ്രയാസമല്ല. നമ്മൾ സ്വന്തമായ ഹജ്ജും സ്വന്തമായ ഉംറയും ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ചിലർ പറയാം അങ്ങനെ കുറെ ഉംറ ചെയ്തിട്ടൊന്നും വല്ല കാര്യം, അങ്ങനെ നിസ്സാരപ്പെടുത്തേണ്ട അമലുകളല്ലേ നിസ്സാരപ്പെടുത്തേണ്ട. നമ്മൾ വെറുതെ സ്വറ പറഞ്ഞിരിക്കാനൊക്കെ നല്ലത് അതന്നെയല്ലേ. കുറെ തവാഫും ഷായിയൊക്കെ അതിൽ കിട്ടൂലേ. അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യത്തിലൊക്കെ ഞാൻ ഖുർആൻ ഓതായിരിക്കുമെന്ന് പറയുമ്പോൾ ഉറങ്ങലായിരിക്കും. നേരെ മറിച്ച് ഞാൻ ഉംറക്ക് പോട്ടെ, ആ യാത്ര കൂലിയാണ്. അവിടെ ചെന്ന് സുന്നത്ത് നിസ്കരിക്കുന്നു, ഇഹ്റാം ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലുന്നു, തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു. അല്ലേ, ഈ കൂലിക്ക് ആൾക്ക് കിട്ടിയില്ലേ? അതൊക്കെ ഇപ്പൊ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കൂലി തന്നെയല്ലേ. അപ്പോ ഉള്ളതിനെ നല്ല കാര്യങ്ങളൊക്കെ ഇല്ലാന്നും അതൊന്നും വേണ്ടാന്നും ഒക്കെ ഹറാമാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല. നിസ്കാരം അല്ലാഹുവിൽ ഹറാമാണെന്ന് സൗദിയിൽ ഒരാൾ പത്ത് കൊടുത്തു, നമ്മളെ മലയാളിയായ ഏതോ ഒരു സംഘടനക്കാരൻ കൊടുത്തതാണല്ലോ. ഞാൻ പറഞ്ഞത് ദയവ് ചെയ്തിട്ട് ആ മനുഷ്യന്റെ അഖീദയും ആ മനുഷ്യന്റെ അമലും പ്രവർത്തിച്ചു പോയി. ആള് നിർത്തിയല്ലോ. സങ്കടം പറയാം സാർ, അയാൾ നിസ്കരിക്കാനൊക്കെ നല്ല ഉഷാറായിട്ട് കള്ളാവ് വീട്ടി വന്ന് റെഡിയായി നടക്കേനി. അപ്പളാ ഒരുത്തൻ പറഞ്ഞു ഈ കള്ളാവ് വീട്ടിൽ ഹറാമാട്ടോ. സുബ്ഹാനല്ലാഹ്, എന്താ ഇങ്ക്യാദി മുഫ്തികളുള്ള നാടാ നമ്മളെ നാട്. അപ്പോ അല്ലാഹു തആല ജഹലും വിവരക്കേടുകളൊന്നും സംഭവിക്കാതെ അല്ലാഹു നമുക്ക് ആക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لنا وارحمنا وعافنا واعف عنا. اللهم اغفر لوالدينا ومشايخنا ومشايخ مشايخنا وأساتذتنا وجميع المؤمنين. നമ്മളൊരു ഫാത്തിഹ ഓതാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്ത് ഖബറിലും സ്വർഗ്ഗത്തായി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മദ്രസയുടെ വിഷയത്തിന് ശരിയാവാനും ഹദിയ ചെയ്യാൻ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹത്തുൽ കിതാബിൽ നീ സ്വീകരിക്കണേ തമ്പുരാൻ. അള്ളാഹു ഞങ്ങളുടെ വിഷമം, കുട്ടികൾക്ക് ദീൻ പഠിക്കാനുള്ള മദ്രസ അള്ളാഹുവെ ഞങ്ങൾക്ക് അതിനൊരു പകരം സംവിധാനം നീയാക്കി തരണം പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ കുട്ടികളുടെ പഠനം നഷ്ടപ്പെട്ടു പോകാതെ കാക്കണേ റഹ്മാനെ. ദീൻ പഠിക്കുന്നതിന് സ്കൂൾ പഠിക്കാനൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ റബ്ബേ. ഈ നഗരത്തിൽ താമസിക്കുന്ന ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് തമ്പുരാനെ, ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ തരണേ റഹ്മാനെ. ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള അവസരം എളുപ്പമാക്കി തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ ഈ പരിപാടി കേൾക്കുന്നവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഇത് പലപ്പോഴായി മറ്റാളുകളിൽ നിന്ന് കേട്ടുപഠിക്കുന്നവർ, അള്ളാഹുവെ ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളായ ദീനിന്റെ പേരിൽ ഇൽമുമായി ബന്ധപ്പെട്ട് സ്നേഹത്തോടുകൂടെ ഒരേ മനസ്സായി നടക്കുന്ന ആളുകൾ, അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരാൻ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ റബ്ബേ. ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞവരും അല്ലാത്തവരും ഈ സദസ്സിലുള്ളവരും ഞങ്ങളുടെ മുമ്പ് ദ്വാരക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തർ ആവശ്യപ്പെട്ടതും എല്ലാം നീ അറിയുന്ന റഹ്മാനെ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫാഇനെ കൊടുക്കണേ തമ്പുരാനെ. കടങ്ങൾ വിട്ടിത്തരണേ റബ്ബേ. വീട് പണികൾ തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കുക റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കുക റബ്ബേ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് അല്ലാഹു യോജിച്ച ഇണകളെ കൊടുക്കണേ റഹ്മാനെ. വിവാഹം കഴിഞ്ഞവരുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹത്തിലാക്കണേ റഹ്മാനെ. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു കുടുംബത്തിലും മക്കളിലും അസ്വാരസ്യങ്ങളോ ശണ്ഠകളോ പ്രശ്നങ്ങളോ ഉള്ള ആളുകൾ അല്ലാഹുയുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹത്തിലാക്കണം തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റബ്ബേ. അറിവിൽ വർധനവും ഇൽമിന് വർധനവും അമലിന് വർധനവും തൗഫീഖും തരണമേ റഹ്മാനെ.
അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മരണം വരെ നിന്റെ ദീനിന്റെ പന്ഥാവിലായി ജീവിക്കാൻ തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകണം തമ്പുരാനെ. അല്ലാഹു മരിക്കുന്ന നേരം ഖൈറാക്കി തന്ന് വുദൂഇന്റെ അവസ്ഥയിലോ നല്ലൊരു അമൽ ചെയ്തുകൊണ്ടിരിക്കുകയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം തരണം തമ്പുരാനെ. അല്ലാഹുവേ പ്രത്യേകിച്ച് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകൾ സോറിയാസിസ് രോഗം ബാധിച്ച് ദുബൈയിൽ നിന്നുള്ള ഒരു സുഹൃത്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വേറെയും ആളുകൾ ആ സോറിയാസിസ് അസുഖമുള്ളവരുണ്ട്. റബ്ബേ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം യശ്ഫിഹും 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 അർഹമർ റഹീമായ റബ്ബേ മാരക രോഗങ്ങൾ ഞങ്ങൾ ആർക്കും വരാതെ കാക്കണേ റഹ്മാനേ. അല്ലാഹുവോട് എന്തെല്ലാം ദുആയിരുന്നു അതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിട്ടുപോയ നന്മകൾ അല്ലാഹു നീ ഞങ്ങൾക്ക് തരണം തമ്പുരാനെ. ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കാൻ വിട്ടുപോയ അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കാവൽ തരണേ റഹ്മാനെ. നിന്റെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഞങ്ങൾ ചേർക്കണേ റബ്ബേ. തെറ്റിലേക്ക് പോകാതെ ഞങ്ങളുടെ കൈകാലുകളും കണ്ണും കാതും മനസ്സും നീ കാക്കണേ റബ്ബേ. അല്ലാഹു നിനക്ക് വേണ്ടി ഒരു ഉംറയും ഹജ്ജും സിയാറത്തും ഹബീബിനെ സിയാറത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിൽ ചെന്ന് സലാം പറയാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ കെസിആറിലെ അഡ്മിൻ മസ്നവി അവരുടെ ബന്ധു മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.